Hello everyone, welcome back to Xylem Learning and heartily welcome to our English class. ഇന്ന് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പോവാണ്. നമ്മുടെ ലിറ്ററേച്ചറിലുള്ള 40 മാർക്കിന്റെ 20 മാർക്കിന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഇനി ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? യെസ്, ഒരു കുഞ്ഞ് സപ്ലിമെന്ററി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട്. 20 മാർക്കാണ് അത് നമുക്ക് കിട്ടാനുള്ളത്. ഈസി ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് മാത്രമാണ്. സോ എല്ലാവരും ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറി അല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ കിടക്കാൻ, അതൊക്കെ കഴിഞ്ഞ് നേരത്തെ എണീറ്റു വായിച്ചൊക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു. Now believe in yourself. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ വളരെ ശക്തരാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അറിയാതെ കിടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, അറിയിക്കുക, ഷെയർ ചെയ്യുക, വരെ വിളിച്ചുണർത്തുക. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വേഗം നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. യെസ്, ദിസ് ഇസ് മുഹമ്മദ് ഷാജു ഫ്രം Xylem Learning. We are going to look into the supplementary reader Footprints Without Feet എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മളിത് ബുക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്നു. ഇതല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. യെസ്, പ്രോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പോം നമുക്ക് ഒരൊറ്റ പോം ഉണ്ട്, ഫോർ എൻ ഗ്രിഗറി എന്ന് പറയുന്ന പോം. അൻവർ അബാമ ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ് അല്ലേ. നമ്മൾ ബാക്കി ചെയ്യണം അല്ലേ. ഗ്രാമർ തരും, അതുപോലെ തന്നെ റൈറ്റിങ്സും ഗ്രാമറും ഒരു സെഷൻ അതിനുവേണ്ടി മാത്രം നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ട്. 7 മണിക്കാണ് നമ്മുടെ ലൈവ്, മറന്നു പോരുത്. അപ്പം മക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു ചാപ്റ്റർ ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിട്ടുള്ള കുറേ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഗുഡ് മോർണിംഗ് മറുവ, ഗുഡ് മോർണിംഗ് കുഞ്ഞു, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സമയം പാഴാക്കല്ല. യെസ്, സിസ്റ്ററുടെ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ കിട്ടും കേട്ടോ. അങ്കിത്ത്, ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലത്തെ കാര്യങ്ങൾ പഠിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത അല്ലെങ്കിൽ അത് മിസ്സായി പോയ ആളുകളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവ് 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് പെട്ടെന്ന് കഴിയും, കാരണം അത്ര ഈസി ആയിട്ടുള്ള കുറച്ച് ചെറിയ ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് വേഗം കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കാണുക, ഒന്നെങ്കിലും ഫാസ്റ്റ് അടിച്ചിട്ടെങ്കിലും ഒന്ന് കാണുക, കാരണം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. 40 മാർക്സ് ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വൈകുന്നേരം വരെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വൈകുന്നേരം നമ്മുടെ അടിപൊളി ഒരു ലൈവ് സെഷൻ ഉണ്ട്. എന്താണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് മാധവ്. നമ്മളവിടെ ഈ പറയുന്ന റൈറ്റിംഗ് സെഷനും അതുപോലെ തന്നെ ഗ്രാമറുമാണ് പഠിപ്പിക്കുന്നത്. ഗ്രാമർ പഠിപ്പിക്കാൻ ഞാനുണ്ടാവും. ഡോണ്ട് വറി. ഗ്രാമർ നമുക്ക് പുഷ്പം പോലെ അല്ലെ, കേക്ക് വാക്ക് എന്നൊക്കെ പറയല്ലേ. ഓക്കെ, ആ കേക്ക് വാക്ക് ആയിരിക്കും നമുക്ക് മാറ്റണം. എന്തിനെ? ഗ്രാമറിനെ. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ചൊക്കെ ഞാൻ സെറ്റ് ആക്കി തരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ സാർ, ബാറ്റ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും നോക്കാനില്ല. ഇത് ഇന്നലത്തെ എത്ര മാർക്ക് ഉണ്ട്? ഇതിലെ എത്ര മാർക്കുണ്ട്? നമുക്ക് ഇതിന് മൊത്തത്തിൽ 40 മാർക്കാണ്. ലിറ്ററേച്ചറിന് മൊത്തത്തിൽ 40 മാർക്കാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടാണ് കാണാം. ടെക്സ്റ്റ് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലൈറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന സപ്ലിമെൻ്ററി ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2020 എന്ന് പറയാം. ഓക്കെ, ഇനി മേക്കിംഗ് എ സയൻറ്റിസ്റ്റ് പാടാണെന്ന്. ഓക്കെ, ഞാൻ ഏതൊക്കെ എടുക്കുന്നതെന്ന് അറിയോ? 1, 3, 7, 8 എന്ന് വെച്ചാൽ എ ട്രിം ഫോർ സർജറി, ദ മിഡ് നൈറ്റ് വിസിറ്റർ, ദ നെക്ലേസ്, അതുപോലെ തന്നെ ബോലി എന്ന് പറയുന്ന ഈ ചാപ്റ്റേഴ്സ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ 102 പേരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. 321 ആളുകൾ കറണ്ടിലുണ്ട്. ഓക്കെ, സോ അവരൊന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ എനിക്കൊരു ആവേശമാവില്ലേ. ഇന്നലെ സൗണ്ടൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെയോ കാട്ടി അല്ലേ, എന്തൊക്കെയോ കാട്ടിയിട്ട് വന്നതാണ് സൗണ്ട്. വീട്ടിൽ പോയപ്പോഴാണെങ്കിൽ വീട്ടിൽ ഐസ്ക്രീമും, എൻ്റെ അമ്മോ, എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു വെച്ചു. എന്താ കാരണം? രാവിലെ തൊണ്ടയ്ക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ചില സാധനങ്ങൾ അങ്ങനെയല്ലേ, നമുക്ക് ടെംപ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു പ്രയാസമാണ്. ഏതായാലും ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അടിപൊളി ഒരു ഐസ്ക്രീം കഴിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫാത്തിമ, തസ്നീം. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പെട്ടെന്ന് തീർക്കാൻ പോട്ടോ, പെട്ടെന്ന് തീർക്കും നമ്മൾ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ബാക്കി അൻവറ മാമും ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഫ്രീ ആയിരിക്കണം. ഓക്കെ, നമുക്ക് നേരെ നോക്കല്ലേ മക്കളെ. യെസ്, ദ നെക്ലസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. നെക്ലസ് അല്ലേ, നെക്ലസ് അറിയാലോ എല്ലാവർക്കും. എന്താണ് നെക്ലസ്? മിറ്റിൽഡ, നമ്മുടെ ക്യാരക്ടറിന്റെ പേരെന്താണ്? മിറ്റിൽഡ വാസ് എ പ്രിട്ടി ലേഡി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആര്? മിറ്റിൽഡ എന്ന് പറയുന്ന പെൺകുട്ടി. ഷീ വാസ് എ പ്രിട്ടി ലേഡി. പ്രിട്ടി മിസ് ഉണ്ടല്ലോ നമുക്ക് അല്ലേ, പ്രിട്ടി മിസ് ഇല്ലേ നമുക്ക്? അതേപോലെ പ്രിട്ടി മിസ്സിനെ പോലെ തന്നെ ഒരു പ്രിട്ടി ലേഡി ആയിരുന്നു ആര്? മിറ്റിൽഡ എന്ന് പറയുന്ന പെൺകുട്ടി. ഇനിയോ, then born in a poor family. She was born in a poor family.
പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. ഇനിയോ ഷീ വാസ് മാരീഡ് ടു എ ക്ലർക്ക്. ഒരു ക്ലർക്കിനെയാണ് അവൾ കല്യാണം കഴിച്ചത്. ഷീ സഫേർഡ് എ ലോട്ട് ഓഫ് മിസറി. ഒരുപാട് ദുരിതങ്ങൾ അവൾ അനുഭവിച്ചതാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് ദുരിതങ്ങൾ അവൾ അനുഭവിച്ചതാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങളുടെ ചാറ്റ് ഞാനൊന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നോക്കട്ടെ. യെസ്. ഓക്കെ, എന്താണ് പറയുന്നത്? എന്താ ബ്രോ, കമ്മ്യൂണിറ്റി കിട്ടുന്നില്ല. കമ്മ്യൂണിറ്റി കിട്ടാത്തത് ഞാൻ എന്താ ചെയ്യപ്പം? ഞാൻ ചോദിക്കാം കേട്ടോ, പറയാം. ഇവിടെ കമ്മ്യൂണിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടോ നോക്കട്ടെ. അത് നോക്കാം. എന്താ പറയുന്നത്? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും ഇഷ്ടമല്ല? എന്നെ ആർക്കെങ്കിലും ഇഷ്ടമല്ല? അങ്ങനെ ചോദിച്ച് നടക്കല്ല റംദാനെ. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ലോസിലാരാ? ഓക്കെ, നമുക്ക് വേറെ നോക്കാം. മെറ്റിൽഡ വാസ് എ പ്രിറ്റി ലേഡി. മെറ്റിൽഡ ഒരു പ്രിറ്റി ലേഡി ആയിരുന്നു. ബോൺ ഇൻ എ പുവർ ഫാമിലി. ഷി വാസ് മാരീഡ് ടു എ ക്ലർക്ക്. ഷീ സഫേർഡ് എ ലോട്ട് ഓഫ് മിസറി. ഒരുപാട് ദുരിതം അനുഭവിച്ചോളാണ്. ആസ് ഷീ ഫെൽറ്റ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ബോൺ ഫോർ എ ബെറ്റർ തിങ്സ്. പക്ഷെ അവൾക്കൊരു തോന്നലുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ നല്ലൊരു കുടുംബത്തിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ എന്നൊരു ബോധ്യം ഒരു തോന്നൽ അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഓൾ ഡേ, അങ്ങനെ എല്ലാ ദിവസവും ഷീ വുഡ് ബി ഡേ ഡ്രീമിങ് ഓഫ് ലക്ഷൂറിയസ് ലൈഫ്സ്. ഓരോ ദിവസവും അവളിങ്ങനെ ഓരോ സ്വപ്നങ്ങളാണ്. അപ്പോൾ ചില കുട്ടികളുണ്ട് അങ്ങനെ, അല്ലെ, എന്താ വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെ നോക്കുന്നുണ്ടാവുക. ഒരുപാട് നമ്മളെ എന്താ പറയുക, ബുദ്ധിമുട്ടിയിട്ടൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇവൻ ഇങ്ങനെ ആലോചിക്കും, എൻ്റെ വാപ്പാക്ക് അല്ലെ ഒരു ഹമ്മർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റേഞ്ച് റോവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് അതിലേക്ക് ഇങ്ങനെ പോകില്ലായിരുന്നോ? എന്താണ് എന്നൊരു തോന്നലൊക്കെ ചില കുട്ടികളെങ്കിലും എന്താ വിചാരിക്കാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല. നമ്മളിലുള്ളത്, നമ്മളെ എത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നത്, അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. ഇതാണ് ഈ ഒരു സ്റ്റോറിക്കകത്തുള്ള തീം. ഓക്കെ, പക്ഷെ മെറ്റലിൽ എപ്പോഴും എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, മെറ്റിൽഡ വാസ് എ ഡേ ഡ്രീമർ. അവൾ എപ്പോഴും സ്വപ്നം കാണും, ദിവാസ്വപ്നം കാണും. എന്താ? ഓഫ് ലക്ഷൂറിയസ് ഡിന്നേഴ്സ്. വലിയ വീടുകൾ, അവൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടുകൾ അവൾ സ്വപ്നം കാണും. ഡിന്നേഴ്സ്, കമ്മ്യൂണിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഡിന്നേഴ്സ്, എലഗന്റ് ഡ്രസ്സസ് ആൻഡ് ബ്യൂട്ടിഫുൾ ജ്വല്ലേഴ്സ്. അടിപൊളി വസ്ത്രങ്ങളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ജ്വല്ലറിയും ഒക്കെ അവളെപ്പോഴും ഇങ്ങനെ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടിപ്പെണ്ണാണ് അവൾ. വൺ ഡേ ഹർ ഹസ്ബൻഡ് കെയിം ഹോം വെരി ഹാപ്പിലി. പക്ഷേ അവളുടെ ഭർത്താവാണെങ്കിലോ അവളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഈ ക്ലർക്ക് എന്ത് ചെയ്തു? അവൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു. ഹി ഹാഡ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ബോൾ ഫോർ ബോത്ത് ഓഫ് ദം ഫ്രം ദ മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ്. മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷന്റെ കയ്യിൽ നിന്നും ഒരു പാർട്ടിക്ക് പങ്കെടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഹി തോട്ട് ഹിസ് വൈഫ് വുഡ് ബി ഹാപ്പി. അവൻ വിചാരിച്ചു, ഇത് കാണുമ്പോൾ വലിയ പാർട്ടിയാണ്, വലിയ ആളുകളൊക്കെ വരെ പങ്കെടുക്കുന്ന പാർട്ടിയാണ്, ഇത് കാണുമ്പോൾ അവൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് അവൻ വിചാരിച്ചു. ബട്ട് ഷീ ഓൺലി ഗോട്ട് ആംഗ്രി. പക്ഷെ അവൾക്ക് ദേഷ്യം മാത്രമാണ് വന്നത്. എന്നിട്ടോ ആൻഡ് ത്രൂ ദ ഇൻവിറ്റേഷൻ കാർഡ് ഓൺ ദ ടേബിൾ. ആ കാർഡ് എടുത്ത് ഒറ്റ എറിവ് കൊടുത്തു. എവിടേക്ക്? ആ ടേബിളിലേക്ക് എറിഞ്ഞു. On being asked why she reacted in such a manner, എല്ലാം മോളെ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ she replied that അവള് റിപ്ലൈ ചെയ്തു, she did not have proper dress for the party. എൻ്റെ കയ്യിൽ ഏതാ ഡ്രസ്സ്? പാർട്ടിക്ക് വരാൻ എൻ്റെ കയ്യിൽ ഏതാണ് ഡ്രസ്സ് എന്ന് അവൾ ചോദിച്ചു. Her loving husband gave her all the money he had set aside to buy a gun. അയാളിപ്പോൾ വിചാരിച്ചു, പാവം എന്താ ചെയ്യുക, എന്നാൽ എൻ്റെ കയ്യിലുള്ള ഈ 400 ഉറുപ്പിക എടുത്തോ, എന്തിനു വേണ്ടിയിട്ട്? നിനക്ക് ഈ ഡ്രസ്സ് വാങ്ങിച്ചോ. അയാളൊരു ഗണ്ണ്, ഒരു റൈഫിൾ വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന, സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസയാണ്. ആ പൈസ എടുത്തിട്ട് അയാൾ കൊടുത്തു. ഓക്കെ, എന്നിട്ടോ വെൻ ദ ഡ്രസ് വാസ് റെഡി, അങ്ങനെ മെറ്റിൽഡ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു. ചില ആൾക്കാർ അങ്ങനെയാ അല്ലേ, അങ്ങനെ മെറ്റിൽഡ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു. മെറ്റിൽഡാസ് ഹസ്ബൻഡ് സോ ദാറ്റ് സ്റ്റിൽ ഷീ വാസ് നോട്ട് ഹാപ്പി. അപ്പോഴാണ് പിന്നെയും അവൾ ഹാപ്പി അല്ല. പോകാനുള്ള ദിവസമായപ്പോൾ അവൾ പിന്നെയും സങ്കടത്തിലാണ്. ഓൺ ബീങ് ആസ്ക്ഡ് ദ റീസൺ, ഇനി എന്താണ് മോളെ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? Yes, she said that she had no jewels. എൻ്റെ കയ്യിൽ ജ്വൽസ് ഇല്ല. എൻ്റെ കയ്യിൽ എവിടെയാണ് ആഭരണങ്ങൾ? വലിയ വലിയ ആളുകൾ വരുന്ന സ്ഥലമല്ലേ, ആഭരണങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് പോവുക? ആളുകളുടെ മുമ്പിൽ ഞാൻ മോശക്കാരിയാവൂലേ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹർ ടു വിയർ ഫ്രഷ് ഫ്ലവേഴ്സ്. മോളെ നീ നല്ല പൂക്കൾ ധരിച്ചോളൂ, അല്ലെ, ഈ മുല്ലപ്പൂവൊക്കെ ഇല്ലേ, അതുപോലെയുള്ള പൂക്കളൊക്കെ ധരിച്ചോളൂ. പൊന്നുംകുളത്തിന് എന്തിനാ പൊട്ട് എന്ന അർത്ഥത്തിൽ ഭർത്താവ് ചോദിച്ചപ്പോൾ when she refused to do so, എനിക്ക്
വേണ്ട നിങ്ങളെ പൂക്കളൊന്നും. ഇൻ ഡെസ്പറേഷൻ ഹി ടോൾഡ് ഹർ. വളരെ നിരാശയിൽ ഇവളപ്പം എങ്ങനെയാണ്, ചില ആളുകൾ അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. ഓക്കെ, ഏതായാലും വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പാർട്ടീസ് വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരെയും നമുക്ക് അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല, അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഏതായാലും ഇവള് പറയാണ് എന്ത്, ഇൻ ഡെസ്പറേഷൻ ഹി ടോൾഡ് ഹർ ടു ബോറോ ജ്വല്ലറി ഫ്രം ഹർ ഡിയർ ഫ്രണ്ട് മിസ്സസ് ഫോറസ്റ്റർ. അയാൾ വളരെ നിരാശയല്ലേ, പറയൊന്നുമില്ല, മൂപ്പര അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല. നീ എന്നാ പോയിട്ടില്ലേ, നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ ഇപ്പോൾ ജ്വല്ലറി ഒന്ന് വാങ്ങാൻ, നീ പോയിട്ട് നിന്റെ ഫ്രണ്ടില്ലേ ആ ഫോറസ്റ്റർ, അവളടുത്ത് പോയിട്ട് നീ എന്ത് ചെയ്യുക, ഒന്ന് കടം വാങ്ങ് എന്ന് പറഞ്ഞപ്പോ ജ്വല്ലറി ഫ്രം ഡിയർ ഫ്രണ്ട് മിസ്സസ് ഫോറസ്റ്ററിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞപ്പോ മിറ്റിൽഡ പോറോയുടെ ഡയമണ്ട് നെക്ലേസ്, കേൾക്കേണ്ട താമസം മിറ്റിൽഡ ഓടി ഫോറസ്റ്ററിന്റെ വീട്ടിലെത്തി, അവിടുന്ന് ഒരു ഡയമണ്ട് നെക്ലേസ് തന്നെ വാങ്ങി. എന്നിട്ടോ ഫ്രം ഹോ ഷീ വാസ് എ ഗ്രേറ്റ് ഹിറ്റ് അറ്റ് ദ പാർട്ടി. മാത്രമല്ല പാർട്ടിയിൽ അവളൊരു ഗ്രേറ്റ് ഹിറ്റായി. ഗ്രേറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആളുകളുടെയൊക്കെ ഒരു ഐക്കണായി മാറി, ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറി. എല്ലാവരും ശ്രദ്ധിക്കുന്നു, ആരെ, മിറ്റിൽഡയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യം. എവരിവൺ അഡ്മയർഡ് ഹർ. എന്തൊരു ലുക്കാണ്, എന്തൊരു ഡ്രസ്സാണ്. ഇന്നലത്തെ ക്ലാസ് സെൻഡ് ചെയ്തിട്ടുണ്ട്, അതിലെന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ലൈഡ്സിൻ്റെ കാര്യം ഞാൻ ഇന്നലെ തന്നെ സ്ലൈഡ് സെൻഡ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ യാസീൻ, സെറ്റാക്കാം. ഓക്കെ, ഷീ ഡാൻസ്ഡ് ടിൽ ദ 4 AM. രാത്രി 4 മണി വരെ അവൾ എന്ത് ചെയ്തു, ഡാൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. രാവിലെ 4 മണിയായപ്പോൾ, രാത്രിയല്ല രാവിലെ 4 മണിയായപ്പോൾ, ആൻഡ് ദെൻ വെന്റ് ഹോം ടയേർഡ്. ആകെ ക്ഷീണിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഞങ്ങളിവിടെ സൈലത്തിലാണ് അല്ലേ 4 മണി വരെയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങൾ ലോൾ ചെയ്യുന്നത് സൈലത്തിലാണ്. ഏതായാലും അവൾ പാർട്ടിയിലാണ്, എന്താ പറയുക, ഡാൻസ് ചെയ്തു, 4 മണിയായി, വീട്ടിലെത്തി, ടയേർഡാണ്, ബട്ട് ഹാപ്പി. ടയേർഡാണെങ്കിലും നല്ല സന്തോഷത്തിലാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്, ടയേർഡാണെങ്കിലും നല്ല സന്തോഷത്തിലാണ്. നീല കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സ്റ്റഡിങ് ഇൻ സെൻട്രൽ സ്കൂൾ. ഓക്കെ, എടാ ക്ലിയർ അല്ലേ ഇത്? അയക്കണം എന്താ എനിക്ക് മനസ്സിലാവില്ല, വേറെ എന്തൊക്കെയോ ചാറ്റുകളാണ്. ഓക്കെ, നോക്കുക. ഓൺ റീച്ചിങ് ഹോം, അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ, എല്ലാവരും വീട്ടിലെത്തിയ സമയത്ത് എന്താണ് ഷീ ഡിസൈഡഡ് ടു ടേക്ക് എ ഫൈനൽ ലുക്ക് അറ്റ് ഹെർസെൽഫ്. അവൾ കണ്ണാടിയിൽ ഒന്ന് നമ്മളൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അല്ലെ പോകുന്ന സമയത്ത് ഏതായാലും ഒരു അരമണിക്കൂർ മുമ്പേ കണ്ണാടിന് മുമ്പ് തന്നെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളാണ്. അനിയനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണട്ടെ, കുറേ നേരമല്ലേ മുമ്പ് തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കും. ഏതായാലും കണ്ണാടി ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നോട്ടം ഉണ്ട് അല്ലേ, ആ നോട്ടം നോക്കുന്ന സമയത്ത് കൊള്ളം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണാടി നോക്കുന്ന സമയത്ത് ഷീ വാസ് ടെറിബിളി ഷോക്ക്ഡ്. ആകെ ഞെട്ടിത്തരിച്ചു പോയി. എന്താണ് കാരണം? യെസ്, shocked when she found the necklace was missing. ദൈവമേ, ഈ സാധനം എവിടെ പോയി? നെക്ലസ് is missing. They looked everywhere for it. എല്ലായിടത്തും നോക്കി, but it was nowhere to be found. ഇതെവിടെയും കാണാനില്ല. They went to the police. അങ്ങനെ പോലീസിന്റെ അടുത്ത് പോയി പരാതിപ്പെട്ടു. And also put on advertisement in the papers. പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. In the meantime, they wrote to Madam Forrester that the clasp was broken and also that they would get the necklace repaired and return it. ചെറിയൊരു സമയം എടുക്കും, എന്താ വെച്ചാൽ ഇതിൻ്റെ കുളത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്, ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കത്തും ആ സ്ത്രീക്ക് അയച്ചു. When the necklace was not found, നെക്ലസ് കിട്ടിയില്ല. ഓക്കെ, ഡീസൻ്റ് പാർട്ടീസാണ്, നെക്ലസ് കിട്ടിയില്ല. അപ്പം എന്ത് ചെയ്യും? They decided to replace it with a similar necklace. അതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. ചെറിയ വിലയായിട്ടാണോ? They bought it for 40,000 francs. നോക്കണേ, 40,000 francs എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. ഒരു 10 വർഷം അവർ ജോലി ചെയ്താൽ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പൈസക്ക് അവർ ബോറോ ചെയ്ത് നെക്ലസ് വാങ്ങി. ആൻഡ് ഹാഡ് ടു ടേക്ക് എ ലോൺ ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ലോൺ എടുത്തു. In order to repay the loan, ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് they took a rent room. ഒരു വാടക മുറിക്ക് താമസം മാറി. And turned away the maid. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെറിയ ജോലിക്കാരി ഉണ്ടായിരുന്നു, സഹായത്തിന് വേണ്ടി നിർത്തിയൊരു പെണ്ണുണ്ടായിരുന്നു, അവളെ ഒഴിവാക്കി. All the household works was done by മെറ്റിൽഡ തന്നെയാണ് ആ ജോലിയെല്ലാം ചെയ്തത്. Mr. Loisel took up overtime work to save money. മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പാവം മിസ്റ്റർ ലോയ്സലും എന്ത് ചെയ്തു, ഒരുപാട് ജോലിക്ക്
ഓവർ ടൈം ജോലിക്ക് പോയി. ദിസ് ലൈഫ് കണ്ടിന്യൂഡ് ഫോർ ഓൾമോസ്റ്റ് 10 years ലോങ് 10 years. കഴിഞ്ഞ 10 വർഷമായി അവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബൈ ദ എൻഡ് ഓഫ് വിച്ച് മിസസ് ലോയ്സൽ ലുക്ക്ഡ് ഓൾഡ് ആൻഡ് വോൺ ഔട്ട്. അപ്പോഴേക്കും മെറ്റിൽഡ എന്തായിട്ടുണ്ടായിരുന്നു? ഭയങ്കര പ്രായം തോന്നിക്കുന്നു, ഭയങ്കരമായിട്ട് ക്ഷീണതയായിരിക്കുന്നു. ഓക്കെ, അപ്പോഴോ അവളുടെ ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധവും അതുപോലെ തന്നെ they replace 5,000 francs with 40,000. യെസ്, അത് തന്നെ ഫർസാന. അപ്പോൾ എന്താ പറഞ്ഞത്, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. ഓക്കെ, അവളുടെ ആ ഒരു നമ്മളൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് പ്രായമായ ആളുകളെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് എൽഡർലി പേഴ്സണെ കാണുന്ന സമയത്ത് നമ്മൾ ഇത്രയും നല്ല ചുരുക്ക് അല്ലെ, നല്ല ചബ്ബി ചീക്സും റെഡ് ചീക്സൊക്കെ ഉള്ള വ്രിങ്കിൾസ് ഒന്നും വീഴാത്ത ഈ തൊലിയുള്ള നമ്മൾ കാണുമ്പോൾ പച്ചയിലെ ചിരിക്കും, ആരെ പഴുത്തലയെ കാണുമ്പോൾ. പക്ഷെ നമ്മളും ഈ പച്ചയിലയും എന്താ ചെയ്യാനുള്ളതാണ്, പഴുത്തല ആവാനുള്ളതാണ്. നമ്മൾക്കൊരു ബോധമുണ്ടായാൽ മതി. വൺ ഡേ ഷീ ഹാപ്പൻ ടു മീറ്റ് മിസ്സസ് ഫോറസ്റ്റർ ഹൂ സ്റ്റിൽ ലുക്ക്ഡ് യങ്. അങ്ങനെ ഒരു ദിവസം ഇവളിങ്ങനെ നടക്കുന്ന സമയത്ത് ദേ നിൽക്കുന്നു ആര്, മിസ്സസ് ഫോറസ്റ്ററിനെ കണ്ടു. അവളെന്നും കാണാനും വളരെ സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത്, മമ്മൂട്ടീനെ പോലെ നിൽക്കുന്നത്, വളരെയധികം എന്താ പറയുക ആ യൗവനം നിലനിർത്തിക്കൊണ്ടാണ് ആ സ്ത്രീ നിൽക്കുന്നത്. മെറ്റിൽഡ ടോൾഡ് ഹർ ദ ഹോൾ സ്റ്റോറി. മെറ്റിൽഡ ഈ കഥ മുഴുവനും അവളുടെ മുമ്പിൽ പറഞ്ഞു. ഷോക്ക്ഡ് അറ്റ് ദ സ്റ്റോറി. അയ്യോ, അങ്ങനെ മിസ്സസ് ഫോറസ്റ്റർ ടോൾഡ് ഹർ ദാറ്റ് എ ഷോക്കിംഗ് ട്രൂത്ത്. മിസ്സസ് ഫോറസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഒരു ഷോക്കിംഗ് ട്രൂത്ത് കൊടുത്തു. എന്താ? ദ ഡയമണ്ട് നെക്ലേസ് ദാറ്റ് ഷീ ഹാഡ് ലെൻഡ് ടു മെറ്റിൽഡ ഹാഡ് ബീൻ മെയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ആൻഡ് ഹാസ് വർത്ത് ഓൺലി 500 francs. വെറും 500 രൂപ മാത്രം വില വരുന്ന ഒരു ചെറിയ നെക്ലസ് ആയിരുന്നല്ലോ മോളെ അത്. നീ അതിന് വേണ്ടിയിട്ടാണോ നിന്റെ 10 വർഷം കഷ്ടപ്പെട്ടത്, നിന്റെ ജീവിതം മുഴുവനും ഇങ്ങനെ ദുരിതം അനുഭവിച്ചത് എന്ന് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന തീം എന്താണ്, മോറൽ എന്താണ്? The story tells us that one should not long for luxuries. നമ്മൾ ലക്ഷറീസിന് വേണ്ടിയിട്ട് ലോങ് ചെയ്യരുത്, വിഷ് ചെയ്ത് ആഗ്രഹിക്കരുത്. അതൊക്കെ വന്നു ചേരും, ഹാർഡ് വർക്ക് ചെയ്യുക, അതിന് വന്നു ചേരും. അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ലോൺ എടുക്കുക, അതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ബാക്കിയൊന്നും ചിന്തിക്കാതെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് മാത്രം ലീഡ് ചെയ്യാവുന്ന എയിമോട് കൂടി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ പരാജയം അത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം സാറേ എനിക്കൊരു എന്താ പറയുക റോൾസ് റോയ്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം നല്ലതാണ്, ഓക്കെ, പക്ഷേ നമ്മുടെ എയിം അതാവരുത്. പിന്നെ എന്തായിരിക്കാം നമ്മുടെ എയിം? ഒരു റോൾസ് റോയ്സ് വാങ്ങണമെങ്കിൽ നമുക്ക് അത്ര നല്ലൊരു എന്ത് വേണം, ഒരു കരിയർ ഉണ്ടാവണം അല്ലേ? ആ കരിയർ ആയിരിക്കണം നമ്മുടെ എയിം. കരിയർ അടിപൊളിയാണെങ്കിൽ റോൾസ് റോയ്സ് ഒക്കെ വന്നോളും, അതിനേക്കാൾ മുന്തിയ കാറുകൾ എന്ത് ചെയ്യും, വന്നോളും. 1ഉം 2ഉം അല്ല, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. One must be satisfied and contented with what one has. നമ്മൾ കണ്ടന്റഡ് ആവണം, തൃപ്തരാവണം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നമ്മൾ തൃപ്തരാവണം. ഡിസയേഴ്സ് ലീഡ് ടു അൺഹാപ്പിനെസ്. ബുദ്ധൻ പറഞ്ഞതാണ് അല്ലെ, ഗൗതമ ബുദ്ധൻ പറഞ്ഞതാണ്. എന്താണ്? ഡിസയേഴ്സ് ലീഡ്സ് ടു അൺഹാപ്പിനെസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഡിസയേഴ്സ് കോസസ് മിസറി. മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം ഉണ്ടാക്കുന്നത് ആരാണ്? ഡിസയർ ആണ്, അതിയായ ആഗ്രഹം, അത്യാഗ്രഹമാണ്. മോർ ഓവർ വി ഷുഡ് നെവർ ഹൈഡ് ദ ട്രൂത്ത്. അതുമാത്രമല്ല, നമ്മൾ ഒരിക്കലും ട്രൂത്ത് മറച്ചു വെക്കാൻ പാടില്ല. ഈ കഥയിൽ അങ്ങനെയല്ലേ? അത് നേരത്തെ പോയിട്ട് പറയായിരുന്നെങ്കിലോ, അയ്യോ ഞങ്ങളെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി, ഞങ്ങൾ വാങ്ങി തരാമെന്ന് പറഞ്ഞ് സത്യം പറയായിരുന്നെങ്കിൽ അവൾ പറയും 500 രൂപേൻ്റെ കേസുള്ളൂ, നിങ്ങൾ വരണ്ട, ഒന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ സമയം അങ്ങോട്ട് പ്രശ്നം കൊണ്ട് തീർന്നേനെ. അങ്ങനെ സത്യം പറച്ചു വെക്കുന്നതും വലിയ പ്രശ്നമുണ്ടാക്കും. ഇനി നമുക്കിതിനകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മെം ഫോറസ്റ്റർ proved to be a true friend. അവൾ ആ പൈസ ചോദിച്ച പാടന്നെ ഡയമണ്ട് നെക്ലേസ് എടുത്ത് കൊടുത്തു അല്ലേ? അത് നമ്മളോട് ചോദിക്കുകയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി. 2015 ചോദ്യമാണ്, പക്ഷെ നോക്കണം. Forrester turned out to be an interesting character. She plays very vital role in the story. As a friend of Matilda, we find her to be real, genuine, as she helps Matilda in hour of need. When Loisel needs to borrow jewels, she turns to Forrester. Forrester doesn't refuse. Terula nu parnilla. Displaying her generosity, she opens up the entire array of her jewels for Matilda to choose from. എല്ലാ അവളുടെ എന്താ പറയുക എല്ലാ ആഭരണങ്ങളും എടുത്ത് കാണിച്ചു കൊടുത്തു, ഇതിൽ ഏതാ വേണ്ടതെന്ന് നീ സെലക്ട് ചെയ്തോന്ന് പറഞ്ഞു. ഓൾസോ ഷീ ഈസ് കൺസിഡറേറ്റ് വെൻ ലോയിസൽ ഡിലേ ദ റിട്ടേൺ ഓഫ് ദ നെക്ലേസ്. ലോയിസലിന് ആ നെക്ലേസ് തിരിച്ചു കൊടുക്കാൻ കുറച്ച് സമയതാമസം എടുത്തപ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. സർപ്രൈസിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഷീ കൺക്ലൂഡ്സ് ദ എൻറ്റയർ നറേറ്റീവ്. Without even a moment's hesitation, she reveals to Matilda that her necklace was just a fake.
അവൾ ഒരു മടിയൊന്നും വെച്ച് ചില ആൾക്കാർ അത് പറയാതെ നിൽക്കും അല്ലേ, അങ്ങനെ പറയാൻ നിന്നിട്ടൊന്നുമില്ല, അയ്യേ അത് ഒറിജിനൽ അല്ലായിരുന്നല്ലോ എന്ന് അവൾ പറയുക ചെയ്തത്. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ വറീഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ മേ ഹാവ് ടു റിട്ടേൺ ദ നെക്ലസ്. ശരിക്കും അത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നത് പേടിച്ചിട്ട് അവൾ തിരിച്ചു കൊടുക്കാതെ നിന്നിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കഥയുടെ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, അവിടെ പോവർട്ടിയൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റോ ഫാമിലി വേൾഡ് ഇങ്ങനെ സ്ലൈഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല. ഇന്നലത്തെ സ്ലൈഡാണോ ഫാമിലി വേൾഡ്? ഇന്നലത്തെ സ്ലൈഡാണോ? ഇന്നലത്തെ സ്ലൈഡ് നമുക്ക് ശരിയാക്കാം. അതെന്താ അപ്ലോഡ് ചെയ്തിട്ട് കിട്ടിയത്തെ എനിക്ക് അറിയില്ല, ചോദിച്ചു നോക്കാം കേട്ടോ. It shows her honesty. Rather, she like a true friend feels bad for Matilda at her unnecessary suffering. We find her sympathizing with Mr. Loyal. She is indeed a gem of a friend. അങ്ങനെ പറയാട്ടോ അവസാനിപ്പിക്കുമ്പോൾ she is indeed a gem of a friend. ഓക്കെ, ഗ്രാമറിൻ്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. ക്ലാസ് കഴിഞ്ഞാലാണ് നമ്മൾ ഗ്രാമറിൻ്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഗ്രാമറിൻ്റെ ക്ലാസ് 7 മണിക്കാണ്. ഓക്കെ, ഇനി അടുത്ത് വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഈസ് മെറ്റിൽഡ? അതാണ് അടുത്ത ചോദ്യം. മെറ്റിൽഡ എത്തരത്തിലുള്ള സ്ത്രീയായിരുന്നു? മിസ്സസ് ലോയൽ belongs to a family of clerks. ഭർത്താവാണല്ലേ. her existence is quite average. They live on a meager income. Meager means തുച്ഛമായ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. Enough for basic needs, but not to fulfill aspirations. She gets married to a clerk and is also caught up with her dreams of wealth and pleasure that she is out of touch with the truths of her real life. In order to keep up her appearance, just to flatter her pride, she blows up 400 francs on a gorgeous dress. അവളുടെ എന്താ പറയുക, അപ്പിയറൻസിനെ ഒന്ന് ഫ്ലാറ്റർ ചെയ്യാൻ വേണ്ടി, അവളെ പ്രൈഡ് ഒന്ന് ഫ്ലാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ 400 ഫ്രാങ്ക്സ് അല്ലേ കഷ്ടപ്പെട്ട് ഇയാൾ സ്വരൂപിച്ച് വെച്ച ആ 400 ഫ്രാങ്ക്സ് ഒരു ഗോർജിയസ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ വെറുതെ പൊടിക്കുകയാണ്. ആൻഡ് നോട്ട് കണ്ടന്റഡ് ഷീ ഗോസ് ഓൺ ബോറോയിങ് എ നെക്ലസ് ഫ്രം എ ഫ്രണ്ട്. അതിലും തൃപ്തിയാവാതെ അവൾ എന്ത് ചെയ്യുന്നു, പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നെക്ലസ് വാങ്ങിയിട്ട്. ആൻഡ് ഓൾ ഓഫ് ദിസ് ജസ്റ്റ് ടു ഇംപ്രസ് ദ വെൽത്തി ആൻഡ് റിച്ച് വെൻ വിത്ത് ദ ബ്യൂട്ടി ആൻഡ് ഗ്ലാമർ. ഇതൊക്കെ അവൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്? പണക്കാരായ ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നോ ഡൗട്ട് her pride is flattened and her wish of fine dining, expensive dresses and jewels satisfied her but a great price. Unfortunately, the necklace had lost and the couple had to caught up with the entire inheritance and borrow as well as to replace it. Repayment of the debt eats away the next 10 years of their youth. They live poor. All the household chores and chaos of the life of poverty visit them. Hence, her disposition invites her doom. അവളുടെ ആ ഒരു ഡെസ്പോസിഷൻ ആണ് അവളുടെ വിധിയെ എന്താ പറയുക, ഫെയ്റ്റിനെ ക്ഷണിച്ചു വരുത്തിയത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ദ സ്റ്റോറി ഈസ് ആപ്റ്റ്ലി ടൈറ്റിൽഡ്? കറക്റ്റ് ടൈറ്റിൽ ആണോ എന്നാണ് ചോദ്യം. യെസ്. The whole narrative of the story, The Necklace, revolves around a young woman, Matilda, who is her foolish pride borrow, who in her foolish pride borrows a necklace, inviting misery and sorrow for herself as well as her husband. The necklace has lost and Loisel's fall into a tremendous depth. വലിയ ഒരു ഭീമമായിട്ടുള്ള തുക അയാൾ കടക്കാരനാവാണ്. They spend the next 10 years of their life in paying debt for the replacement of the lost necklace. Their entire life moves around impoverished everyday saga of misery and hunger, and the necklace in fact changes the very cause of their life. Also, it is against the backdrop of the necklace that Matilda's pride and dishonesty are highlighted. At the same time, the necklace serves a twist at the end as it turns out to be fake. Story is hence most aptly titled as The Necklace is. In fact, the leading character of the ironic tale of desire, the doom and the tragedy. Okay. നെക്സ്റ്റ് ബോലി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബോലി ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ ചോദ്യം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വരാമെന്നല്ലാതെ അതന്നെയാണ് അതിനൊന്നും ചോദിക്കാറ് കേട്ടോ. ബോലി ഓർമ്മയുണ്ടോ? ബോലിയെ ഓക്കെ, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബോലിയിലേക്ക് വരാം, ബോലിയുടെ സമറിലേക്ക് വരാം. യെസ്, നെക്സ്റ്റ് ബോലി.
ഓക്കെ, യെല്ലോ കളർ ആക്കാം. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ ഗേൾ. ഈ കഥ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. ഹു ഹാഡ് ഫോളൻ ഓഫ് ദ കോട്ട് ഡ്യൂറിംഗ് ഓഫ് ഇൻഫാൻസി പീരീഡ്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവള് കട്ടിലിന്റെ മേൽ നിന്നും നിലത്തേക്ക് വീണുപോയി. ആൻഡ് ഡ്യൂ ടു ദിസ് സം പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഗോട്ട് ഡാമേജ്ഡ്. അവളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായി. ഓക്കെ, ആഫ്റ്റർ ദ ഇഞ്ചറി ഷീ റിമെയിൻഡ് എ ബാക്ക്വേർഡ് ചൈൽഡ്. ആ ഇഞ്ചറിക്ക് ശേഷം ഈ കുട്ടി ചെറുതായിട്ടൊരു എന്താ പറയുക, കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായി, കുട്ടിക്ക് കുറച്ച് ബാക്ക്വേർഡായി മാറി. ഓക്കെ, പിന്നെയോ ഷീ ഓൾസോ സഫേഴ്സ് ഫ്രം സ്പീക്കിംഗ് ഡിസോർഡർ. സംസാരശേഷിയിലും ചെറിയൊരു പ്രശ്നമുണ്ട് ബോലിക്ക് കേട്ടോ. ആൻഡ് സ്റ്റാമർ, ചെറുതായിട്ട് വിക്കുണ്ട് വൈൽ സ്പീക്കിംഗ്, ഡ്യൂ ടു വിച്ച് ഷീ ലാക്സ് കോൺഫിഡൻസ്. വിക്കുണ്ടായതുകൊണ്ടും സംസാരത്തിൽ ചില പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഒക്കെ അവൾക്ക് ഭയങ്കര ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു. അധികം ആരോടും സംസാരിക്കാറില്ലായിരുന്നു അവള്. ഓക്കെ, അപ്പൊ എൻ്റെ മക്കളെ ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ആൾക്കാരും കൂടെ ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്ത് വേഗം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് എക്സാം പാടായിരിക്കുമോ? ഈസി ആയിരിക്കും പരീക്ഷ. ഇംഗ്ലീഷ് എക്സാം ടഫായിരുന്നു. ഇവിടെ പ്ലസ് ടുക്കാരുടെ പരീക്ഷ ആയിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു അവർക്ക്. ഓക്കെ, നമ്മൾ സീരിയസ് ആയിട്ട് ഇന്ന് പ്രൊഫഷണലി നമ്മൾ എഴുതിയാൽ മതി, പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഒന്ന് എഴുതിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഷീ ഓൾസോ ഹാഡ് പോക്ക് മാർക്സ് ഓൺ എ ഫേസ്. അവളുടെ മുഖത്ത് ചില വസൂരി കലകൾ ഉണ്ടായിരുന്നു. ആൻഡ് എവ്രി വൺ മെയ്ഡ് ഫൺ ഓഫ്. എല്ലാവരും അവളെ കളിയാക്കാറുണ്ടായിരുന്നു. ബട്ട് ഹെർ ലൈഫ് ചേഞ്ച്ഡ് വെൻ ഷീ സ്റ്റാർട്ടഡ് സ്കൂളിംഗ്. എന്നാൽ അവളുടെ ജീവിതം മാറി പറയുന്നത് എപ്പോഴാണ്? പെൺകുട്ടികൾ പഠിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെ, എല്ലാവരാലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി, വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം കിടക്കുന്ന ഒരു ബോലി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി, അവളുടെ ജീവിതം മാറി മറയുകയാണ്. എപ്പോ? സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. എ കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ഡിവോട്ടഡ് ടീച്ചർ മോട്ടിവേറ്റഡ് ഹെർ. അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അടിപൊളിയാണ്, അല്ലെ? മിക്കവാറും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് ആര്? നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ടീച്ചറാണ് നമ്മുടെ ബോലിയെ എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻകറേജ്ഡ് ഹർ ടു സ്റ്റഡി. അവളെ പ്രോത്സാഹിപ്പിച്ചു, പഠിക്കും മോളെ, പഠിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഹെൽപ്ഡ് ഹർ ടു ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് സ്റ്റാമറിങ്. അവളെ സ്റ്റാമറിങ് എന്ന് പറയുന്ന, വിക്കെന്ന് പറയുന്ന ആ പ്രോബ്ലത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ടീച്ചർ ഒരുപാട് സഹായിച്ചു. ദ ടേണിംഗ് പോയിന്റ് ഓഫ് ഹർ ലൈഫ് കെയിം വെൻ ഷീ വാസ് ആസ്ക്ഡ് ടു ഗെറ്റ് മാരീഡ് ഇൻ ആൻ എക്സ്ചേഞ്ച് ഓഫ് ഡൗറി കൊടുത്തിട്ട് പോക്മാർക്കുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരു കളവൻ വന്നു, അല്ലെ? ആ ചങ്ങായിനെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്താണ് അവളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. വിച്ച് ഷീ റെഫ്യൂസ്ഡ്. ഡൗറി കൊടുത്തിട്ട് എന്നെ കല്യാണം കഴിപ്പിക്കണ്ട. ഓക്കെ, ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് നോട്ട് മാരി എ ഗ്രീഡി മാൻ. ആർത്തിപ്പണ്ടാരത്തെ ഞാൻ എന്തില്ല, കല്യാണം കഴിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അവള്. പിന്നെയോ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, അതിനു പുറമെ അവൾ എന്ത് പറഞ്ഞു? ഷീ വുഡ് ലൈക്ക് ടു സെർവ് ഹെർ പാരന്റ്സ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതിന് പകരം അങ്ങനെ ഒരു ചങ്ങായിന്റെ കൂടെ ഒരു കാളയെ പോലെ പോകുന്നതിനും നല്ലത്, അല്ലെ, മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നത് പോലെ പോകുന്നതിനും നല്ലത്, ഞാൻ നിങ്ങളെ നോക്കി ഞാനിവിടെ ജീവിച്ചോളാം. ഓക്കെ, കിളവെന്നൊക്കെ ഞാൻ ആവേശത്ത് പറഞ്ഞതാണ്. ജ്വാല. ഓക്കെ, അടുത്തത്. She also said that she would like to teach in the same school where she learned so many things. താൻ ഒരുപാട് പഠിച്ച താൻ പഠിച്ച സ്കൂളിൽ തന്നെ താൻ ടീച്ചറായിട്ട് പോയിക്കോളാം. ഓക്കെ, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, രക്ഷിതാക്കളോട് പറയുകയും ചെയ്തു. അവിടെയാണ് കഥ മാറി പറയുന്നത്. ആളുകളൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ ദേഷ്യം, ആളുകളുടെ ദേഷ്യമൊക്കെ ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഡിറ്റർമിനേഷനാണ് പ്രധാനം, നമ്മുടെ തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്, അല്ലെ? ഹൗ ഡസ് എഡ്യൂക്കേഷൻ പ്ലേസ് എ ട്രാൻസ്ഫോമിംഗ് റോൾ ഇൻ ദ ബോലീസ് ലൈഫ്? ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം? ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കോ. ബോലി ഈസ് എ ചൈൽഡ് ഡിഫറെന്റ് ഫ്രോം അതേഴ്സ്. ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കുട്ടിയാണ് ആര്? ബോലി. ദിസ് ഡിഫറൻസ് മേക്സ് ആൻ ഒബ്ജക്റ്റ് ഓഫ് നെഗ്ലക്ട് ആൻഡ് ലോഫ്റ്റർ. ഇതുകൊണ്ടാണ് ബാക്കി എല്ലാവരുടെയും മുമ്പിൽ അവളൊരു തമാശ കഥ അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നത്, അല്ലേ? നമുക്ക് അതിൻ്റെ ആൻസർ ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൊസൈറ്റി ഡസ് നോട്ട് ടോളറേറ്റ് ഡിഫറൻസസ് വെരി ഈസിലി. നമ്മുടെ ആളുകളിലുള്ള വൈരുദ്ധ്യങ്ങളെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ പെട്ടെന്നൊന്നും സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? സൊസൈറ്റി പെട്ടെന്നൊന്നും ഒന്നും എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യൂല. മനസ്സിലായോ? ഇനി എന്താ? ബോലി ഈസ് നോട്ട് ലൈക്ക് അതേഴ്സ്. എന്നാൽ ബോലി മറ്റുള്ളവരെ പോലെ അല്ല. ഷീസ് സ്ലോ ഫോർ ഹർ ഏജ്. അവളുടെ പ്രായത്തിന് കുറച്ച് സ്ലോ ആണ് ആൾ. ഓക്കെ, ഷീ സ്റ്റാമേഴ്സ് വെൻ ഷീ സ്പീക്ക്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ് കളിയാക്കുക, അല്ലേ? അപ്പോൾ അവൾ എന്ത് ചെയ്യും? അവൾ സംസാരിക്കുമ്പോൾ സ്റ്റാമർ ചെയ്യും. സ്മോൾ പോക്സ് ലീവ്സ് ഹർ ഓൾ കവേർഡ് വിത്ത് പോക്ക് മാർക്സ്. ഈ വസൂരി വന്നിട്ട് ഭയങ്കര പോക്ക് മാർക്സ് ഉണ്ട്. ഓക്കെ, കുരുകളുടെ കലകൾ അവിടെ ബാക്കിയായിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഷീ ഹാസ് ടേൺഡ്
ഷീ ഹാസ് ടു സഫർ എ ലോട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ദുരിതം ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. Her parents do not even bathe her. She is ignored and neglected. They take her only as a burden. അവരൊരു ഭാരമായിട്ടാണ് അവളെ കാണുന്നത്. ഓക്കെ, പീപ്പിൾ ലാഫ്റ്റർ അറ്റ് ഹർ. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ കാണാറുണ്ട് ചില കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ബുദ്ധിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ വല്ലാതെ എന്താ പറയുക ഹരാസ് ചെയ്യുന്ന, അവരെ വേദനിപ്പിക്കുന്ന. ഈ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ക്ലാസ്സിലോ അങ്ങനെ നമ്മുടെ സ്കൂളിലോ നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. അവരെ കളിയാക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അവരെ നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ, ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര രസമാണ്, പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിന് ഭയങ്കര രസം, അവരെങ്ങനെ കളിയാക്കുന്നവരും അങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ബാക്കി ആളുകളുടെ മുമ്പിൽ അവരെ ഒന്ന് ഇകഴ്ത്തി പറയുക, ഇതൊക്കെ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവരായിട്ട് പറയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ ഈ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അവൻ്റെ ഒരു ഗതികേട് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. എല്ലാ കാലവും ഒരുപോലെ ആവില്ല. നിങ്ങളും ഇതുപോലെ ആവാൻ വലിയ താമസമൊന്നും വേണ്ട, ചില അസുഖങ്ങൾ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കെയർ ആൻഡ് കമ്പാഷൻ അവർക്ക് കൊടുക്കണം. അവരെ നിങ്ങൾ ചെയ്യണം എത്രമാത്രം നിങ്ങൾ അവരെ ബാക്കിയുള്ള ആളുകളെ പോലെ പരിഗണിച്ചാൽ മതി. അതാണ് അവർക്കും ഇഷ്ടം. മനസ്സിലായില്ലേ? നോർമൽ ആളുകളെ നിങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നു അതുപോലെ അവരെ പരിഗണിക്കുക. ഫ്രണ്ടായിട്ട് ജസ്റ്റ് തോളിൽ കയറ്റിട്ട് അതേപോലെ നടക്കുക, അല്ലാതെ അവരെ ഭയങ്കര കെയർ ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, മനസ്സിൽ നല്ലവണ്ണം കെയർ ചെയ്യണം. ഇനി ബോലിയുടെ അവസ്ഥ നോക്ക്. ചിൽഡ്രൻ ഇമിറ്റേറ്റ് ഹർ വെൻ ഷീ സ്പീക്സ്. ആ കുട്ടികൾ കളിയാക്കും അവൾ സംസാരിക്കുമ്പോൾ. അവൾ പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. സോ ഷീ റിമെയിൻ സൈലൻറ്റ് ഫോർ മോസ്റ്റ് ഓഫ് ദ ടൈം. അതുകൊണ്ട് തന്നെ ആ കുട്ടി മിണ്ടാണ്ടായി, അധിക സമയത്തും മിണ്ടൂല. ഷീ ഹാസ് നോ കോൺഫിഡൻസ് ഓർ സെൽഫ് എസ്റ്റീം. അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു. സൊസൈറ്റി മസ്റ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ആക്സെപ്റ്റ് ദോസ് ഹു ആർ ഡിഫറെൻറ്റ്. സൊസൈറ്റിയോട് പറയാനുള്ളത്, സൊസൈറ്റി ഷുഡ് ആക്സെപ്റ്റ് ദോസ് ഹു ആർ ഡിഫറെൻറ്റ്. ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അവർ, അവർക്ക് മറ്റ് കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമാണ് പെർഫെക്റ്റ് എന്ന്, നമുക്ക് എന്തൊക്കെ കഴിവുകളില്ലാത്തതുണ്ട് അല്ലേ? ഇനിയോ, ദേ മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ദ സെയിം ലവ് ആൻഡ് റെസ്പെക്ട് ടു ആസ് അതേഴ്സ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ സെയിം റെസ്പെക്റ്റും ലവും നമ്മൾ അവർക്ക് കൊടുക്കണം. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോലി chose a dignified life of service rather than surrendering herself to a greedy old man for the rest of her life. Education provides the required stimulus to overcome one's personal barriers. Explain the role of education in shaping life of a child with respect to the lesson Boli. നേരത്തെ എന്നോട് ചോദിച്ച ആ ചോദ്യം ഒരാളെന്നോട് ചോദിച്ചില്ലായിരുന്നോ? ഹൗ ടു റൈറ്റ് സ്പീച്ച് അബൌട്ട് ബോലി. അതൊക്കെ ഇതിനകത്തൊന്നും തന്നെ സ്പീച്ചിൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റുന്നു, സാധനം അതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പം നേരത്തെ ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ്റെ റോള്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു ഓൾ സോഷ്യൽ ഇൽസ്. എല്ലാ സോഷ്യൽ ഇൽസിലേക്കും ഈവിൾസിലേക്കൊക്കെയുള്ള എന്താണ് അതിനൊക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കീ ആണ് എഡ്യൂക്കേഷൻ. ഇല്ലിറ്ററസി ആൻഡ് ഇഗ്നോറൻസ് ബ്രിങ് നത്തിങ് ബട്ട് പോവർട്ടി, സഫറിങ് ആൻഡ് മിസ്റ്ററി. ഇല്ലിറ്ററസി എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലായ്മ, നിരക്ഷരത എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരിക? പോവർട്ടി, സഫറിങ് ആൻഡ് മിസറി. മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം. Boli lacks confidence initially because of her disabilities. She is silent, timid and weak in the mind. Her ugliness and her stammer do not let her progress. അവളുടെ അഗ്ലിനെസ്സും അവളുടെ സ്റ്റാമറും ഒന്നും എന്താവുന്നില്ല, പുരോഗതി ഉണ്ടാക്കുകയില്ല അവളുടെ ജീവിതത്തിൽ. ഷീ ഈസ് എഫ്രൈഡ് ടു സ്പീക്ക് ആസ് അതേഴ്സ് മേക്ക് ഫൺ ഓഫ്. ബാക്കിയുള്ളവർ സംസാരിക്കാൻ അവൾക്ക് മടിയാണ്, കാരണം എല്ലാവരും കളിയാക്കും അവളെ. സ്കൂൾ ചേഞ്ചസ് ഹർ ലൈഫ് കംപ്ലീറ്റ്ലി. ഇറ്റ് ഓപ്പൺസ് എ ന്യൂ വേൾഡ് ഓഫ് ഹോപ്പ് ഫോർ ഹർ. Her teacher treats her with love and kindness. ടീച്ചർ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവളെ പരിഗണിക്കുന്നത്. Her affection and support help Boli to have faith in herself. She studies and grows into a confident young woman. She knows her rights and she asserts them well. She refuses to marry a man who demands dowry. Thus, being educated changes the life of Boli. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലൊരു കല്യാണത്തിന് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പറയണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒരു സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടീൻ്റെ കല്യാണമായിരുന്നു. അവൾക്ക് അതുപോലെ തന്നെ സംസാരശേഷി ഇല്ലാത്ത ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും അടിപൊളിയൊരു എന്താ പറയുക ഭർത്താവും ഒക്കെ നല്ലൊരു ജീവിതം. ഇവളും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സ്കൂളുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടതും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നതും ആ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസോ അംഗീകാരമോ ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം കുറവ്
ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒരു പരിധി വരെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവരെക്കാളും മുകളിലേക്ക് നമുക്ക് എത്താനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ഡൗറി ഈസ് നെഗോസിയേഷൻ ഓഫ് ഗേൾസ് ഡിഗ്നിറ്റി. അല്ലേ, ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീധനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ നെഗേഷൻ ആണ്, സോറി നെഗോസിയേഷൻ അല്ല, നെഗേഷൻ ഓഫ് ഗേൾസ് ഡിഗ്നിറ്റി. അത് പെൺകുട്ടികളുടെ എന്താ പറയുക ഡിഗ്നിറ്റി, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് കാണിക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറയുകയാണത് ഈ ഫോൺ വേണം നിങ്ങൾക്ക്, ഈ ഫോൺ വേണമെങ്കിൽ എന്നാ കുറച്ച് പൈസ തരാമെന്നല്ല പറഞ്ഞത്, ഈ ഫോൺ നിങ്ങൾ എടുക്കണമെങ്കിൽ എന്നാ കുറച്ച് പൈസയും ഞാൻ തരാം, പ്ലീസ് ഇതൊന്ന് എടുത്തു തരുമോ എന്ന് പറയുന്ന പോലെയല്ലേ ഡൗറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. എൻ്റെ മോളെ ഞാൻ തരണം, അതുപോലെ അതിൻ്റെ കൂടെ എന്നാൽ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് പൈസയും തരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ മകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അല്ലേ. ഇതെന്താ ഈ ആളുകൾ ഇത് മനസ്സിലാക്കാത്തത്? ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസറിൽ എഴുതാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. Girl is an individual of her own right. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവളുടേതായ സ്വന്തമായിട്ടുള്ള അവകാശങ്ങളും ബോധങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലൈഫ് ക്യാൻ ഹെൽപ്പ് ബിക്കം ഇൻഡിപെൻഡന്റ് ആൻഡ് സ്ട്രോങ്. നിങ്ങൾ അവൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും, സ്ട്രോങ് ആവാൻ പറ്റും. ഷീ ഈസ് നോട്ട് എ ബേർഡൻ, ഒബ്ജക്ട് ടു ബി ഗിവൺ എവേ വിത്ത് മണി ആസ് എ കമ്പൻസേഷൻ. അവൾ ഈ പറഞ്ഞ പോലെ ഒരു ബേർഡൻ സാധനമൊന്നുമില്ല, എന്തിന് പൈസ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. Thus, dowry negates the girl's dignity and self-respect. The story Boli shows this in a dramatic manner. Boli is thought to be ugly and dumb by her parents. അവളുടെ രക്ഷിതാക്കൾ വിചാരിക്കുന്നു അവൾ അഗ്ലിയാണ്, കാണാൻ ഭംഗിയില്ലാത്തവളാണ്, അതുപോലെ തന്നെ ഡംബാണ് എന്നൊക്കെ അവർ വിചാരിക്കുകയാണ്. ഓക്കെ, അവളൊരു ബേർഡനായിട്ട് അവർ കണക്കാക്കുകയാണ്. സോ ദേ ആർ വില്ലിംഗ് ടു പേ ഡൗറി ടു ആൻ ഓൾഡ് മാൻ വിത്ത് എ ലിംബ്. ഒരു കാലിൽ മുടന്തൊക്കെ ഉള്ള ഒരു വൃദ്ധനാണ് അവർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. സോ ദാറ്റ് ഹി മാരീസ് ഹർ. ബോലി ഓൺ ദ അതർ ഹാൻഡ് റെഫ്യൂസസ് ടു മാരി ദാറ്റ് മാൻ. പക്ഷേ ബോലി ആണെങ്കിൽ അയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നില്ല. ഷീസ് എഡ്യൂക്കേറ്റഡ്, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അസർട്ടീവ് ആൻഡ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ സെൽഫ്. അവളെ തന്നെ കാര്യങ്ങൾ നോക്കാനുള്ള ശേഷി അവൾക്കുണ്ട്. ഷീ ഡെഡിക്കേറ്റ്സ് ഹെർ ലൈഫ് ടു സർവീസ് ഓഫ് ഹെർ പാരൻസ് ആൻഡ് ടീച്ചിങ് അറ്റ് സ്കൂൾ. തൻ്റെ രക്ഷിതാക്കളെ നോക്കാനും സ്കൂൾ പഠിപ്പിക്കാനും അവൾ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞു, 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത 3ാമത്തെ ചാപ്റ്റർ. 4 ചാപ്റ്റേഴ്സാണ് ഞാൻ എടുക്കുന്നത്. 3ാമത്തെ ചാപ്റ്റേഴ്സിൽ നമ്മൾ എത്താൻ പോവാണ് സാർ. ഓക്കെ, 3ാമത്തെ ചാപ്റ്ററിലേക്ക് എത്താൻ പോവാണ് നമ്മൾ. ദ ട്രിംപ് ഓഫ് സർജറി എന്നാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ്? എ ട്രിംപ് ഓഫ് സർജറി. ഓക്കെ, റെഡിയല്ലേ നിങ്ങൾ? ഈ 2 ചാപ്റ്റേഴ്സും എന്താ മനസ്സിലായിട്ടുണ്ടോ? നെഗേറ്റിന്റെ മീനിങ് എന്താ ചോദിക്കുന്നത്? നെഗേറ്റ് എന്ന് പറഞ്ഞാൽ നള്ളിഫൈ ചെയ്യുക, കുറച്ച് കാണിക്കുക, വില കുറച്ച് കാണിക്കുക, ഡിഗ്നിറ്റി വില കുറച്ച് കാണിക്കുക, അതാണ് നെഗേറ്റ്സ്. ആൻഡ് ഹിസ് റിച്ച്നെസ് മിട്രസ്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഡ്രൂ തീർച്ചയായിട്ടും നോട്ട്സ് ഇടും. ജീവൻ തോമസ് ഹായ്. അപ്പം ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോകണേ. A1 കിട്ടിയിരിക്കും, അതിലൊരു സംശയം വേണ്ട. പിന്നെ കണ്ടാൽ മാത്രം പോരാ, അത് അടിപൊളിയായിട്ട് എഴുതുകയും വേണം. ക്ലിയർ. ഓക്കെ, എ ട്രിംപ് ഓഫ് സർജറി സമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ട്രിംപ് ഓഫ് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഓക്കെ, വേഗം നോക്കിക്കോ. ട്രിക്കി വാസ് എ സ്മോൾ ഡോഗ്. ട്രിക്കി ഒരു ചെറിയ നായയായിരുന്നു. ഇറ്റ് വാസ് എക്സസീവ്ലി ലവ്ഡ് ബൈ എ മിസ്ട്രസ്. അതിൻ്റെ മിസ്ട്രസ്സിന്, യജമാനത്തിക്ക് അതിന് ഭയങ്കര കാര്യമായിരുന്നു. ആരാണത്? മിസ്സസ് പംഫ്രി എന്ന് പറയുന്ന സ്ത്രീക്ക് അതിന് ഭയങ്കര കാര്യമായിരുന്നു. ട്രിക്കി വാസ് ഗ്രീഡി ഡോഗ്. ട്രിക്കിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഭയങ്കര ആർത്തിയാണ്. എന്ത് കിട്ടിയ ഡൗറീൻ്റെ അർത്ഥം എന്താ ചോദിക്കും? സ്ത്രീധനം. ചിഞ്ചു ഡൗറി എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കേട്ടോ. ഡൗറീൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഡവറി എന്നൊക്കെ എഴുതിക്കുന്നത്. എന്താണ്? ട്രിക്കി വാസ് എ ഗ്രീഡി ഡോഗ് ഹൂ ലവ്ഡ് ഫുഡ്. ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. ഓക്കെ, ബട്ട് നോ എക്സസൈസ്. ഒരു എക്സസൈസ് എടുക്കാൻ തയ്യാറല്ല. ആസ് എ റിസൾട്ട് ബിക്കെയിം ഫാറ്റ്. അതിൻ്റെ ഒരു കാരണം എന്തായി? നല്ല ഫാറ്റ് ഉണ്ടായി. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഈ പറഞ്ഞ പോലെയുള്ള ഫാസ്റ്റ് ഫുഡും മയനൈസും സാധനങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക. നല്ല ഹെൽത്തി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അടിപൊളിയായിട്ട് കയറ്റുക. നല്ലോണം എക്സസൈസ് ചെയ്യുക. ആണായാലും പെണ്ണായാലും, പെൺകുട്ടികൾക്കൊക്കെ മടിയാണ് അല്ലേ? അങ്ങനെ ഒന്നും ആവാൻ പാടില്ല.
ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ബി മോട്ടിവേറ്റഡ്, നല്ല എന്താ പറയുക ആരോഗ്യവാന്മാരായിട്ട് മാറണം. എന്നാലേ നമുക്കൊരു ഹെൽത്തി ബോഡിയിലായിരുന്ന ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുള്ളൂ. ക്രിയേറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ്സിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോനൊക്കെ എന്താ പറയുക, അയാളെ കണ്ടില്ലേ ഭയങ്കര ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വിരാട് കോഹ്ലി ഇല്ലേ, വിരാട് കോഹ്ലി അതുപോലെ തന്നെ വിരാട് കോഹ്ലിൻ്റെ ഒരു എന്താ പറയുക റോൾ മോഡലാണ് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനൊക്കെ വിചാരിക്കാം എന്ത് ചെയ്യുക, ഹെൽത്ത് നല്ല കോൺഷ്യസ് ആവുക, പരീക്ഷയൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് മതി ഇനിയിപ്പോൾ അഭ്യാസ പഠനങ്ങളൊക്കെ. ഓക്കെ, ഏതായാലും ആസ് എ റിസൾട്ട് ഹി ബിക്കെയിം ഫാറ്റ്. നായ തടിച്ച് 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 എന്ത് ചെയ്തു, വരാൻ തുടങ്ങി. മിസ്സസ് Pumphrey believed that he became lazy due to the suffering of malnutrition. മിസ്സസ് പംഫ്രി വിചാരിച്ചു എൻ്റെ നായ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അവനിങ്ങനെ മടിയാവാനുള്ള കാരണം മാൽന്യൂട്രീഷൻ ആണ്. ചില അമ്മമാർ അങ്ങനെയാണല്ലേ, ചില അമ്മമാർ പറയും എൻ്റെ മോന് ഇപ്പോൾ കുത്തിക്കയറ്റുന്നുണ്ടാവും, ഭക്ഷണം കഴിപ്പിച്ച് ഇവനെങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയിട്ടുണ്ടാവും, എന്നാൽ ഇവനിങ്ങനെ ഭയങ്കര ക്ഷീണവും തളർച്ച. എന്താ കാരണം, ഓവർ കഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മെഷീൻ വർക്ക് ചെയ്യണ്ടേ, അപ്പോൾ അത് ക്ഷീണിച്ചിരിക്കുന്ന കണ്ടിട്ട് അമ്മ വിചാരിക്കാണ് ദൈവമേ ഇനി ഇവനെ എന്താ കൊടുക്കുക, ഹോർലിക്സ് കൊടുത്താലോ അല്ലേ. അപ്പോൾ ഇതുപോലെ പംഫ്രി എന്ന് പറയുന്ന സ്ത്രീ വിചാരിക്കുകയാണ് ഇവൻ ഈ മടിയായിട്ട് നായ മാറുന്നത് മാൽന്യൂട്രീഷൻ്റെ കുറവാണോ എന്ന് ഇവൻ വിചാരിക്കുകയാണ്. ഇനിയോ, ഷീ വാസ് എ വെൽത്തി വുമൺ, ഭയങ്കര പൈസ ഉണ്ട് അവളുടെ കയ്യിൽ. ഷീ ലവ്ഡ് ഹെർ ഡോഗ് സോ മച്ച്, നായനാണെങ്കിൽ ഭയങ്കര ജീവനുമാണ്. ഷീ ഓൾസോ ഗേവ് ഹിം സം ലിറ്റിൽ ഫുഡ് ബിറ്റ്വീൻ ദ മീൽസ് ടു ബിൽഡ് ഹിം അപ്പ്. അതുകൊണ്ട് മീൽസിൻ്റെ ഇടയിൽ ചെറിയ മീൽസ് അങ്ങനെ കൊടുക്കും. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഓർമ്മയല്ലേ, നമുക്ക് സ്നാക്ക് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, സ്നാക്ക് ബോക്സ് ഒക്കെ ഏത് ഒരു 11 മണിക്ക് ഒരു സ്നാക്ക് ബോക്സ് സ്നാക്ക് ടൈം ഒക്കെ ഉണ്ട് സ്കൂളിൽ, അത് കഴിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ മീലിൻ്റെ ഇടയിൽ ഹൗ കുഡ് ഐ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ പറയാം. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ലാസ്റ്റ് രാത്രിയിലാണ് അതിൻ്റെ ഡിസ്കഷൻ കേട്ടോ. എന്താ പറഞ്ഞു, മീൽസിൻ്റെ ഇടയ്ക്ക് മീൽസ് കൊടുക്കും, പിന്നെ മാൾട്ട് കോഡ് ലിവർ ഓയിൽ ആൻഡ് ബോൾ ഓഫ് ഹോർലിക്സ് അറ്റ് നൈറ്റ്. അടിപൊളി തന്നെ. ഷീ ഗേവ് ഹിം എ ലോട്ട് ടു ഈറ്റ് ബട്ട് നോ എക്സസൈസ്. നല്ലോണം തിന്നാൻ കൊടുക്കും, നോ എക്സസൈസ്. ഓക്കെ, നോ എക്സസൈസ്. ഇനിയോ വൺസ് ഹി ബിക്കെയിം ഇൽ ആൻഡ് ഷീ വാസ് വറീഡ്. ഒരു ദിവസം അങ്ങനെ കഴിച്ച് മുപ്പർക്ക് അസുഖം വന്നു. ഷീ മേഡ് എ കോൾ ടു ജെയിംസ് ഹെറിയോട്ട് ഹു വാസ് എ വെറ്റ് എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഡോക്ടറായിട്ട് ജെയിംസ് ഹെറിയോട്ടിൻ്റെ അടുത്ത് അദ്ദേഹം വിളിച്ചു. ജെയിംസ് ഓൾറെഡി ഹാഡ് ഗിവൺ സജഷൻസ് റിഗാർഡിംഗ് ട്രിക്കീസ് ബാലൻസ് ഡയറ്റ്. നേരത്തെ ജെയിംസ് ഇതിനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിതിനെ ബാലൻസ് ഡയറ്റ് കൊടുക്കണുണ്ടോ, ഡയറ്റ് ശ്രദ്ധിക്കണേ. ബട്ട് ഷീ നെവർ ഫോളോഡ് ഇറ്റ്. അവൾ ഒരിക്കലും അത് ഫോളോ ചെയ്തിട്ടില്ല. ഹി വാസ് എ വെറ്റ്. ഹി വാസ് ഷോക്ക് ടു സീ ട്രിക്കി ഹ്യൂജ്ലി ഫാറ്റ്. പക്ഷേ അന്നത്തേക്കാളും ഇന്ന് വല്ലാണ്ട് തടിച്ചിരിക്കുന്നു. അയാളാകെ വറീഡായി. ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് വിത്ത് എ ലെഗ് അറ്റ് ഈച്ച് കോർണർ. ഓക്കെ, വലിയ തടിച്ച എന്താ പറയുക സോസേജ് പോലെ ആയിട്ടുണ്ട്, ഓരോ കോർണറിലും ഓരോ 4 കാലൊക്കെ ഉള്ള ഒരു വലിയ ഭീകര രൂപം. ഹി അഡ്വൈസ്ഡ് ടു കട്ട് ഡൗൺ ദ സ്വീറ്റ് തിങ്സ്. അയാൾ പറഞ്ഞു മധുരമുള്ളതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. ഹി എക്സ്പെക്റ്റഡ് കോൾ കെയിം വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഇറ്റ് ഹാപ്പൻഡ്. അത് സംഭവിച്ചു. ഹി വാസ് കോൾഡ് ബൈ മിസ്സസ് പംഫ്രി as Tricky refused to eat. Tricky ഒന്നും കഴിക്കുന്നില്ല. He told her that Tricky needs a immediate hospitalization for keeping under observation at his surgery for fortnight. ഒരു 2 ആഴ്ച നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ അവനെ ഇവിടെ വെക്കണം, അത് അത്യാവശ്യമാണ്, ഇമ്മീഡിയറ്റ് ആണെന്ന് പറഞ്ഞു. In the hospital he gave him no food, no medicine, but plenty of water. ഹോസ്പിറ്റലിൽ അയാൾ ഒന്നും കൊടുക്കുന്നില്ല, ഭക്ഷണവും ഇല്ല, മരുന്നുമില്ല, എന്തുമാത്രം വെള്ളം മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ. Gradually he mixed with other dogs, started playing with them. പതുക്കെ അവരിങ്ങനെ ഒറ്റപുത്രനായിട്ട് നിൽക്കാനായിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൻ ബാക്കിയുള്ള നായകളുടെ കൂടെയൊക്കെ പതുക്കെ എൻഗേജ്ഡായി കളിക്കാൻ തുടങ്ങി. He had a lot of exercise and fun at the surgery. സർജറിയിൽ അവന് ഒരുപാട് എക്സസൈസും ഒരുപാട് ഫണ്ണൊക്കെ ഉണ്ടായി തുടങ്ങി. ഓക്കെ, ഇനി എന്താ He was completely recovered and transformed into a hard muscle dog. അവൻ പെട്ടെന്ന് കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയി വലിയൊരു നായയായിട്ട് അവൻ മാറി, നല്ല ഹാർഡ് മസിൽഡ് ഡോഗ് ആയിട്ട് മാറി. ജെയിംസ് ഹെറിയോട്ട് treated the dog without medicine or surgery. Mrs. Pumphrey was happy and filled with gratitude. She thanked Heriot and said it was a triumph of surgery. ഇത് ഒരു വിജയമാണ്, നിങ്ങളുടെ സർജറിയുടെ ഒരു വിജയമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അവൾ പിന്നെയും ഭക്ഷണമൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ ഭക്ഷണമൊക്കെ ഇവരെ അടിച്ച് എന്താ പറയുക ഇവന്മാരെ അടിച്ചു കൊടുത്തു, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കഥയിലുള്ളതാണ്. പക്ഷേ നമുക്കതൊന്നും ആവശ്യമില്ല, മെയിൻ പോയിന്റ്സ് മതി. What kind of a treatment was given to Tricky? Did it help in the recovery? എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരുന്നത്? Tricky was given no medicinal treatments. His diet regimen
was altered depending upon its body's response. He was kept on liquid diet for the first 2 days, and then his diet was gradually increased. പതുക്കെ അവൻ്റെ ഡയറ്റ് ഒന്നുകൂടെ കൂട്ടി. Okay, then yes, his treatment did help Tricky as it built up energy in him. He had transformed to an energetic, hard muscle dog in a just fortnight. 2 ആഴ്ചക്കുള്ളിൽ മൂപ്പര് സൂപ്പർ ആയിട്ട് മാറി അല്ലേ. നെക്സ്റ്റ്, എക്സസ് ഓഫ് എവറിത്തിങ് ഇസ് ബാഡ്. എന്തും അധികമായാൽ പ്രശ്നമാണ്, ആപത്താണ്. കമന്റ് ഓൺ ദ വേക്ക് ഓഫ് മിസസ് പംഫ്രീസ് ലവ് ഫോർ ട്രിക്കി. അവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയേണ്ടത്. സ്നേഹവും കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ മിസസ് പംഫ്രി വാസ് എ റിച്ച് വുമൻ ഹു ലവ്ഡ് എ ഡോഗ് വെരി മച്ച്. ഒരു പണക്കാരിയായിരുന്നു. എല്ലാ അവളുടെ ഡോഗിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീ ലവ്ഡ് ടു ലിവ് എ കംഫർട്ടബിൾ ആൻഡ് ലാവിഷ് ലൈഫ് ആൻഡ് ഓൾസോ വാണ്ടഡ് എ ഡോഗ് ടു സ്പെൻഡ് സിമിലർ ഓൺ. അവളൊരു ലാവിഷ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ നായും അതുപോലെ ലാവിഷ് ലൈഫ് അവൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മദ്യമൊക്കെ കൊടുക്കുന്നതിന്. ഷീ ഹാഡ് മെയിൻറ്റെയിൻഡ് എ വാർഡ്രോബ് ഫുൾ ഓഫ് ഫാൻസി ഫർ കോട്ട്സ്, ഡ്രസ്സസ്, ബെഡ്സ് എക്സെട്ര ഫോർ ട്രിക്കി. ഒരു അലമാര നിറയെ ഡ്രസ്സുകൾ തന്നെ ഈ നായക്ക് വേണ്ടിയിട്ട്. അപ്പാർട്ട് ഫ്രം ദിസ് ഹി യൂസ് ടു ഓവർ ഫീഡ് ട്രിക്കി ഔട്ട് ഓഫ് എ ലവ് ആൻഡ് കൺസേൺ. ഷീ യൂസ് ടു സെർവ് ഹിം cod liver oil and malt between the main meals and Horlicks after the dinner to give him strength. She never realized that Tricky was a greedy dog and this would spoil his health. She could not even refuse to answer Tricky drawing for cream cakes and chocolates. ക്രീം കേക്ക്സും ചോക്ലേറ്റ്സും ഒക്കെ ട്രിക്കി ഇങ്ങനെ വല്ലാതെ അടിച്ചു വിടുമ്പോൾ അതിനൊന്നും എന്താ പറയുക തടയാൻ അവൾ തയ്യാറായില്ല. Her overfeeding worsened Tricky's condition. This made the dog lazy, inactive and obese. He used to lie on his rug and pant all the day long. എന്താ വെച്ചാൽ പാൻഡ് ചെയ്യുന്നതാണോ കിതയ്ക്കുക. Mrs. Pumphrey fed him excessively, spoiling Tricky's health to such an extent that he had to be hospitalized. Even the hospital, she continued to convey Tricky her love through eggs, wines and brandy. Her fondness and care for Tricky proved that excess of everything made him fall sick. എന്തും അധികം കൊടുത്താലാണ് നമുക്ക് അസുഖം ഉണ്ടാവുക എന്നുള്ളത് തെളിയിക്കുകയാണ് അതിൽ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെൻ ഡൗൺ ദ ഇൻസിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് വാല്യൂസ് വൺ ഷുഡ് ഇൻകൾക്കേറ്റ് ഫ്രം മിസസ് ജെയിംസ് ഹാരിയോട്ട്. ഹാരിയോട്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. മിസ്റ്റർ ജെയിംസ് ഹാരിയോട്ട്. Mr. Harriot was a capable veterinary surgeon who treated Tricky. He was a very compassionate, സ്നേഹമുള്ള doctor and a wise, sympathetic human being. നല്ല ബുദ്ധിമാനായിട്ടുള്ള sympathetic ആയിട്ടുള്ള human being ആയിരുന്നു. He showed his capabilities almost immediately when he advised Mrs. Pumphrey to put Tricky on a strict diet after understanding his symptoms. He can also be said to be an understanding and tactful person, as he knew exactly how to free Tricky from the spoiling love Mrs. Pumphrey for his betterment. അവൻ്റെ തന്നെ നല്ലതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചു. He does not operate upon the poor dog unnecessarily and adopts a practical approach to treat him. അവന് മരുന്നുകളൊന്നും കൊടുക്കാതെ പ്രാക്ടിക്കൽ അപ്രോച്ചിലൂടെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. Mr. James was caring and polite individual as he was successfully allayed Mrs. Pumphrey's anxiety about Tricky's recovery patiently. He was in a good human being. He was in all a good human being and a successful professional. Okay. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരാണ്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ദ മിഡ് നൈറ്റ് വിസിറ്റർ എന്ന് പറയുന്ന അടിപൊളി ഒരു ഡിറ്റക്റ്റീവ് ആയുള്ള സ്റ്റോറിയാണ്. അല്ലെ, ഡിറ്റക്റ്റീവിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ. സൗദിയിൽ നിന്നും റിനാൻ സൗദിയിലാണോ? റിനാനെ ഹായ്. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഞാനെടുക്കുന്ന അവസാനത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ മിഡ് നൈറ്റ് വിസിറ്റർ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. റെഡിയല്ലേ? യെസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ സമ്മറിയിലേക്ക് വരാം. ഫോളോ is surprised to see a secret agent, Osbel, who is too fat to be a secret agent. അങ്ങനെ ഫോളർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അയാൾ നമ്മുടെ ആരെ കാണാണ്? ഓസ്ബെൽ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റിനെ ആദ്യമായിട്ട് കാണുകയാണ്. സീക്രട്ട് ഏജൻ്റാണ് അയാൾ. സീക്രട്ട് ഏജൻറ്റിനെ കാണാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ഓരോരുത്തരെ കുറിച്ചിട്ട് ഓരോരോ സങ്കല്പങ്ങൾ അല്ലേ. ഇന്ന ആളെന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കണം, ഒരു പോലീസുകാരെന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതുപോലെ
ഫോളറിൻ്റെ ഉള്ളിലും ഒരു എന്താ പറയുക, ഒരു ജെയിംസ് ബോണ്ടിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ആളുകളെ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓസ്ബെൽ അയാളുടെ സങ്കല്പത്തിലുള്ള ഒരു സീക്രട്ട് ഏജൻറ്റേ അല്ല, ഇയാളെ കുറിച്ച് തടിച്ചിട്ടാണ്. ഓസ്ബെൽ ടെൽസ് ഹിം ദാറ്റ് he was going to get an important paper which many men have risked their lives. ഓസ്ബെൽ പറഞ്ഞു, ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട പേപ്പറുമായിട്ട് വരാൻ പോവാണ്. ആ പേപ്പർ ഒരുപാട് ആളുകൾ ജീവൻ പരിയർപ്പിച്ചിട്ട് ജീവൻ പണയം പെടുത്തിയിട്ട് എന്താ പറയുക കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ച സാധനമാണ്. പക്ഷെ ആർക്കും കിട്ടിയില്ല, എനിക്ക് കിട്ടിയുള്ളൂ. വെൻ ബോത്ത് ഓഫ് ദം റീച്ച് ഓസ്ബെൽസ് റൂം, അങ്ങനെ അവർ രണ്ടുപേരും ഓസ്ബെലിൻ്റെ മുറിയിലെത്തി. ഫോളർ is scared to see a man standing in the room. ആ ഫോളർ നെട്ടിപ്പോയി, കാരണം അവരുടെ മുറിയിൽ മറ്റൊരാൾ, മാക്സ്, who is a tall and thin man. മാക്സ് എന്ന് പറയുന്ന മറ്റൊരു ഡിറ്റക്റ്റീവ്, അയാൾ നീളമുള്ള ഒരു മെലിഞ്ഞ മനുഷ്യനാണ്. ആൻഡ് ഈസ് ഹോൾഡിങ് ആൻ ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഇൻ ഹിസ് ഹാൻഡ്. കയ്യിലൊരു തോക്കുണ്ട്. മിസ്റ്റർ പെരേര, എൻ്റെ കയ്യിൽ 2 ഉണ്ടയുണ്ട്, ഇതിലൊന്ന് തനിക്കിരിക്കട്ടെ, അപ്പിഷ്കൂ. ഇതാണ് പറയേണ്ട, അയാളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു തോക്കുണ്ട്. He had entered his room by using a key to take the reporting concern a new missile. ഓക്കെ, ആ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു മിസൈലിനെ കുറിച്ചുള്ള ഒരു പേപ്പറാണത്. ആ പേപ്പർ എടുക്കാൻ വേണ്ടി അയാൾ വന്നത്. ഓസ്ബെൽ സെൻസിങ് ദ ഡേഞ്ചർ. എന്നാൽ ഈ ഒരു അപകടം മണത്തറിഞ്ഞ് ഓസ്ബെൽ എന്ത് ചെയ്തു? യെസ്, ഫാബ്രിക്കേറ്റഡ് എ സ്റ്റോറി. ഒരു കഥ ഉണ്ടാക്കി. നമ്മളും അങ്ങനെ കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ് ചില ആൾക്കാർ, അല്ലേ? ഒരു കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഥയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സ്കൂളിലേക്ക് വരുമ്പോൾ ലേറ്റായി പോയെന്ന് പെട്ടെന്ന് സ്പോണ്ടാനിയസ്ലി കഥ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇവിടെ ഈ ഓസ്ബെൽ പെട്ടെന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. ഫാബ്രിക്കേറ്റഡ് എ സ്റ്റോറി അബൌട്ട് ദ നോൺ എക്സിസ്റ്റൻറ്റ് ബാൽക്കണി വിച്ച് മാക്സ് ബിലീവ്ഡ് ടു ബി ട്രൂ. മാക്സ് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ആ ബാൽക്കണിയെ കുറിച്ചിട്ട്, ഇല്ലാത്തൊരു ബാൽക്കണി അവിടെ ഉണ്ടെന്ന് അയാൾ വരുത്തി തീർത്തു. ഓക്കെ, ടെറസിൻ്റെ മേലെ നിങ്ങൾ വന്നത് ബാൽക്കണി വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക. എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ ഓണറോട് പറഞ്ഞിട്ടുണ്ട് ആ ബാൽക്കണി അവിടെ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം. എന്താ ഈ ആളുകളൊക്കെ ഇങ്ങനെ കയറി വരല്ലേ, അതിനകത്തു നിന്നൊക്കെ ഇയാൾ വെറുതെ ഒരു വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു കള്ളം പറഞ്ഞു. Osbel complained that it was due to the balcony that somebody had entered his room the second time. രണ്ടാമത്തെ തവണ ഇപ്പോൾ ഒരാൾ കയറുന്നു. നോക്ക്, എന്തൊരു കഷ്ടമാണ്. After some times there was a knocking at the door. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറിൽ ആരോ ഒരാൾ മുട്ടുന്നു. ഓക്കെ, Osbel again befooled Max by saying that it was the police who wanted to come inside to provide him protection. അത് വന്നത് പോലീസുകാരാണ് കേട്ടോ. കാരണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനെ. എന്തിന്? എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട്. പോലീസുകാരാ, വന്നിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞു. മാക്സ് വാണ്ടഡ് ടു റൺ അവേ ടു അവോയ്ഡ് ദ പോലീസ്. പോലീസിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാക്സ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ആൻഡ് ജംപ്സ് ടു ഡെത്ത് ഇൻ ടു ദാറ്റ് നോൺ എക്സിസ്റ്റൻറ്റ് ബാൽക്കണി. ബാൽക്കണി ഉണ്ടെന്ന് വെച്ചാൽ ഒറ്റ ചാട്ടം ചാടി. പക്ഷെ അവിടെ ബാൽക്കണി ഇല്ല. എന്താ പറയുക, സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ലാത്ത സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിയിട്ട് കഴുത്തടിച്ചിട്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ പാവം നമ്മുടെ മാക്സ് അവിടെ തീരുകയാണ്. ഓക്കെ, റെഡിയല്ലേ? എന്താ സ്ഥിതി? ഓക്കെ, ഇനി ഇതിൻ്റെ ക്വിക്ക് നോട്ട്സ് നോക്കാം. Osbel was a secret agent, but he did not look like that. He was very fat, but not much tall, but he is much alert in his mind. Osbel had a room on the 6th and the top floor of a French hotel. Fowler was a writer, journalist. Osbel told him that he would get an important report that night concerning some new missiles. This report could change the course of history. Fowler saw Max, another secret agent, who threatens Fowler with a pistol demanding the report. Osbel handled Max cleverly. Osbel Maxine വളരെ തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്യാണ്. He told Max that he would complain to the hotel authorities about the balcony which should be closed immediately. അവിടെയുള്ള ആ ബാൽക്കണിയെ കുറിച്ച് അയാൾ പറയാൻ തുടങ്ങി. ശരിക്കുണ്ടോ ബാൽക്കണി? ഇല്ല. There was a loud knocking on the door. Osbel smiled and told that was police. Max got nervous. His face was black with anger. He asked Osbel to send the police back in. In the meantime, he would go and wait in the balcony. ഞാൻ ബാൽക്കണി പോയിക്കാം, വേഗം പോയിട്ട് പോലീസുകാരനെ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് ഒറ്റ ചാട്ടം, അല്ലേ? ചാടിയതേ ഓർമ്മയുള്ളൂ. Max jumped into the balcony. In this way, Osbel got rid of Max. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. What information did Osbel give about the imaginary balcony? ഇമാജിനറി ബാൽക്കണിനെ കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണ് അയാൾ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷനാണ് അയാൾ കൊടുക്കുന്നത്? Osbel created a detailed description of how this room was a part of bigger apartment and how the next room had a direct connection with the balcony. Okay, his statement that somebody else had also broken into his office through that balcony made it convincing story. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരാൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആ കഥയെ ഒന്നുകൂടെ ബലപ്പെടുത്തി. Osbel did this
to fool Max into thinking that balcony existed. ഇത് ചെയ്ത് എന്തിനാണ് ബാൽക്കണി ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിനെ. ജസ്റ്റ് ഔട്ട്സൈഡ് ദ വിൻഡോ ആസ് ഹി ന്യൂ that soon the waiter brings the drinks he had ordered would be knocking at the door. ഇയാൾക്കറിയാം ഇപ്പം തന്നെ താൻ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സുമായിട്ട് ബേറർ എത്തും, അയാൾ അവിടെ മുട്ടും, ആ സമയത്ത് പോലീസാണെന്ന് പറയാം. which may prompt Max to jump into the imaginary balcony to hide. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്ബെൽ വാസ് എ ക്ലെവർ സീക്രട്ട് ഏജന്റ്. ഓസ്ബെൽ ഒരു തന്ത്രശാലിയായ സീക്രട്ട് ഏജന്റ് ആയിരുന്നു. ഡു യു തിങ്ക് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്, ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ, ഇതാണ് ചോദ്യം. Osbel did not look at all like the conventional image of a secret agent. Conventional secret agent എന്ന് പറഞ്ഞാൽ ജെയിംസ് ബോണ്ട് പോലെ അല്ലെ, ഒരു എന്താണ് ജാസൺ സാത്താനൊക്കെ പോലെ ഒരു അടിപൊളി ലുക്കൊന്നും ആർക്കില്ല, ഈ പറയുന്ന ആൾക്കില്ല. He was short and very fat. Besides, he spoke French and German, which lacked fluency as well as the right accent. The American accent was quite palpable in his speech. However, Osbel had a very sharp and active mind because he invented two stories. One about a non-existent balcony outside his hotel window, and another about the police arriving to give extra security to some important documents he was about to receive. He was an intelligent man and a clever secret agent to be able to invert such stories into spur of the moment in the face of immediate danger in the form of Max, a rival secret agent. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ബുദ്ധിയാണ് വേണ്ടത്. ഒരു സീക്രട്ട് ഏജന്റിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ബുദ്ധിയാണ്, അല്ലാണ്ട് എന്തല്ല, ലുക്കല്ല എന്നത് കാണിക്കുകയാണ് ആര് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഓതർ ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഓതർ ഉദ്ദേശിക്കുന്നതാണ്, ലുക്കിലല്ല കാര്യം, വർക്കിലാണ് കാര്യം എന്ന് പറയുന്നു. നെക്സ്റ്റ്, why did Max scream shrilly when he dropped the balcony? Why did Max scream shrilly when he dropped the balcony? A person screams shrilly when something unexpected happens to him. Here, Max screamed shrilly when he dropped the balcony. എന്തിനാണ് അയാൾ താഴേക്ക് വീഴുന്ന ഒരാൾ, എന്ത് ചോദ്യമല്ലേ, താഴേക്ക് വീഴുന്ന ഒരാൾ എന്തിനാണ് നിലവിളിച്ചത്? താഴേക്ക് വീഴുന്ന, നമുക്കൊരു അപകടം പറ്റിയാൽ എന്തായാലും നിലവിളിക്കില്ലേ? ഇയാൾ താഴേക്ക് തലയും കുത്തി വീണെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ നിലവിളിക്കല്ലാതെ പിന്നെ അയാൾ പാട്ട് പാടുന്നുണ്ട്. ബിക്കോസ് ആക്ച്വലി ദർ വാസ് നോ ബാൽക്കണി അറ്റ് ഓൾ. ഇറ്റ് വാസ് ഓൺലി എ ഫിഗ്മെന്റ് Osbel's imagination. Osbel's imagination മാത്രമായിരുന്നു അതല്ലേ. Osbel had described it so vividly, including its history and use, that Max was convinced there was a balcony just outside the window and tried to jump onto it without looking. As the room was on the 6th floor, Max would certainly have been died by falling from such a height. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് ഹോട്ടലിലെ ഏറ്റവും മുകളിൽ 6ാമത്തെ നിലയിലാണ് ഇത് താമസിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6ാമത്തെ നിലയിൽ നിന്നൊക്കെ ചാടിയതുകൊണ്ട് ഉറപ്പായിട്ടും ആൾ തട്ടിപ്പോയിട്ടുണ്ടാവും, അതിലൊരു സംശയവും വേണ്ട. എന്നാൽ ഷ്രേലി മീൻസ് എന്നൊക്കെ പറഞ്ഞ കാര്യമില്ലേ, അതാണ് ഈ പ്രത്യേകിച്ച് ഈ ബേർഡ്സ് ആണ് ഷ്രില്ലിംഗ് സൗണ്ട് ഉണ്ടാക്കാന്ന് പറയും. ഷ്രീലി മീൻസ് ഒരു അലർച്ച, ഒരു നിലവിളി എന്നൊക്കെ പറയും. ഓക്കെ, ആ കരച്ചിലാണ് കേട്ടോ, ആ കരച്ചിലാണ്. വാട്ട് ഈസ് യുവർ നെയിം? എന്നോടാണോ ചോദ്യം? വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഇസ് മുഹമ്മദ് ഷാജു. എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. നമ്മളിന്ന് രാത്രി കാണാനുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ പറയാൻ വരും കേട്ടോ. റൈറ്റിങ്സും ഗ്രാമറുമായിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ 7 മണിക്ക് അടിപൊളിയായിട്ട് ഇരിക്കണം. ഓക്കെ, അതിന് തയ്യാറായിട്ടിരിക്കണം. അതാണ് നമുക്കൊക്കെ വേണ്ടത് അല്ലേ. ആകെ കുറച്ച് മാർക്കുകളുള്ള അത് ഈ 10 മാർക്കാണ്, ഗ്രാമർ 10 റൈറ്റിംഗ് 10. ഇതിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ദൈവമേ സാറേ എങ്ങനെ അതിൽ ഞാനിങ്ങനെ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക റൈറ്റിംഗ് ആണെന്നാണ് വിചാരം. റൈറ്റിംഗ് ഉണ്ട്, പക്ഷേ നമുക്ക് ലിറ്ററേച്ചറാണ് കൂടുതൽ മാർക്ക്. ലിറ്ററേച്ചർ നമ്മൾ എഴുതാൻ വേണ്ടത്, റൈറ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അത് വേറെ കാര്യം. ലെറ്റർ പറയും, ഡിസ്കോഴ്സ് പറയും. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ലെറ്റർ ആട്ടോ നമുക്ക് മെയിനായിട്ടുള്ള വരുന്നത്. ഒന്ന് ലെറ്ററാണ്, അതുപോലെ തന്നെ ഗ്രാമറിൽ മെയിനായിട്ട് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചുമാണ്. പിന്നെ ചെറിയ എഡിറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ പുതിയ PYQ എക്സാം വരൂലേ? യെസ്, പുതിയ PYQ ചെയ്യും കേട്ടോ. റെഡി അല്ലേ? കോംപ്രിഹെൻഷൻ ചെയ്യാം, കോംപ്രിഹെൻഷൻ ഉണ്ടാവും. ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നിരഞ്ജന തോർ ഇല്ല സാർ അനലിറ്റിക്കൽ പാരഗ്രാഫ് ഉണ്ടാവുമോ? അനലിറ്റിക്കൽ പാരഗ്രാഫൊക്കെ ആകുമ്പോൾ ചെയ്യണം കേട്ടോ. അനലിറ്റിക്കൽ പാരഗ്രാഫ് ഉണ്ടാവും.
പൈ ചാർട്ട് അതൊരു ചെറിയൊരു ഏരിയ മാത്രമാണ്. ഈ പറയുന്ന പൈ ചാർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും അനലിറ്റിക്കൽ ക്വസ്റ്റ്യനൊക്കെ തന്നിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു രീതിയാണ്. യെസ്, ഇൻസ്റ്റയിലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ എന്താണ് സാർ എൻ്റെ പേര് പറയോ? എന്താണ്? കണ്ണൻ. യെസ്, കോൺഫ്ലിക്റ്റ് ക്വസ്റ്റ്യൻസ് പറയും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കാം. ആരാണ് സ്റ്റാപ്പ് ഇഗ്നോറിങ് മീ? ആരാണ് ഇഗ്നോർ ചെയ്യുന്നത് അവരെ? താങ്ക് യു സർ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി ടെക്സ്റ്റിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ടീച്ചർ വരുന്നുണ്ട്. സോ കോംപ്ലിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. സോ ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമാണ് അല്ലേ? ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏറ്റവും നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, 8 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് എഴുതിയിട്ട് ശീലിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം എഴുതി ശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാർ കോംപ്ലിറ്റ് ക്വസ്റ്റ്യൻസ് വേർഡ്സ് ക്വസ്റ്റ്യൻ എത്ര പേജ് എഴുതണം? 30-40 ഏതാണ് സാർ? ഇൻകൾക്കേറ്റ് എന്നാൽ എന്താണ്? എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടല്ലോ. വളരെ സ്പീഡിലാവും സാർ. എനിക്ക് അനലിറ്റിക്കൽ പാരഗ്രാഫ് ചെയ്യാൻ അറിയില്ല. നമുക്ക് പഠിക്കാം, ഒന്നുമില്ലടാ. ഈ അനലിറ്റിക്കൽ പാരഗ്രാഫൊക്കെ ആണെങ്കിൽ യെസ്, അനലിറ്റിക്കൽ ടീച്ചർ വന്നു. ടീച്ചർ കോൾ എടുക്കുന്നില്ലേ? ഒരാൾ ചോദിച്ചതാണ്, റിങ് ചെയ്യുന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ അനലിറ്റിക്കൽ പാരഗ്രാഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് 7 മണിക്ക് നമ്മളുണ്ടാവും. സോ ബാക്കി ചാപ്റ്റേഴ്സ്, നമ്മുടെ ഈ ഫുട് പ്രിൻസിലെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് നിങ്ങളുടെ സ്വന്തം അൻവറ മാമിത എത്തിയിട്ടുണ്ട്. അടിച്ചു പൊളിക്കുക കേട്ടോ. Okay, thank you. Thank you, sir. Thank you. Hi, everyone. Good morning. Yes, എന്താണ് പഠിച്ച് നിങ്ങളും പഠിപ്പിച്ച് നമ്മളൊക്കെ ഏകദേശം എന്താ എല്ലാവരും എന്താണ് സൈഡ് ആവാൻ തുടങ്ങിയോ? നിങ്ങളെപ്പോലെ തന്നെ എന്താണ് ഇന്നലെ രാത്രി ഫുള്ള് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ഓൺ ദി സ്പോട്ട് എന്താണ് വീട്ടിലേക്ക് ഓടിയ എന്താണ് കിടന്ന് ഫ്രഷ് ആയി വരുന്ന ഇത് തന്നെ എനിക്കും. വെയിറ്റ്. ഓക്കെ, നമ്മൾ ഈ സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക, ഒരു 2 മിനിറ്റ് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഗ്ലാസ് ചായയൊക്കെ ഒന്ന് കുടിക്കാം. അപ്പോഴേക്ക് എന്താണ് ഈ ഒരു സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, എല്ലാവരും ഇന്നലെ എടുത്ത് നമ്മുടെ ക്ലാസ് നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചു നോക്കിയോ? എല്ലാവരും? അൻവറ മാം കോൾ എടുക്കുന്നില്ലേ, റിങ് എടുക്കുന്നേ ഉള്ളൂന്നോ? എന്തോന്നാണ്, ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് വൈഫൈ ഇല്ലയാ? എല്ലാവരും ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് എന്ത് എത്രയും പെട്ടെന്ന് എല്ലാവരും തിരിച്ചു വരാം. ഓക്കെ, സോ ബാക്കിയുള്ള വിസ്റ്റാസിൽ നമ്മുടെ ചാപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? യെസ്, നമ്മുടെ തീഫ് സ്റ്റോറിയാണ്. തീഫ് സ്റ്റോറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്താണ് നമുക്കിപ്പോൾ പഠിക്കാട്ടോ. ഈ സ്ലൈഡ് ഒന്ന് വന്നോട്ടെ, ഞാൻ അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്ലൈഡ് ഇതിലേക്ക് വരുന്നില്ലേ, വൈഫൈ കംപ്ലൈൻറ്റ് അതുകൊണ്ട്. ഓക്കെ, ഡോണ്ട് വറി, നമ്മുടെ പ്രണവ് ബോയ് ഇവിടെ ബ്രദർ വന്നിട്ടുണ്ട്. പ്രണവ് ബ്രദർ വന്നാൽ പിന്നെ എവറിത്തിങ് ഈസ് സെറ്റ്. ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. എന്താണ് യെസ്, ഇന്നലെ രാത്രി നമ്മൾ പോയതാണെന്ന് ഞാൻ അതാ പറഞ്ഞത്. പഠിച്ച് നിങ്ങളും പഠിപ്പിച്ച് നമ്മളൊക്കെ എന്താണ് ആക്ച്വലി എല്ലാവരും എന്താണ് ഒരുവിധ സൈഡല്ലേ എന്നെ കണ്ട് എന്താണ് ഉറക്കച്ചടവും തോന്നില്ല എന്നുള്ളത് എനിക്കറിയാം. കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് എന്ത് ചെയ്ത് ഞാനങ്ങ് കൈ കഴിയും ലിപ്സ്റ്റിക് കുറേ അങ്ങ് വാരി വലിച്ചിട്ടിങ്ങ് വന്നതാണ്. ഓക്കെ, ക്ഷീണം തോന്നരുതല്ലോ നമ്മളെ കണ്ടാലേ. യെസ്, എന്താണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന
കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സാമിൻ്റെ ഒരു സമയമാകുമ്പോൾ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ഫസ്റ്റ് ടേമിൽ പഠിച്ചതായിരിക്കും ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് നമ്മൾ സെക്കൻഡ് ടേം പഠിച്ചതായിരിക്കും, സോ തേർഡ് ടേം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊന്ന് പൊടി തട്ടി എടുക്കുക അല്ലെങ്കിൽ ബ്രഷപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ലൈവ് സെഷനിൽ നമുക്കത് ഒരുമിച്ച് എന്താണ് നമ്മുടെ ചാപ്റ്റേഴ്സ് മുഴുവൻ വീണ്ടും ഒരു ക്ലാസ് കിട്ടാന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി എന്താണ് ഒരു ലക്കാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഫുഡ് പ്രിന്റ് വിത്തൗട്ട് നമ്മുടെ ഫീറ്റ് എന്ന് പറയുന്ന നമ്മുടെ സപ്ലിമെൻ്ററി റീഡർ കൂടി ഫിനിഷ് ചെയ്ത എന്താണ് നമ്മുടെ ലിറ്ററേച്ചർ പാർട്ട് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, നൗ വാട്ട് ഈസ് റിമൈനിങ് ഫോർ അസ്, ഇനി നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ പാർട്ടാണ്. ഈ റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ പാർട്ടിൽ നിങ്ങൾക്കറിയാം വളരെ എന്താ സിസ്റ്റമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റൈറ്റിംഗ് പാർട്ട് തന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ രാത്രി എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ലൈവ് എടുക്കും. ഓക്കെ, അതിൽ നമുക്ക് വീണ്ടും ലിറ്ററേച്ചർ നിങ്ങളെ സംബന്ധിച്ച് ഇഫ് യു ഗൈസ് നീഡ് മോർ റിവിഷൻ വി ക്യാൻ എന്താണ് ഒന്നുകൂടി എന്ത് ചെയ്യാം, എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് ചെയ്യാൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റിംഗ് എന്താണ് വളരെ തറവായിരിക്കണം, കാരണം റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ് എന്താണ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇപ്പം നമ്മുടെ സ്ലൈഡ് ഒന്ന് കിട്ടുന്ന വരെയുള്ള പ്രശ്നമുള്ളൂ. സ്ലൈഡ് എന്തോ ഒന്നും വരുന്നില്ല, എന്നോടൊന്നും എന്തോ ഒരു പിണക്കുണ്ട് തോന്നുന്നുണ്ട് ഇവിടുന്ന് ഇൻ്റർനെറ്റിന്. ഓക്കെ, കറണ്ട് വേണ്ട. ഓക്കെ, സോ സ്ലൈഡ് വന്നു, നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങ് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും സെറ്റായിട്ടിരിക്കുക. യെസ് 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 യെസ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തീഫ് സ്റ്റോറി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് തീഫ് സ്റ്റോറി. ആ തീഫ് സ്റ്റോറിയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ ഇവിടെ നോക്കാം നിങ്ങൾ, വാസ് ഹാരി സിംഗ് സക്സസ്ഫുൾ ഇൻ റോബിംഗ് അനിൽ? വാസ് അനിൽ ദ ഓൺലി or did Hari rob himself of something? എന്താ അവിടെ ക്വസ്റ്റ്യൻ? വാസ് ഹരി സിംഗ് സക്സസ്ഫുൾ ഇൻ റോബിംഗ് അനിൽ? അനിലിന് എന്താണ് നൈസായിട്ട് അനിലിൻ്റെ പൈസയും മോഷ്ടിച്ച് പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അനിലിനെ പറ്റിച്ച് പോകുന്ന കാര്യത്തിൽ നമ്മുടെ ഹരി എന്താണ് സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, വാസ് അനിൽ ദ ഓൺലി വൺ ഹു വാസ് റോബ്ഡ് ഓർ ഡിഡ് ഹരി റോബ് ഹിംസെൽഫ് ഓഫ് സംതിങ്? എന്താ ചോദിക്കുന്നത്, അനിൽ മാത്രമായിരുന്നോ എന്താണ് ഹരി ഒരു മോഷണ ശ്രമം നടത്തിയത് അല്ലേ? അപ്പം നമുക്കറിയാം അനിലും നമ്മുടെ ഹരിയും തമ്മിലൊരു ബോണ്ട് എന്താണ്, ദാറ്റ് വി ലേൺ, നമ്മളത് എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ് അല്ലേ. നോക്കിവിടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതും, നമ്മൾ സെൻറ്റൻസ് എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യരുത്, എവിടെ ഉണ്ടാവരുത്, വളരെ ക്രിസ്പായിട്ടുള്ള ആൻസർ നമ്മൾ എന്ത് ചെയ്യണം, എഴുതാൻ പഠിക്കണം. സീ ഹിയർ, ഹരി സിംഗ് ദോ വാസ് സക്സസ്ഫുൾ ഇൻ റോബിംഗ് അനിൽ, ബട്ട് along with Anil, he robbed himself of his conscience and a golden opportunity of getting literate and educated. എങ്ങനെയാണ് ഹരി എന്ന് പറയുന്ന ആ ഒരു റോബർ, മോഷ്ടാവ്, ഓക്കെ, ആ ഒരു കള്ളൻ, അനിലിൻ്റെ കേസിൽ മാത്രം അദ്ദേഹത്തിൻ്റെ മോഷണത്തിൽ വന്ന പാളിച്ച മിസ്റ്റേക്ക് എന്താണ്? നമുക്കറിയാം ഹരി എന്താണ് അനിലിൻ്റെ കാര്യത്തിൽ പൈസ മോഷ്ടിച്ചപ്പോൾ എന്താണ്, ഹി ബിക്കെയിം വെരി സക്സസ്ഫുൾ, എന്താണ് സക്സസ്ഫുള്ളായി. ഓക്കെ, പക്ഷേ അനിൽ എന്താണ് സ്വന്തം മോഷ്ടിച്ചെടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ ഹരിക്ക് എന്താണ് അവിടെ നഷ്ടപ്പെട്ടത്? ഹരിയെ സംബന്ധിച്ച് ഹരിക്ക് എഡ്യൂക്കേറ്റഡ് ആവാനുള്ള അവസരം, അവന് ലിറ്ററേറ്റ് ആവാനുള്ള അവസരം, ഇത് രണ്ടും എന്ത് ചെയ്ത് ഹരി തന്നെ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി അല്ലേ. അപ്പോൾ അതാണ് എന്ത് ചെയ്തത് അവിടെ ചോദിച്ചത്, എങ്ങനെയാണ് ഹരി അനിലിനെ മോഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അനിലിൻ്റെ പൈസ മോഷ്ടിക്കുമ്പോൾ തന്നിൽ നിന്നും സ്വന്തത്തിൽ നിന്നും എന്താണ് ഹരിക്ക് നഷ്ടമായത് അല്ലെങ്കിൽ ഹരി തന്നെ മോഷ്ടിച്ചെടുത്തത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. Okay, next നോക്കി നിങ്ങൾ, what did Anil and Hari agree upon to be the mode of payment? എങ്ങനെയായിരുന്നു മോഡ് ഓഫ് പേയ്മെൻറ്റ്, എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? അനിൽ ഹാഡ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ദാറ്റ് ഹി കനോട്ട് പേ ഹരി. അപ്പോൾ അനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഐ കനോട്ട് പേ യു, എനിക്കിപ്പോൾ എന്താണ് നിനക്ക് പൈസ തരാൻ പറ്റില്ല, നീ എനിക്ക് ജോലി എടുത്തെന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എന്താണ് എനിക്ക് പേയ്മെൻറ്റ് നിനക്ക് തരാൻ പറ്റൂല. ബട്ട് ഹീ ക്യാൻ ഫീഡ് ഹിം ഇഫ് ഹി നോസ് ഹൗ ടു കുക്ക്. നിനക്ക് അഥവാ കുക്ക് ചെയ്യാൻ അറിയുകയാണെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ എന്താണ് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം. ആൻഡ് ബോത്ത് ഓഫ് ദം മ്യൂച്വലി അഗ്രീഡ്, രണ്ടുപേരും എന്ത് ചെയ്തു, ഓക്കെ സെറ്റ്. അപ്പോൾ എന്താണ് 50-50, ഡീൽ ഓർ നോ ഡീൽ, എന്താണ് രണ്ടാളും ഡീൽ, ഫുഡ് ഉണ്ടാക്കാം അത് കഴിക്കാം. യെസ്. നൗ സെക്കൻഡ് വൺ, ഡിഡ് ഹരി ലൈക്ക് വർക്കിംഗ് ഫോർ അനിൽ? എന്താ ക്വസ്റ്റ്യൻ, ഹരിയെ സംബന്ധിച്ച് അനിലിന് വേണ്ടി ജോലി എടുക്കുന്നത്
Okay ആയിരുന്നോ? Yes. If yes, give reasons in your support of your answer. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളവിടെ ജസ്റ്റിഫൈ ചെയ്യണം. ഇഫ് ഹി വാസ് ഓക്കെ, ഇഫ് ഹരി വാസ് ഓക്കെ ടു വർക്ക് ഫോർ അനിൽ, എന്താണ് അതിൻ്റെ കാരണം നമ്മൾ എഴുതിയേ പറ്റും. ഓക്കെ അല്ലേ? നോക്കിയേ ഇവിടെ, യെസ് ഹരി did like carrying out all the chores like making tea, bringing groceries for Anil, as he used to teach him how to write, read and cook, and used to treat him respectfully. Actually എന്താണ് ഹരിയെ സംബന്ധിച്ച് he was okay. He was happy for preparing എന്താണ് food for Anil. അതേപോലെ അനിൽ എന്ത് ചെയ്തു, ഇൻ റിട്ടേൺ തിരിച്ചെന്ത് ചെയ്തു, അവനെ നല്ലപോലെ എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു. റെസ്പെക്റ്റ്, ഒരു ബഹുമാനം, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അവനെ പരിഗണിച്ചു. അപ്പോൾ രണ്ടുപേർ തമ്മിൽ എന്തുണ്ടായിരുന്നു, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. Now, how does the thief think Anil will react to the theft? എങ്ങനെയാണ് നമ്മുടെ കള്ളം വിചാരിക്കുന്നത്, അനിൽ എങ്ങനെയാണ് നമ്മുടെ ഹരി മോഷ്ടിച്ചതിനോട് റിയാക്ട് ചെയ്യുമെന്നുള്ളത് നോക്ക്. ഹരി said that more than the loss of money. Harry said that more than the loss of money, Anil would be upset at the loss of Harry, his faith in Harry. പൈസയെക്കാളും എന്താണ് അനിൽ ഹരിയുടെ മേലുള്ള എന്ത് ചെയ്യും, വിശ്വാസം നഷ്ടപ്പെടും. അതാണ് എന്ത് ചെയ്തത്, അവൻ ചിന്തിച്ചത്. തീർച്ചയായിട്ടും പൈസ എന്താണ്, വി ക്യാൻ മേക്ക് അല്ലേ, വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ ദ ട്രസ്റ്റ്, നമ്മൾ തമ്മിലൊരു ട്രസ്റ്റ്, ഇപ്പം നിങ്ങളും ഞാൻ തമ്മിൽ എന്താണ് ഒരു ട്രസ്റ്റ് ഉണ്ടാകും, നമുക്ക് എന്തുണ്ടാകും, ഒരു സ്നേഹം ഉണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടാവൂലേ, എനിക്ക് നിങ്ങളെടുത്ത് സ്നേഹം ഉണ്ടാവും. നമ്മൾ തമ്മിൽ ആ ഒരു സ്നേഹം പോയ എന്താണ്, പിന്നെ അവിടെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ. മണി വി ക്യാൻ മേക്ക്, ബട്ട് ദ ലവ്, ദ കെയർ, ദ റെസ്പെക്ട്, ഇതൊക്കെ നമുക്ക് എന്താ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കാൻ. സത്യല്ലേ? സത്യമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡസ് ഹാരി സേ അബൌട്ട് ദ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ഓഫ് പീപ്പിൾ വെൻ ദേ ആർ റോബ്ഡ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതാ. ഹരി ആളെന്താണ്, ചെറിയ ആളാണെങ്കിൽ എന്താണ് നല്ലോണം പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങാനും പൈസ കട്ടരുത് മോഷ്ടിച്ചാൽ ആ ആളുകളുടെ ആരെ കാശാണോ എന്താണ് മോഷ്ടിച്ചത്, അവർ റിയാക്ഷൻ എന്തായിരിക്കും, ഹരി നല്ല നൈസായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഹരി പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ അവിടെ ഹരി പറയുന്നത്, ഡ്യൂ ടു ഹിസ് പ്രീവിയസ് എക്സ്പീരിയൻസസ് വിത്ത് തെഫ്റ്റ്, കഴിഞ്ഞു പോയ കുറച്ച് മോഷണങ്ങളുടെ എക്സ്പീരിയൻസിൽ ഹരി പറയാണ്. നോക്ക്, പീപ്പിൾ റെസ്പോണ്ട് വെൻ ദേ ആർ റോബ്ഡ്. ഹി സെഡ് ദാറ്റ് എ ഗ്രീഡി ഗൈ, കാണിച്ചേ അത്യാഗ്രഹി, ആർത്തി പണ്ടാരമായിട്ടുള്ള മനുഷ്യൻ, ഗൈ എക്സ് ഫിയർ, പേടിയായിരിക്കും. ഇനിയിപ്പോൾ പൂത്ത കാശുകാരൻ, അച്ഛൻ റിച്ച് മാൻ ആണെങ്കിലോ എക്സ് ബിറ്റ്സ് റാത്ത്, എന്തായിരിക്കും അദ്ദേഹത്തിന്, വാട്ട്സ് ദി മീനിങ് ഓഫ് റാത്ത്? പറ എന്താണ് റാത്ത് മീൻസ്, എന്താണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ടെമ്പർ, ദേഷ്യം. അപ്പോൾ നമ്മൾ ആങ്കർ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ടെമ്പർ, ഉഗ്ര കോപം, ശിവൻ്റെ ഒക്കെ നമ്മൾ പറയേ കോപം എന്നൊക്കെ, ലൈക്ക് അതാണ്. ഓക്കെ, ആൻഡ് എ പോർ മാൻ എക്സ്പെക്ട്സ് ആക്സെപ്റ്റൻസ്. ഇതിൽ ഏറ്റവും നല്ലത് ഇതാ, പാവപ്പെട്ടവൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടു എന്തെന്ത് ചെയ്യും, അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം മൂന്നാളുകളുടെ എന്താണ് മൂന്ന് രീതിയിലാണ് എന്ത് പറയുന്നത്, ഹരി പഠിച്ചു വെച്ചത്, നല്ല നൈസായിട്ട് പഠിച്ചു വെച്ചിട്ടുമുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ് മാം, റസ്കിൻ ബോണ്ട് ആരാണെന്നോ, എൻ്റെ മാമൻ്റെ മോൻ. ഓക്കെ, നൗ നോക്കേ, does Anil realize that he has been robbed? എന്താ പറയുന്നത്, ഡസ് അനിൽ റിയലൈസ് ദാറ്റ് ഹി ഹാസ് ബീൻ റോബ്ഡ്. അനിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മുടെ ഹരി എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ മോഷ്ടിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ്, ആസ് സൂൺ as Anil handed Hari a 50 rupee note that was still moist from the previous night's rain. തീർച്ചയായിട്ടും, കാരണം എന്താണ്, ഹരി കൊണ്ടുവച്ച പൈസ എന്താ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നനഞ്ഞതിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഒരു 50 രൂപ എടുത്തിട്ട് ഇവന് കൊടുത്തത്. അപ്പോൾ വളരെ അണ്ടർസ്റ്റുഡ് ആണ്. അനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവന് മനസ്സുകൊണ്ട് forgive ചെയ്തിട്ടുണ്ട്, മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹി റിയലൈസ് ദാറ്റ് ഹി ഹാഡ് ബീൻ സ്റ്റോളൻ. അതുകൊണ്ട് അയാൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, എന്താണ്, യെസ് തീർച്ചയായിട്ടും ഹരി എന്ത് ചെയ്തിരുന്നു, പൈസ മോഷ്ടിച്ചിരുന്നു. പക്ഷെ അവൻ തിരിച്ചു വന്നത് എന്തുകൊണ്ടാണ്, സംതിങ് ഗുഡ് ഈസ് ദേ, അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എവിടെയോ ഒരു നന്മയുണ്ട്. അത് ആര് റിയലൈസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അനിൽ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അനിൽ അത് റിയലൈസ് ചെയ്തുകൊണ്ട് അനിൽ എന്ത് ചെയ്തു, അവന് മാപ്പ് കൊടുത്ത്. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ തീഫ് റിയലൈസ് ദാറ്റ് അനിൽ ന്യൂ ദാറ്റ് ഹി വാസ് റോബ്ഡ്? നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ, ആരവിടെ വെള്ളം മഷിർത്ത് വെച്ച് പോയത്. നൗ വെൻ അനിൽ ഗേവ് ഹിം എ 50 rupee note, ഇറ്റ് വാസ് സ്റ്റിൽ ഡാം, നനഞ്ഞ പൈസയായിരുന്നു ഇത്, 50 രൂപ. ഓർമ്മയുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക്, ഓർമ്മയുണ്ടോ? മാം ഐ ലവ് യു. ഓ നോ, അയ്യോ, താങ്ക് യു സോ മച്ച്, ഐ ടു ലവ് യു ഓൾ.
ഓക്കെ സി നോക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ റെസ്പോൺസ് ചെയ്യുമ്പോൾ ബിക്കോസ് വി ആർ നോട്ട് സീയിങ് യുവർ ഫേസ് നമ്മൾ നിങ്ങളെ ഫേസ് ഒന്നും എന്തില്ല കാണുന്നില്ല ഓൺലി ദ കമൻറ്റ്സ് വി ആർ സീയിങ് ഓക്കെ സോ നമുക്കറിയാം ഇതിൻ്റെ ഒരു എന്താണ് ഒരു എസൻസ് എന്ന് പറയുന്നത് ദറ്റ് 50 റുപ്പീസ് നോട്ട് ഇറ്റ് വാസ് വിച്ച് അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഡാം നോട്ട് വാസ് ടെല്ലിങ് ദ ഹോൾ സ്റ്റോറി ആ ഒരു നനഞ്ഞ നോട്ട് എന്താണ് മുഴുവൻ കഥയും അല്ലെങ്കിൽ മുഴുവൻ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഹരി സിംഗ് ന്യൂ ദറ്റ് അനിൽ വാസ് ഇൻ്റലിജൻറ്റ് ഹരി സിംഗിന് അറിയായിരുന്നു അനിൽ എന്താണ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻ ഇൻ ദ റെയിനി നൈറ്റ് ആ മഴയുള്ള രാത്രി എന്താണോ സംഭവിച്ചത് അത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ് ആര് നമ്മുടെ അനിൽ എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് Now, why was it not easy for the thief to rob Anil? എന്തുകൊണ്ടാണ് Why was it not easy for the thief to rob Anil? എന്തുകൊണ്ടാണ് നമ്മുടെ ഹരിയെ സംബന്ധിച്ച് അനിലിനെ മോഷ്ടിക്കാൻ കഴിയാഞ്ഞതിൽ അനിലിൻ്റെ പൈസ മോഷ്ടിച്ച് അവിടെ നിന്ന് പോകാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പാഠത്തിൽ നമ്മൾ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ലവ് ക്യാൻ ചേഞ്ച് എനി വൺ സ്നേഹത്തിന് എന്ത് പറ്റും എല്ലാത്തിനെയും മാറ്റാൻ അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റാനുള്ള കഴിവുണ്ട് അല്ലേ നോക്ക് ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദ തീഫ് ടു റോബ് അനിൽ ആസ് ഹി വാസ് ദ മോസ്റ്റ് ട്രസ്റ്റിംഗ് പേഴ്സൺ ഹി ഹാഡ് എവർ സീൻ തീർച്ചയായിട്ടും അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് നമ്മുടെ അനിൽ അതുകൊണ്ട് തന്നെ ഹരിയെ സംബന്ധിച്ച് അവനെ പറ്റിച്ച് പോകാന്നുള്ളത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ദ തീഫ് ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഈസി ടു റോബ് എ ഗ്രീഡി മാൻ ബിക്കോസ് ഹി കുഡ് അഫോർഡ് ടു ബി റോബ്ഡ് ഒരു ഗ്രീഡി മാനെ മോഷ്ടിക്കുക എന്നുള്ളത് എന്താണ് അയാളെ പറ്റിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ടു റോബ് എ കെയർലെസ് മാൻ ലൈക്ക് അനിലെ പോലെ വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു നോക്കേ എന്താ പറയുന്നത് ഇവിടെ ആക്ച്വലി അനിൽ പോലെ ഒരു കെയർലെസ് ആയിട്ടുള്ള ആളുകളെ പറ്റിക്കുക എന്നുള്ളത് എന്താ പറയുന്നത് സം ടൈംസ് ഗീവ് നോ പ്ലഷർ ഓഫ് ദ വർക്ക് എന്ത് ചെയ്യില്ല നമുക്ക് എന്തുണ്ടാവില്ല ഒരു രസം തരില്ല മോഷ്ടിച്ചതിൻ്റെ ആസ് ഈവൻ ഹി ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് ബീൻ റോബ്ഡ് എന്തുപോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല തൻ്റെ പൈസ ആരോ വന്ന് മോഷ്ടിച്ചു എന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആര് അനിൽ അങ്ങനത്തെ മനുഷ്യനാണ് ആര് അനിൽ അപ്പം അത്രയും കെയർലെസ് ആയിട്ടുള്ള ഒരു ആളെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു ഹരം ഉണ്ടാവില്ല ഡ്രസ്സ് ഉണ്ടാവില്ല എന്ന് ആര് പറയുന്നുണ്ട് അനിൽ പറയുന്നുണ്ട് അല്ല ഹരി പറയുന്നുണ്ട് ആക്ച്വലി അത് ബിഗിനിങ്ങിലാണ് അവസാനമാകുമ്പോഴേക്കും എന്താണ് മെൻ്റലി ഹരി എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് എന്തുണ്ട് അനിലിനോടൊരു മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ നൗ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോക്ക് ഹൗ അക്കോർഡിംഗ് ടു ഹരി സിംഗ് വുഡ് ദ ഗ്രീഡി മാൻ ദ റിച്ച് മാൻ ആൻഡ് ദ പോർ മാൻ റിയാക്ട് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നൗ നോക്ക് ഹൗ ഡിഡ് ഹരി സിംഗ് നോ ദാറ്റ് അനിൽ ഹാഡ് ഫോർ ഗിവൺ ഹിം എങ്ങനെയാണ് ഹരി സിംഗിന് മനസ്സിലാവുന്നത് അനിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവന് മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലായി ഇറ്റ് സീംസ് അനിൽ ന്യൂ അബൌട്ട് തെഫ്റ്റ് ബട്ട് നെയ്തർ ഹിസ് ലിപ്സ് നോ ഹിസ് ഐ ഷോട്ട് എനിത്തിങ് അവനറിയാം എന്താണ് ഇവിടുന്ന് ഹരി പൈസ മോഷ്ടിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അനിലിൻ്റെ മുഖത്തോ അനിലിൻ്റെ കണ്ണുകളിലോ എന്ത് കണ്ടിട്ടില്ല ആ ഒരു തിരിച്ചറിവ് കണ്ടിട്ടില്ല ഹി ഗേവ് ഹിം 50 rupees ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് നൗ ഹി വുഡ് ബി പെയ്ഡ് റെഗുലർലി 50 രൂപ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു ഇനി നിനക്ക് എന്ത് ചെയ്യും നിന്റെ ശമ്പളം കൃത്യമായിട്ട് കിട്ടും ആൻഡ് ഹി ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി വുഡ് ടീച്ച് ഹിം ടു റൈറ്റ് സെൻറ്റൻസസ് അതിൻ്റെ കൂടെ എന്തും പറഞ്ഞു നിന്നെ ഞാൻ എന്ത് പഠിപ്പിക്കും സെൻറ്റൻസസ് പഠിപ്പിക്കും ഇറ്റ് ഷോസ് ദാറ്റ് അനിൽ ഹാഡ് ഫോർ ഗിവ് ഹിം ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്ത് ചെയ്തിട്ടുണ്ട് അനിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഹരിക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം Now, money cannot make a man as much as education can. I elucidate this statement. പൈസയ്ക്ക് എന്ത് പറ്റില്ല മണി കനോട്ട് മേക്ക് എ മാൻ ആസ് മച്ച് ആസ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു മനുഷ്യനെ എന്താണ് വ്യക്തിപരമായിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്നത് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ ആർക്ക് കഴിയില്ല പൈസയ്ക്ക് കഴിയൂല നോക്കിയേ ഹരി സിംഗ് ഹാഡ് ഓൾ ദ ഷാർപ്പ് വിക്കറ്റ്നെസ് ടു റോബ് എ പേഴ്സൺ ഒരാളെ പൈസ മോഷ്ടിക്കുന്നതിൽ ഒരാളെ പറ്റിക്കുന്നതിൽ എന്താണ് ഹരി സിംഗിന് എല്ലാവിധ ഉടായ്പത്തരും എന്താണ് ഹി ന്യൂ ഹൗ ടു റോബ് ആൻഡ് ഹൂം ടു റോബ് എങ്ങനെ മോഷ്ടിക്കണം ആരെ മോഷ്ടിക്കണം ഇത് രണ്ടും ആർക്കറിയാം ഹരി സിംഗിന് അറിയാം ഹി ചോസ് അനിൽ ഫോർ ഹിസ് പർപ്പസ് ബിക്കോസ് ദ ലേറ്റർ വാസ് സിമ്പിൾ ആൻഡ് ഈസി ടു അപ്രോച്ച് ബട്ട് വെൻ അനിൽ സ്റ്റാർട്ടഡ് ടീച്ചിങ് ഹിം ഹൗ ടു റൈറ്റ് വേർഡ്സ് ആൻഡ് ദെൻ സെൻറ്റൻസസ് ആൻഡ് ആഡിങ് നമ്പേഴ്സ് എ ഗുഡ് മാൻ ഇൻ ഹരി സിംഗ് സ്റ്റാർട്ടഡ് ഡ്രീമിംഗ് ഓഫ് എ ലൈഫ് ഫുൾ ഓഫ് honesty and dignity.
അനിലിൻ്റെ കൂടെ വന്നതിന് ശേഷം എപ്പോഴാണ് നമ്മുടെ ഹരിയെ അനിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്, വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയത്, അവൻ എഴുതാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്? ആ സമയം മുതൽ എന്തായി, നമ്മുടെ ഹരിയുടെ ഉള്ളിൽ എന്താണ് സത്യസന്ധത എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓണസ്റ്റി എന്തായിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. അത് മുതൽ അവൻ എന്ത് മാത്രമേ ഡ്രീമുള്ളൂ നോക്ക്, honesty and dignity. He got a chance to rob. He robbed but the dream of being educated. എന്നിട്ടും എന്ത് ചെയ്ത്, അവൻ പൈസ മോഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും എന്താണ്, അവൻ്റെ സ്വപ്നം എന്താണ്, ബീങ് എഡ്യൂക്കേറ്റഡ്, എഴുതാൻ പഠിക്കണം, വായിക്കാൻ പഠിക്കണം, എന്താണ്, വിദ്യാഭ്യാസം വേണം. ആ സ്വപ്നം അവൻ എന്ത് ചെയ്തു, അവൻ്റെ തെറ്റിനെ തിരുത്തിപ്പിച്ച് വീണ്ടും എന്ത് ചെയ്ത്, അവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചെയ്തു, തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? Now, മാം വിത്ത് റെഫറൻസ് ടു ചാപ്റ്റർ എന്ന് എഴുതിയാലോ? അപ്പോൾ നിങ്ങൾ അത് തന്നെ എഴുതണം, റെഫറൻസ് ടു ചാപ്റ്റർ തന്നെ എഴുതണം. വിത്ത് റെഫറൻസ് ടു ചാപ്റ്റർ ദ തീഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആൻസർ എഴുതണം. ഓക്കെ, അങ്ങനെ തന്നെ എഴുതണം, കാരണം നമ്മൾ ചാപ്റ്റർ തന്നെയല്ലേ എഴുതുന്നത്. Now, യെസ്, ഇത് നമ്മൾ ഇപ്പം പറഞ്ഞ സെയിം നോക്ക്. അതേ ചോദ്യം എന്താ, മറ്റു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഡിഡ് ഹരി സിംഗ് ഡിസൈഡ് ടു റിട്ടേൺ ദ സ്റ്റോളൻ മണി? വാട്ട് ലൈറ്റ് ഡസ് ത്രോ ഓൺ ഹിസ് ക്യാരക്ടർ? ഇതെങ്ങനെയാണ് ഈ പറയുന്ന, എന്തുകൊണ്ടാണ് വൈ ഡിഡ് ഹരി സിംഗ് ഡിസൈഡ് ടു റിട്ടേൺ സ്റ്റോളൻ മണി, മോഷ്ടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഹരി തീരുമാനിച്ചത് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നോക്കിയേ, വാട്ട് ലൈറ്റ് ഡസ് ഇറ്റ് ത്രോ ഓൺ ഹിസ് ക്യാരക്ടർ? ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഹരിയുടെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ. അത് ഹരി എങ്ങനെയായിരുന്നു ആദ്യം, പിന്നെ എങ്ങനെയാണ് അവൻ്റെ ചേഞ്ച്, അതിനുശേഷം അവന് അനിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് അവനുണ്ടായ മാറ്റങ്ങൾ, എന്തൊക്കെയായിരുന്നു ഉണ്ടായ ചേഞ്ചസ്, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഓൾ ദോസ് പോയിന്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം അവൻ എന്തായിരുന്നു, റോബ്, മോഷണമായിരുന്നു ലക്ഷ്യം. പിന്നെ വന്നപ്പോൾ എന്തായി, അവന് വിദ്യാഭ്യാസമായി. പിന്നെ വന്നപ്പോൾ അവൻ എന്തായത്, ഹി ബിഗാൻ ടു മേക്ക് എന്താണ്, ഒരു ബോണ്ട്, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു എഫെക്ഷൻ ആരെ കൂടെ ഉണ്ടായി, അനിലിൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ അവിടുന്ന് മുതൽ എന്തായി, കാര്യങ്ങൾ മാറി മറന്നു. ആദ്യമായിട്ട് ഹരിയെ ട്രസ്റ്റ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, സ്നേഹിക്കുന്നത് അനിലാണ്. സോ എഫെക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യാം, യു ക്യാൻ നോട്ട്. ഓക്കെ, നൗ ഇവിടെ നോക്കിയേ, ലവ്, ട്രസ്റ്റ് ആൻഡ് കമ്പാഷൻ ട്രാൻസ്ഫോം ഹരി സിംഗ്. അതേപോലെ ക്വസ്റ്റ്യൻ വീണ്ടും ട്വിസ്റ്റ് ചെയ്തു. 3 ചോദ്യം 3 രീതിയിലാണ് പല പ്രാവശ്യം ചോദിച്ചത്. ഈ 3 ക്വസ്റ്റ്യൻ എന്താണ്, സെയിം ഉത്തരാണ്. നോക്ക്, ലവ്, ട്രസ്റ്റ് ആൻഡ് കമ്പാഷൻ ട്രാൻസ്ഫോം ഹരി സിംഗ്. സ്നേഹം, കമ്പാഷൻ എന്ത് ചെയ്തു, ഹരി സിംഗിനെ മാറ്റി. എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ സ്റ്റോറി ദ തീഫ് സ്റ്റോറി. നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ റെഫറൻസ് ടു ദ സ്റ്റോറി, എങ്ങനെയാണ് ഈ കഥയുമായി നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈ കഥയെ റെഫർ ചെയ്തിട്ട് ഇതിന് ഉത്തരം എഴുതാം? നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഇതെന്ത് ചെയ്യരുത്, അവസാന ഭാഗം മാത്രം നിങ്ങൾ എഴുതരുത്. അതായത് ഹരിയുടെ ചേഞ്ച് വന്നത് മാത്രം നിങ്ങൾ എഴുതരുത്. ഹരി എന്ന് പറയുന്ന വ്യക്തി ആദ്യം എങ്ങനെയായിരുന്നു, ഹൗ ഹി വാസ് ഫസ്റ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ലെസൺ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അവൻ്റെ എയിം എന്തായിരുന്നു, ഓൺലി ടു റോബ്, മോഷ്ടിക്കാൻ മാത്രം. അതിനുശേഷം ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദം, ദ love between them, the education between them, the care between them, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉത്തരം എഴുതാൻ എന്താണ്, യു പീപ്പിൾ ഹാവ് ടു ലേൺ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത്, സെയിം നോട്ടിൽ ചോദിച്ചത്. ഓക്കെ, നോക്ക്, വൈ ഡസ് നോട്ട് അനിൽ ഹാൻഡ് ദ തീഫ് ഓവർ ടു ദ പോലീസ്? എന്തുകൊണ്ടാണ് അനിൽ ഹരിയെ പിടിച്ച് പോലീസിന് കൊടുക്കാഞ്ഞത്? ഡു യു തിങ്ക് മോസ്റ്റ് പീപ്പിൾ വുഡ് ഹാവ് ഡൺ സോ? ഇൻ വാട്ട് വേസ് ഈസ് അനിൽ ഡിഫറെൻറ്റ് ഫ്രം സച്ച് എംപ്ലോയർ? അധികം ആളുകളും സാധാരണ എന്ത് ചെയ്യും, മോഷ്ടിച്ചാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഈ ഒരു വസ്തുതയിൽ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എന്താണ് അനിലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി നിങ്ങൾ മനസ്സിലാക്കുന്നത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെ എഴുതും നമ്മൾ ഇതിൻ്റെ ആൻസർ? പറ, ഹൗ ക്യാൻ വി റൈറ്റ് ദ ആൻസർ? എങ്ങനെ എഴുതും? ലെറ്റ്സ് സീ ഹിയർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക്,
Anil does not hand over the thief to the police because he realized that Hari has already learned a lesson and he has changed for the better now. Actually, Anil എന്ത് മനസ്സിലായിട്ടുണ്ട്, ഹരി എന്ന് പറയുന്ന ഒരു കുട്ടി, ഹരി എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഹീസ് ചേഞ്ച്ഡ്, അവൻ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. വന്ന ഹരിയല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇഫ് ഹി കെയിം ബാക്ക്, അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ചേഞ്ച്ഡ്, ഹി ഈസ് ചേഞ്ച്ഡ്, അവൻ മാറിയിട്ടുണ്ട്. അതർവൈസ് ഹി വുഡ് ഹാവ് നെവർ പുട്ട് ദ മണി ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്. അങ്ങനെയല്ലെങ്കിൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല, എടുത്ത പൈസ തിരിച്ചു വെക്കൂല. Anil knew how Hari cheated him of a rupee while buying the daily supplies, but he never made it obvious in front of him. Anil വ്യക്തമായിട്ട് എന്തറിയാം എങ്ങനെയാണ് ഇവൻ ചീറ്റ് ചെയ്തതെന്നുള്ള ന്യൂസ് പേപ്പർ വെക്കുന്ന സമയത്ത് ₹1 എങ്ങനെയാണ് പറ്റിച്ചെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും അത് അനിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ അറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. Anil wants to give Hari one more chance to mend his ways and thus forgive him. Hari's case is such that nobody would have forgiven him and straightway handed him over to the police. But Anil is a little different from such employers because he is modest in nature and does not want another person to suffer without giving him a chance to become a better person. അപ്പോൾ അനിലിനെ സംബന്ധിച്ച് എന്താണ്, ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കാതെ പോകരുത്. സോ ഹി ഗേവ് എ സെക്കൻഡ് ചാൻസ് ടു ഹൂം, ടു ഹരി. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? നൗ ഹൈലൈറ്റ് ചെയ്യാലോ. നൗ നെക്സ്റ്റ് നോക്കിയേ, next it is footprint without feet. First question, നോക്ക്, why did Griffin decide to slip into a big London store? എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രിഫിൻ ഡിസൈഡ് ചെയ്തത് to slip into a big London store? എന്തുകൊണ്ടായിരുന്നു? എങ്ങനെ നമുക്ക് ഇതിന് ഉത്തരം എഴുതാം? Griffin decided to slip into a big London store because the season was mid-winter, due to which it became difficult to wander around without clothes in London. എന്തുകൊണ്ടാണ് ആ വലിയ ഷോപ്പിൽ പോയിട്ട് മൂപ്പര് നൈസായിട്ട് കോട്ടും സൂട്ടും ജാക്കറ്റും ഒക്കെ എടുത്തിട്ടത്? because it was mid-winter season ആണ് and it was too cold, ഭയങ്കര തണുപ്പാണ്. സോ അങ്ങനെയുള്ള സമയത്ത് അക്കോർഡിംഗ് ടു ഗ്രിഫിനെ സംബന്ധിച്ചിട്ട് എന്താണ്, വിതൗട്ട് ക്ലോത്ത്സ് ലണ്ടനിൽ വാണ്ടർ ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇറ്റ് വാസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. തണുത്ത മനുഷ്യനിക്ക് ഡ്രസ്സ് ഇടാണ്ട് നടക്കാൻ പറ്റുമോ? നെഹി. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ഹി ഡിസൈഡഡ് ടു സ്ലിപ്പ് ഇൻ ടു എ ബിഗ് ലണ്ടൻ സ്റ്റോർ, വലിയൊരു സൂപ്പർ മാർക്കറ്റ്, വലിയൊരു ഷോപ്പിലേക്ക് എന്താണ് കയറണം എന്നുള്ളത് ആര് തീരുമാനിച്ചത്? നമ്മുടെ ഗ്രിഫിൻ തീരുമാനിച്ചത് അല്ലേ. അടുത്ത് നോക്കിയേ, വാട്ട് ഡിഡ് ഗ്രിഫിൻ ഡു ഇൻ ദ ഷോപ്പ് ഓഫ് എ തിയേറ്ററിക്കൽ കമ്പനി? അതിനുശേഷം ഗ്രിഫിൻ പോയിട്ട് നമ്മുടെ തിയേറ്ററിക്കൽ കമ്പനി പോയിട്ട് എന്താ ചെയ്തത് നോക്കിയേ. ശരിക്കും പേളിമാണി പോലെ ഉണ്ടെന്നോ എൻ്റെ സൗണ്ട് ഫുൾ അടച്ചിട്ടുണ്ടടാ. ഓൾറെഡി മിസ് എന്നല്ല പറഞ്ഞില്ല, മിസ്സിന് വോയിസ് ടെസ്റ്റ് ആണ്, മിസ്സിന് ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പം മാക്സിമം എന്ത് ചെയ്ത് ഇന്നലെ 2 hours നമ്മൾ കണ്ടിന്യൂസ് സംസാരിച്ചില്ലേ. നോക്ക്, വാട്ട് ഡിഡ് ഗ്രിഫിൻ ഡു ഇൻ ദ ഷോപ്പ് ഓഫ് എ തിയേറ്ററിക്കൽ കമ്പനി? എന്താണ് ചെയ്തത് ആളെ തിയേറ്ററിക്കൽ കമ്പനി പോയിട്ട്? എന്താ ചെയ്തത് തിയേറ്ററിക്കൽ കമ്പനി പോയിട്ട്? ദ സെക്കൻഡ് ടൈം ഗ്രിഫിൻ ട്രൈഡ് ടു സ്റ്റോക്ക് ഓഫ് എ തിയേറ്ററിക്കൽ കമ്പനി ഇൻ ദ ഹോപ്പ് ഓഫ് ഫൈൻഡിങ് നോട്ട് ഓൺലി ക്ലോത്ത്സ്, വെറും എന്ത് മാത്രം പോരാ, തുണി മാത്രം പോരാ, വെറും ജാക്കറ്റ് മാത്രം പോരാ, വെറും ജീൻസ് മാത്രം പോരാ, സംതിങ് എൽസ് ഹി വാണ്ട്, മറ്റെന്തൊക്കെയോ അദ്ദേഹത്തിന് വേണം. സംതിങ് ലൈക്ക് സൈഡ് വിസ്കേഴ്സ്, എന്താണ്, മീശ വേണം, ഫാൾസ് നോസ്, മൂക്ക് വേണം, നെക്സ്റ്റ് വൺ ബാൻഡേജസ്, ചുറ്റുന്ന ബാൻഡേജസ് വേണം, ഹാറ്റ്, തൊപ്പി വേണം, എറ്റ്സെട്ര. that would hide the empty space above his shoulders. എന്താണ് മൂപ്പര് ഈ ഷോൾഡറിൻ്റെ മേലുള്ള ഈ കഴുത്തൊക്കെ എന്താണ് കാലിയാലേ, അവിടെയൊക്കെ ചുറ്റാൻ ആളെന്ത് ചെയ്യരുത്, കാണരുത്. സോ കഴുത്തും തലയും എന്താ രണ്ട് വ്യത്യസ്തമായി നിൽക്കരുത്, ഡിഫറെൻ്റ് ആയി നിൽക്കരുത്. അപ്പോൾ മൂപ്പരൊക്കെ നൈസായിട്ട് എന്ത് വേണം, ഫ്രീ ആയിട്ട് തൊപ്പി വേണം, ഫ്രീ ആയിട്ട് കൂളിംഗ് ഗ്ലാസ് വേണം, ഫ്രീ ആയിട്ട് ബാൻഡേജ് വേണം, എല്ലാം ഫ്രീ, ഫുൾ ഓഫ് ഓസി മനുഷ്യരാണ് ആര്, ഗ്രിഫിൻ. സോ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം തിയേറ്ററിക്കൽ ഷോപ്പിൽ പോയത്. എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ, വാട്ട് ഡിഡ് ദ ഹോൾ സീ ഇൻ ദ സയൻറ്റിസ്റ്റ് റൂം? എന്താണ് അദ്ദേഹം കണ്ടത്, സയൻറ്റിസ്റ്റിൻ്റെ റൂമിൽ എന്താ കണ്ടത് നോക്ക്. At the door of the room was open and nobody appeared to be inside. ഡോർ തുറന്നിട്ടുണ്ട്, വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ ഒരു കുട്ടീനെ എന്ത് ചെയ്യുന്നില്ല, ഉള്ളിൽ നിന്ന് കാണുന്നില്ല. The halls entered the scientist room. അങ്ങനെ ഹാൾ എന്ത് ചെയ്യുന്നു, സയൻറ്റിസ്റ്റിൻ്റെ റൂമിലേക്ക് നിശബ്ദമായി കയറുന്നു.
they saw that the bed clothes were cold. അവർ കണ്ണു നോക്കുമ്പോൾ എന്താണ്, ബെഡിലുള്ള തുണിയൊക്കെ എന്താണ്, ആകെ നനഞ്ഞിട്ടുണ്ട്. ബെഡ് ക്ലോത്ത്സ് were cold, showing that the scientist must have been for some time. അതിന് ഓർക്ക് മനസ്സിൽ എന്താണ്, അങ്ങേര് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത്. he was there and stranger still. പക്ഷെ ഇപ്പോൾ സ്ട്രേഞ്ച് ആണ് കാര്യങ്ങൾ. the clothes and bandages that he always wore were laying about the room. oh my god, അയാൾ എപ്പോഴും ചുറ്റും കൊണ്ടിരുന്ന ആ ഒരു ബാൻഡേജും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എവിടെയുണ്ട്, അത് ആ റൂമിന് താഴെ നിൽക്കുന്നുണ്ട്. oh my god, എന്തോ നിഗൂഢത, ഫുൾ ഓഫ് നിഗൂഢത. സോ എന്താണ്, ബെഡ് ക്ലോത്ത്സ് എന്താണ്, നനഞ്ഞിട്ടുണ്ടായിരുന്നു, ബാൻഡേജും കാര്യങ്ങളും നിലത്തുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഇവർ മനസ്സിലാക്കുന്നത്. ആളെ പുള്ളിനാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഹി വാസ് നോട്ട് എനിവെയർ, അവിടെ പുള്ളിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. പുള്ളിൻ്റെ സാധനങ്ങൾ മൊത്തം എന്തുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ നോക്ക് നിങ്ങൾ. ഹൗ ഡിഡ് ദ വിസിബിൾ മാൻ ബിക്കം ഇൻവിസിബിൾ? എങ്ങനെയാണ് നമ്മുടെ വിസിബിൾ മാൻ ഇൻവിസിബിൾ ആയിട്ട് മാറിയത്? വാട്ട് ഡിഡ് ഹി ഡു ദെൻ? എന്താണ് അദ്ദേഹം ചെയ്തത്? ദ ഇൻവിസിബിൾ മാൻ ഗോട്ട് ആംഗ്രി വിത്ത് മിസസ് ഹാൾ for asking an explanation for the mysterious happenings and threw off all he was wearing on his head, so that he became a man without a head. Soon the constable Jaffers arrived to arrest him, but the invisible man threw off all his clothes to become invisible, and in the ensuing scuffle knocked Jaffers unconscious and escaped. Very good. എങ്ങനെയാണ് മൂപ്പർ വിസിബിൾ മാൻ ബിക്കം ഇൻവിസിബിൾ എങ്ങനെയാണ് ആയത്? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്താണുള്ള ബാൻഡേജുകൾ മുഴുവൻ എന്ത് ചെയ്താൽ മതി, റിമൂവ് ചെയ്താൽ മതി അല്ലേ. ദ ഇൻവിസിബിൾ മാൻ ഗോട്ട് ആംഗ്രി വിത്ത് മിസസ് ഹാൾ. മിസസ് ഹാളിനോട് എന്താണ് ഒടുക്കത്തെ ദേഷ്യത്തോട് ദേഷ്യം. ഫോർ ആസ്കിങ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ദ മിസ്റ്റീരിയസ് ഹാപ്പനിങ്സ്. അവിടെ ഉണ്ടായ നിഗൂഢതകളൊക്കെ ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ എന്താണ് മിസസ് ഹാളിനോട് ഗ്രിഫിനൊരു ദേഷ്യം, ക്രോധം, ടെററായില്ലേ അദ്ദേഹം. എന്ത് ചെയ്തു? What did he do? Threw off all he was wearing on his head, so that he became a man without a head. തലയിൽ ചുറ്റിയ മുഴുവൻ എന്ത് ചെയ്തു, അങ്ങ് അയച്ചു അല്ലേ. തലയിൽ ചുറ്റിയത് ഫുള്ള്, ബാൻഡേജ് ഫുൾ എന്ത് ചെയ്തു, he removed. എന്തായി? തലയില്ലാത്ത മനുഷ്യൻ. തലയില്ലാത്ത മനുഷ്യനായി ആര്? നമ്മുടെ ഗ്രിഫിൻ. നൗ ബട്ട് ദ ഇൻവിസിബിൾ മാൻ ത്രീ ഓഫ് ഓൾ ഹിസ് ക്ലോത്ത്സ്. എഗെയിൻ എന്താണ്, നമ്മുടെ കോൺസ്റ്റബിൾ വരുന്നു, നമ്മുടെ ജാഫർ വരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു, തലയില്ലാത്തതിന് പകരം എന്ത് ചെയ്തു, മേലുള്ള ഫുൾ സാധനങ്ങൾ എന്ത് ചെയ്തു, അങ്ങ് അഴിച്ചു മാറ്റി വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്തായി? ഹി വാസ് ദ വിസിബിൾ മാൻ ബിക്കെയിം ഇൻവിസിബിൾ. വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രിഫിൻ എന്ത് ചെയ്തു, ഒരു സമയം കൊണ്ട്, ഒരു മൊമെന്റിൽ ഇൻവിസിബിൾ ആയിട്ട് മാറി. ആൻഡ് അവസാനം എന്താ ഉണ്ടായത്? ജാഫറിന്റെ തലക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട്. ജാഫറിന്റെ അൽബോധം പോകുന്നു. ജാഫർ ഹി വാസ് എന്താണ്, അൺകോൺഷ്യസ്. ആൻഡ് ആര് എസ്കേപ്പായി? നമ്മുടെ ഇദ്ദേഹം എസ്കേപ്പായി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ക്ലാസ്സിൻ്റെ അല്ല, ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല ആക്ടിവിറ്റീസ് വളരെ സ്ട്രേഞ്ച് ആയതുകൊണ്ട് മിസ്സിസ് ഹാൾ എന്ത് ചെയ്തു, ഷീ വാണ്ടഡ് ടു ഗെറ്റ് എൻ എക്സ്പ്ലനേഷൻ. അവർക്ക് എക്സ്പ്ലനേഷൻ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേഷ്യം. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പാഠത്തിൽ, മിസ്റ്റർ ഗ്രിഫിൻ എന്താണ്, വെരി വെരി ആംഗ്രി. ഹി വാസ് എന്താണ്, വെരി ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്. സോ ദാറ്റ് ഈസ് വൈ whenever she asked him question, she questioned him, he got angry. അദ്ദേഹം എന്തായി, ആള് ഭയങ്കര ദേഷ്യം. And at last what did he do? He removed the bandages and he became എന്താണ്, a man without head. തലയില്ലാത്ത മനുഷ്യനായി. After that, who entered to the scene? The constable, the police. And when the constable came, what was the only way for Griffin? അവിടെ അവശേഷിച്ചിട്ടുള്ള ഒരേ ഒരു വഴി എന്താ ഗ്രിഫിനെ രക്ഷപ്പെടാനാ? to remove everything. അങ്ങനെ എന്താണ്, he removed his jacket, he removed his shirt, he removed his tie, he removed the bandages. And after and class, what is happening here? The invisible man became എന്താണ്, the visible man became എന്താണ്, invisible. ലാസ്റ്റ് എന്ത് ചെയ്തു, അദ്ദേഹം രക്ഷപ്പെടാനുണ്ടായത് അല്ലേ. ഓക്കെ, അതിലുണ്ടായത്. യെസ്. Next one. Describe the landlord and his wife experience with a strange scientist. ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, കുറച്ചും കൂടി എന്താണ്, ലോങ് ആൻസർ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്കിവിടെ എങ്ങനെ എഴുതും നമ്മൾ. Both Mrs. Hall and her husband were surprised to find the scientist's room door open, because normally it was always locked. First point എന്താണ്, ഗ്രിഫിൻ്റെ റൂം എന്തായിരുന്നു, ഇറ്റ് വാസ് ഓൾവേസ് ലോക്ക്ഡ് ആയിരുന്നു. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നിട്ടത്. അങ്ങനെ തന്നെ എന്താണ്, അവർ സർപ്രൈസ്ഡ് ആയി. സോ ദ പീപ്ഡ് ഇൻ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഉള്ളിലേക്ക് എത്തി നോക്കിയില്ലേ. ബട്ട് found nobody there. പക്ഷെ അവിടെ എന്തില്ല, ആരുമില്ല. The clothes and bandages that he always wore were laying about the room.
അദ്ദേഹത്തിൻ്റെ ബാൻഡേജ് എന്തുണ്ട്, അദ്ദേഹം എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബാൻഡേജ് എന്തുണ്ട്, അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. Now suddenly Mrs. Hall heard a sniff close to her ear and the hat on the bedspot leapt upon and dashed itself into her face. അപ്പോൾ അവരിങ്ങ് നിൽക്കുന്ന സമയത്ത് എന്ത് അവർ ചെവിൻ്റെ അടുത്ത് എന്ത് കേൾക്കുന്നുണ്ട്, ഒരു സ്നിഫ്, ഒരു ശ്വാസം ഇങ്ങനെ വലിക്കുന്ന ശബ്ദം കേട്ടു. അത് ആരാന്നൊന്ന് ശ്രദ്ധിക്കുമ്പോഴേക്കും എന്ത് ചെയ്തു, മുന്നിൽ ബെഡിൻ്റെ അവിടെ അറ്റത്തുണ്ടായിരുന്ന ആ ഒരു തൊപ്പി എന്താണ് നേരെ വന്നൊരു അറ്റടി ആരെ മുഖത്ത്, നമ്മുടെ മിസ്സിസ് ഹോളിൻ്റെ മുഖത്തിലെ. Then the bedroom chair sprang into the air. Then the bedroom chair sprang into the air and pushed them both out of the room. Then appeared to slam and lock the door after them. അടിച്ച് തച്ച് പുറത്താക്കി രണ്ടുപേരും. Now Mrs. Hall became hysterical and almost fell down the stairs. എന്താണ്, she was shocked, she got scared. ആള് പേടിച്ച് എന്ത് ചെയ്ത്, ഏണി മുഴുവൻ എന്ത് ചെയ്തു, ശടപടയെന്ന് എന്ത് ചെയ്തു, ഏണി വന്ന് വീണ്. She thought that her furniture was haunted. അവരെന്താ വിചാരിച്ചത്, അവരുടെ ഫേർണിച്ചറിന് എന്തുണ്ട്, പ്രേതബാധ കൂടി വിചാരിച്ചില്ലേ. They decided to confront the scientist next time when they met him. അവരെന്ത് തീരുമാനിച്ചു, അടുത്ത പ്രാവശ്യം ഇയാൾ നേരിട്ട് കാണട്ടെ, എന്ത് ചെയ്യും, നേരിട്ട് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രേതബാധ ആർക്കാ, കസേരയ്ക്ക്. ഓക്കെ, now next one ഏതാടാ, ഓക്കെ ആണോ? എടാ ഈ രണ്ട് ചാപ്റ്റേഴ്സ്, ലവ് ഫ്രം ഖത്തർ, QA, താങ്ക് യു സോ മച്ച്. വൺസ് ഐ കെയിം ടു ഖത്തർ, ഞാൻ വന്നിട്ടുണ്ട്. നോക്കട്ടെ മക്കളെ, നമ്മളെന്താ എഴുതേണ്ടത്, നിങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എപ്പോഴും രണ്ട് ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് ചോദിക്കാം, രണ്ട് ചാപ്റ്റേഴ്സിൻ്റെ എന്തായിരിക്കും തീം, എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അതാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ആദ്യം എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാരഗ്രാഫിൽ ആദ്യത്തെ പാഠത്തെക്കുറിച്ച് വാട്ട് ഡിഡ് യു ലേൺ, വാട്ട് ഈസ് ദ തീം ഓഫ് ദാറ്റ് ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ തീം എന്താണോ അതെഴുതാം. ഓക്കെ, ഇപ്പം നമ്മൾ നെൽസൺ മണ്ടേലിൻ്റെ അവിടെ ഒരാൾ ചോദിച്ചു ലോങ് വാക്ക് ടു ഫ്രീഡമാണ് അല്ലേ, അതിന് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആഫ്രിക്കക്കാരെ ബ്രിട്ടീഷുകാരെ ഭരിക്കുന്ന സമയത്ത് അവരെ യൂസ് ചെയ്തതിനെ കുറിച്ച്, ബ്രൂട്ടലായിട്ട് എന്താണ് അവരെ ക്രൂരമായി മർദ്ദിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മെൻഷൻ ചെയ്യാം. ദ ട്രീസിലേക്ക് പിന്നെ ഒരാൾ ചോദിച്ചു, ട്രീസും ലോങ് വാക്ക് ടു ഫ്രീഡം, ട്രീസിന് പറയുന്ന സമയത്ത് നമ്മളതെങ്ങനെ പറയും, നമുക്കതെങ്ങനെ കണക്ട് ചെയ്യാം. ട്രീസും എന്താണ്, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കതെങ്ങനെ കണക്ട് ചെയ്യാം, എ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അവിടെയും എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇതേപോലെ തന്നെ ആൻ ഫ്രാങ്കിൻ്റെ ചാപ്റ്റർ വന്ന് നമുക്ക് കണക്ട് ചെയ്തൂടെ, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, മെസാക്കർ, കൂട്ടക്കൊല. ഓക്കെ, ആ ഒരു പൊളിറ്റിക്കൽ എന്താണ്, ആ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, സുപ്രീമസി, അന്നത്തെ ആളുകളുടെ ഭരിക്കുന്ന ആ ഒരു സമയത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ സുപ്രീമസിയും അവരുടെ ഭരണത്തിലുണ്ടാകുന്ന പോരായ്മകൾ, ഈ 3 ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം, ഒരു പ്രശ്നവുമില്ല. അമാൻഡ, ടൈഗർ ആൻഡ് ദ സൂ കണക്ട് ചെയ്ത് ചോദിക്കുക വിചാരിക്കുക, അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അമാൻഡ ഷീസ് എന്താണ് ആങ്ക്രി ബട്ട് ഷീ കനോട്ട് എന്താണ് റെസിസ്റ്റ്, ആ കുട്ടിക്ക് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യാനുള്ള വഴിയില്ല. ഷീ ഹാസ് ടു ഒബേ ഹർ കമാൻഡ്, ദാറ്റ് ഈസ് വൈ എന്താണ് അവൾ എന്താണ്, ഷീ ഡസൻറ്റ് സേ എനിത്തിങ്, ഷീ ഡസൻറ്റ് ഷൗട്ട്, ഷീ ഡസൻറ്റ് ടോക്ക്. അപ്പോൾ അവൾ എന്ത് ചെയ്യും, ഇങ്ങനെ തലയും താത്തി മൂടിയായിട്ടിരിക്കും. അതേസമയം വാൾ ദ ടൈഗർ ഓൾസോ ഹീസ് ആങ്ക്രി, ടൈഗറിനും എന്താണ് ദേഷ്യമാണ്, ബിക്കോസ് എന്താണ് റിയാലിറ്റി എന്താണ്, അതല്ല ടൈഗറിൻ്റെ റിയാലിറ്റി എന്താണ്, ഫോറസ്റ്റ്, കാടാണ്. ഓക്കെ, അപ്പോൾ ടൈഗറും എന്താണ് അമാൻഡ പോലെ തന്നെ എന്താണ് ലോക്ക്ഡ് ആണ്, കേജിലാണ്. അപ്പോൾ എന്താണ് വിസിറ്റേഴ്സിനെ നോക്കുന്നില്ല, വൈ, ബിക്കോസ് ഹി ഡസൻറ്റ് വാണ്ട് ടു ലുക്ക് അറ്റ് ദ വിസിറ്റേഴ്സ്, ബിക്കോസ് എന്താണ് ഹീസ് നോട്ട് ഹാപ്പി അല്ല. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു കുട്ടി, എന്താണ് കണക്ട് ചെയ്യുമ്പോൾ ആൻസർ പാരഗ്രാഫ് ആക്കണോ, യെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക,
പാരഗ്രാഫ് ആക്കി എഴുതാം. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു അമാൻറ്റും ടൈഗറും, അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ടൈഗറിനും എന്തുണ്ട്, ദേഷ്യമുണ്ട്. ടൈഗർ എന്ത് ചെയ്യാണ്, ദേഷ്യം ഉള്ളിൽ ഒതുക്കി എന്താണ് ആ ഒരു ദേഷ്യം റേജ് എന്ന് നമ്മൾ പറഞ്ഞു അടിച്ചമർത്തി നടക്കുകയാണ്. സെയിം ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചോദിക്കും. മനസ്സിലായോ? ഓക്കെ. ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റും അതേപോലെ നേരെ മറിച്ച് തീഫ് സ്റ്റോറി എന്താ, രണ്ടും രണ്ടാണ്. തീഫ് സ്റ്റോറിയിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്, നമ്മൾ അനിൽ എന്താണ് ഹരിയെ സപ്പോർട്ട് ചെയ്ത സമയത്ത് ലവ് ആൻഡ് എഫെക്ഷൻ എന്ത് ചെയ്തു, അവനെ മാറ്റിമറിച്ചു. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റിൽ എന്താണ്, അയാൾ വിശ്വസിച്ചെങ്കിൽ കൂടി എന്ത് ചെയ്തു, ആ ലേഡി നൈസായിട്ട് പറ്റിച്ചു പോയി. അപ്പോൾ അത് രണ്ട് കോൺട്രാസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് എന്ന് പറയാം, ഈ കമ്പാരിസൺ ചെയ്തിട്ടുള്ള ചാപ്റ്റർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. രണ്ട് ചാപ്റ്ററിൻ്റെ തീം ആലോചിക്കാം. ഓക്കെ. രണ്ട് ചാപ്റ്ററിൻ്റെ തീം ആലോചിച്ച് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് രണ്ട് ചാപ്റ്ററിനെ കുറിച്ചും പാരഗ്രാഫാക്കി എന്ത് ചെയ്യുക, യു ഗൈസ് റൈറ്റ്. ഓക്കെ. ഓക്കെ അല്ലേ? ഓല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഗ്രാമർ രാത്രിയാണ് നമ്മൾ എടുക്കാം. ഗ്രാമർ റൈറ്റിംഗ് രാത്രി മാരത്തോണിൽ എടുക്കും കേട്ടോ. നൗ ഇനി ഇവിടെ നോക്കി നിങ്ങൾ, ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്. ഓക്കെ. കൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് ഏതാണ്? കൺവെർസേഷൻ ചെയ്യാം. കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് അല്ലേ? വെയിറ്റ്, വിൽ ഡു, ഡോണ്ട് വറി. നോക്കുക. അപ്പോൾ കമ്പാരിസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുക. ആക്ച്വലി കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് എന്താ വളരെ നല്ലതാണ്. അത് നമുക്ക് ചാപ്റ്ററിൻ്റെ ഇഫ് വി നോ ദ തീം ഓഫ് ദ ചാപ്റ്റർ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമുക്ക് അറ്റ് എ ടൈം എന്താണ് വളരെ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറ്റാവുന്നതാണ് എന്ത്, ഈ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ്. സോ പ്ലീസ് ഡോണ്ട് എന്താണ് ഗെറ്റ് ടെൻസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ. അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതി ഉണ്ടാവും. ഓക്കെ. ഓരോ ലക്ഷ്യം ഉണ്ടാവും, എന്തിനാണ് ആ ചോദ്യം എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ. നോക്കൂടെ. നെക്സ്റ്റ് ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് വി മേ ഫീൽ എന്താണ് എ ബിറ്റ് ബോർഡിലെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കൂടി എന്താണ് ചാപ്റ്റർ നല്ല ചാപ്റ്റർ ആണ്. നോക്കിയുടെ മക്കളെ, കമന്റ് ഓൺ ദ റോൾ പ്ലേഡ് റിച്ചാർഡ്സ് മദർ ഇൻ ഹിസ് സക്സസ്. ഒരു പ്രാവശ്യം ചോദിച്ചത് അങ്ങനെയാണ്. അടുത്ത പ്രാവശ്യം ഹൗ ഡിഡ് എബ്രൈസ് മദർ ഹെൽപ്പ് ഹിം ഇൻ ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. എങ്ങനെയാണ് സയൻറ്റിസ്റ്റ് ആകുന്നതിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്വാധീനം എന്ന് പറയുന്നത് നേരെ മാറ്റി ചോദിച്ചു. ഓക്കെ. നോക്കിവിടെ എങ്ങനെയാണ്, ഇത് ഷോർട്ട് ആൻസർ ആണ്. ലോങ് ആൻസറും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. വെയിറ്റ്, റിച്ചാർഡ്സ് മദർ മേഡ് റിച്ചാർഡ് ദ സെന്റർ ഓഫ് ഹർ ലൈഫ്. റിച്ചാർഡ് അമ്മയെ സംബന്ധിച്ച് എന്താണ്, അവരുടെ കുഞ്ഞെന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് എന്താണ് അവരുടെ ജീവിതം തന്നെ എന്താണ് റിച്ചാർഡ് ആയിരുന്നു. അത് ഏത് അമ്മനെ സംബന്ധിച്ചു അങ്ങനെ തന്നെ. ഫോർ മീ എന്താണ്, മൈ കിഡ്സ് ആർ മൈ ലൈഫ്. എൻ്റെ ജീവിതം എന്താണ്, എൻ്റെ മക്കളല്ലേ. അതേപോലെ ഏത് അമ്മയെ സംബന്ധിച്ച് എന്തായിരിക്കും, കിഡ്സ് തന്നെ ആയിരിക്കും ദിയർ ലൈഫ്. സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്, കേന്ദ്രം, സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, അവർ തന്നെയായിരിക്കും. ഷീ വുഡ് ബൈ മൈക്രോസ്കോപ്സ്. അപ്പോൾ അവരെന്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്, മൈക്രോസ്കോപ്സ് വാങ്ങിക്കൊടുക്കാറുണ്ട്, ടെലിസ്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ബുക്സ് ഫോർ ഹിം, അവർ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഷീ അറേഞ്ച്ഡ് ട്രിപ്സ് ഫോർ ഹിം ആൻഡ് വുഡ് ഓൾസോ പ്രിപ്പയർ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ഹിം. ചെറിയ കുഞ്ഞു ട്രിപ്പുകൾ എന്ത് ചെയ്യും, അവന് വേണ്ടി പ്ലാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഫോർ ഹിം, അതായത് എന്താണ് അവരൊരു കൊഗ്നിറ്റീവ് റിലേറ്റഡ്, അവൻ്റെ ബുദ്ധി ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പല എന്താണ് ഡിഫിക്കൽട്ട് ടാസ്കുകളും എന്ത് ചെയ്യും അവന് കൊടുക്കാറുണ്ട്. This everything helped him to learn a lot. ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. Now, the next one it is, how did the travels of Monarch X prove a turning point in his life? എങ്ങനെയാണ് the travel of Monarch X എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, റിച്ചാർഡ് വാസ് ബോർഡ് വിത്ത് കളക്ടിങ് ബട്ടർഫ്ലൈ. ഒരു സമയമായപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ റിച്ചാർഡിന് ബട്ടർഫ്ലൈസ് കളക്ട് ചെയ്ത് എന്ത് ചെയ്തു, ഹി വാസ് ബോർഡ്, അവന് മടുപ്പായി. ഓക്കെ. ബട്ടർഫ്ലൈസ് മാത്രം കളക്ട് എന്ത് ചെയ്തു, ആൾക്ക് മടുപ്പായി. അറ്റ് ദിസ് ടൈം, ആ ഒരു സമയത്താണ് ഹിസ് മദർ ഗോട്ട് ദ ബുക്ക് ദ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എക്സ്. ആ സമയത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഈ ബുക്ക് കിട്ടുന്നത്. ഓക്കെ. നൗ ആഫ്റ്റർ റീഡിങ് ദ ബുക്ക്, ആ ബുക്ക് വായിച്ചതിന് ശേഷം ഹി സ്റ്റഡീഡ് ദ മൈഗ്രേഷൻ ഓഫ് ബട്ടർഫ്ലൈ. അതിനുശേഷം അവൻ എന്തിനെ കുറിച്ച് അറിയുന്നത്, ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യും, ദേ മൈഗ്രേറ്റ്, അവർ മൈഗ്രേറ്റ് ചെയ്യും. ഇറ്റ് ഓപ്പൺഡ് ദ വേൾഡ് ഓഫ് സയൻസ് ടു ഹിം. അപ്പോൾ ഈ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ എന്താണ് വായിച്ചപ്പോൾ ഇറ്റ് ഓപ്പൺഡ്, അവൻ്റെ മുന്നിൽ എന്താണ് ഒരു വലിയൊരു ലോകം തന്നെ എന്ത് ചെയ്ത് അവൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു.
ഓക്കെ, ഒരു വലിയൊരു ലോകം തന്നെ എന്താണ് അവൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടു. സയൻസ്, വേൾഡ് ഓഫ് ക്യൂരിയോസിറ്റി. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. സയൻസ് ഭയങ്കര നമ്മളിങ്ങനെ അതിശയത്തിൻ്റെ മുനമ്പിൽ നിർത്തും. നമ്മൾ ഈ ഗാലക്സി കാര്യങ്ങൾ എന്തിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താ നമ്മളിങ്ങനെ കൊണ്ടുപോയി എന്താണ് എക്സൈറ്റ്മെൻറ്റിൻ്റെ മുനമ്പിൽ കൊണ്ടുപോയി നിർത്തും അല്ലേ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റിച്ചാർഡ്സ് പ്രൊജക്ട് ഓൺ ദ പർപ്പസ് ഓഫ് ദ 12 tiny gold spots on a monarch pupa was highly valuable in 2 ways. നമുക്കറിയാം അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഈ 12 ടൈനി ഗോൾഡ് സ്പോട്ട്, ആ 12 ഗോൾഡ് കളറുള്ള സ്പോട്ട്, അതെന്താണ് ഈ പ്രൂവ്ഡ് അല്ലേ. ഓൺ എ മൊണാർക്ക് പേപ്പർ വാസ് ഹൈലി വാല്യുബിൾ ഇൻ 2 ways. അത് 2 രീതിയിലാണിത് വാല്യുബിൾ. ലിസ്റ്റ് ദ 2 ways. ആ 2 ways എന്ത് ചെയ്യണം? നമ്മൾ ലിസ്റ്റ് ചെയ്യണം. എനിക്കിപ്പോൾ മറ്റേ പ്രൈമറി കണ്ടിന്യൂഷൻ മറ്റേ എന്താണ് ഓൻ്റെ ജസ്റ്റ് കിഡിങ് ഇല്ലേ, അയ്യോ ഈ വല്ലതും ആവാത്ത ജസ്റ്റ് കിഡിങ്, അത് ഓർമ്മ വരും. ലിസ്റ്റ് ദ 2 ways. ഏതാണ് ആ 2 രീതി എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? Now, this project had a huge impact. ആ ഒരു പ്രൊജക്റ്റിന് എന്തുണ്ടായിരുന്നു? വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത നോക്കി ഇവിടെ. ഫസ്റ്റ് he discovered a hormone that was necessary for the growth of the pupa. ആദ്യം അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? ആക്ച്വലി അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? അതിൻ്റെ ഹോർമോൺ എന്തുണ്ട് അവിടെ? ആ ഒരു പ്യൂപ്പയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നെസസറി ഹോർമോൺ ആണെന്നുള്ളത് എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടുപിടിച്ചു. സെക്കൻഡ്ലി ഹി ഗോട്ട് എ ചാൻസ് ടു വർക്ക് അറ്റ് എ ഫേമസ് ലബോറട്ടറി. ഈ ഒരു സംഭവ വികാസം അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതുണ്ടായ ഒരു ബെനിഫിറ്റ് എന്താണ്? അദ്ദേഹത്തിന് വലിയൊരു ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ലാബിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇതും വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് വളരെ വലിയ 2 നേട്ടമാണ്. ആ 2 കാര്യം എന്താണ് മറന്നു പോകരുത്. അടുത്ത് നോക്കിയേ. മെൻഷൻ എനി 2 ഓഫ് ഇബ്രൈറ്റ്സ് കോൺട്രിബ്യൂഷൻസ് ടു ദ വേൾഡ് ഓഫ് സയൻസ്. ഇമ്പോർട്ടൻറ്റ്. സയൻസിൻ്റെ ലോകത്തേക്ക്, ശാസ്ത്ര ലോകത്തിന്, വേൾഡ് ഓഫ് സയൻസിന് ഡോക്ടർ ഇബ്രൈറ്റിൻ്റെ 2 കോൺട്രിബ്യൂഷനാണ് ചോദിച്ചത്. ഹൗ ക്യാൻ വി റൈറ്റ്? വാട്ട് ക്യാൻ വി റൈറ്റ്? എന്തെഴുതാം നമുക്ക്? Ebright discovered a hormone that was necessary for the growth of a butterfly. ഫസ്റ്റ് ആണ് ഒരു ബട്ടർഫ്ലൈൻ്റെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഹിസ് അതർ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ പ്രൂവ്ഡ് ടു ബി ഹിസ് സ്റ്റഡി ഓഫ് ഹൗ സെൽസ് റേറ്റ് ദിയർ DNA. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? പ്രൂവ് ടു ബി ഹിസ് സ്റ്റഡി ഓഫ് ഹൗ സെൽസ്, എങ്ങനെയാണ് കോശങ്ങൾ റീഡ് ദ DNA, അവിടെ DNA എന്ത് ചെയ്യുന്നത്? റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കോൺട്രിബ്യൂഷനും, ഒന്ന് ഗ്രോത്ത് ഹോർമോണും അതേപോലെ തന്നെ സെൽസ് ക്യാൻ റീഡ് ദ DNA, ഈ 2ഉം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? എൻ്റെ പേരറിയില്ല, എൻ്റെ പേരറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. എൻ്റെ പേര് അൻവറ തെക്കോത്ത്, അതെനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കി ഇവിടെ നോക്കിയേ. ഹോബീസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വൺസ് ലൈഫ്. ഇലോബറേറ്റ് ദിസ് വിത്ത് റെഫറൻസ് ടു ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്. നിങ്ങൾ ചോദിക്കുന്നത് എവിടെ മിസ്സേ ചാപ്റ്ററിൻ്റെ റെഫർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെയെന്ന്. എങ്ങനെയാണ് ഹോബീസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വൺസ് ലൈഫ്? ഒരാളുടെ ജീവിതത്തിൽ ഹോബീസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അതൊരു വ്യക്തിയുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഹോബീസ് നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ ഉണ്ടാക്കുന്നത്? നോക്കിയേ. റിച്ചാർഡ് ഇബ്രൈറ്റ് സ്റ്റാർട്ടഡ് കളക്ടിങ് ബട്ടർഫ്ലൈസ് ആസ് എ ഹോബി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് എന്താണ്? ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദിസ് ലെറ്റ് ഹിം ടു റിസർച്ച് ആൻഡ് ഡിസ്കവർ മെനി തിങ്സ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തെ എന്തിലേക്ക് നയിച്ചത്? ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങൾ എന്താണ് റിയലൈസ് ചെയ്യാനും. അൻവറ തെടക്കോടല്ല, തെക്കോ എന്താണത്? അൻവറ. Okay, now this led him to research and discover many things. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹത്തെ എന്തിലേക്ക് കൊണ്ടുവന്നത്? റിസർച്ചിലേക്ക് കൊണ്ടുവന്നത്. ഹെൻസ് ഹോബീസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ വൺസ് ലൈഫ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഒരാളുടെ ലൈഫിൽ എന്താണ് ഹോബീസിന് എന്തുണ്ട്? വലിയ റോൾ തന്നെയുണ്ട്. വാട്ട് വെർ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ഇൻ മേക്കിംഗ് ഇബ്രൈറ്റ് എ സയൻറ്റിസ്റ്റ്? എന്തെല്ലാമാണ് ഫാക്ടേഴ്സ്? നോക്കൂ. വിച്ച് കോൺട്രിബ്യൂട്ടഡ് ഇൻ മേക്കിംഗ് ഇബ്രൈറ്റ് എ സയൻറ്റിസ്റ്റ്? ഒരു സയൻറ്റിസ്റ്റ് ആകുന്ന deliberate contribution എന്താണ്? നോക്ക്. 3 qualities of Ebright which contributed were: first, right mind, a sense of curiosity, a will to win for the right reason. 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, right mind. Next one, a sense of curiosity, will to win for the right reason. ഈ 3 ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്ക്. നിങ്ങൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
മനസ്സിലായോ? ഹാർഡ് ചാപ്റ്റർ അല്ല, ഈസിയാണ്. നമ്മൾ ടെക്സ്റ്റ് ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ഹാർഡായിട്ട് തോന്നും, പക്ഷേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് വി ഡോണ്ട് ഫീൽ അങ്ങനെ തോന്നില്ല നമുക്ക്. നോക്ക്, റിച്ചാർഡ്സ് മദർ ഹാഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഹിം. ഡിസ്കസ് ദ റോൾ ഓഫ് ഇബ്രൈറ്റ്സ് മദർ ഇൻ മേക്കിംഗ് എ സയൻറ്റിസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ, റിച്ചാർഡ് ഇബ്രൈറ്റ് ഡിസ്പ്ലേഡ് എ വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റി. ഡു യു എഗ്രി? ദിസ് ഈസ് അബൌട്ട് ഹിസ് ക്യാരക്ടർ. ഇദ്ദേഹത്തിന് ക്യാരക്ടർ സ്കെച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്നലെ ആൻ ഫ്രാങ്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വേറെ ഒരാൾ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആൻ ഫ്രാങ്കിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ വേറൊരാളതും. ഇവിടെ നോക്ക്, റിച്ചാർഡ് ഇബ്രൈറ്റ് ഡിസ്പ്ലേഡ് എ വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത്. ഓക്കെ, എലിസിഡേറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഗിവൺ ടെക്സ്റ്റ്. നോക്ക്, ഇവിടെ റിച്ചാർഡ് ജീനിയസ് വാസ് ഒബ്വിയസ് ബൈ ദ ടൈം ഹി വാസ് ഇൻ ഹിസ് സെക്കൻഡ് ഗ്രേഡ്. ഭയങ്കര ബുദ്ധിമാനായിരുന്നു. 2ാമത്തെ ക്ലാസ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് തെളിയിച്ചിട്ടുമുണ്ട്. ഹി മാനേജ് ടു കളക്ട് ഓൾ 25. മുഴുവൻ മാർക്ക് എന്ത് ചെയ്യും? നൈസായിട്ട് ആൾ വാങ്ങുമായിരുന്നു. സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് അറൌണ്ട് ഹിസ് ഹോം ടൗൺ ആൻഡ് ക്ലാസിഫൈ ദം. നോക്ക്, ഇങ്ങനെ നോക്കണേ, അതങ്ങനെയല്ല. മാർക്കിൻ്റെ ഇറ്റ്സ് നോട്ട് അബൌട്ട് മാർക്ക്, ഇറ്റ്സ് അബൌട്ട് ബട്ടർഫ്ലൈ. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുള്ള ആ ഒരു 25 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹം കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഏബിൾ ടു ക്ലാസിഫൈ ദാറ്റ് ടു. അയാൾക്ക് എന്തിനും കൂടി പറ്റും? അത് ക്ലാസിഫൈ ചെയ്യാൻ കൂടി പറ്റുമായിരുന്നു. ഹി ഓൾസോ ലവ് ടു കളക്ട് കോയിൻസ്, ഫോസിൽസ് ആൻഡ് റോക്സ്. അതേപോലെ തന്നെ ഫോസിൽസ്, റോക്സ്, കല്ലുകൾ, ഇതൊക്കെ കളക്ട് ചെയ്യാൻ ആർക്ക് ഇഷ്ടമായിരുന്നു? റിച്ചാർഡിന് ഇഷ്ടമായിരുന്നു. സയൻസ് വാസ് നോട്ട് ഹിസ് ഓൺലി പാഷൻ. സയൻസ് മാത്രമല്ല എന്ത് റിച്ചാർഡിൻ്റെ പാഷൻ എന്ന് പറയുന്നത്. He was an active member of his school oratory club and Model United Nations club and was effective debater and a public speaker. അപ്പോൾ സയൻസ് മാത്രമല്ല, അദ്ദേഹത്തിന് എന്തുണ്ട്? ലാംഗ്വേജിൽ എന്തുണ്ട്? വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആർട്ടിലും അദ്ദേഹം നല്ലോണം വായിക്കുന്ന ആളാണ്, നല്ലോണം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? ഒരു ഫിലോസഫിക്കൽ പേഴ്സൺ കൂടിയാണ്. ഹി ലവ്ഡ് ഫോട്ടോഗ്രാഫി. അതും കൂടിയല്ല, ഫോട്ടോഗ്രാഫി എന്താണ്? ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹി വാസ് an enthusiastic canoeist and an all-round outdoor person. Learning was easy for him, so he found it simple to devote time and energy to many other interests. He became a champion in whatever he did. Appa he was a good teacher, he was a scientist, he was a philosopher, he was a speaker, he was a debater, he was എന്താണ് ഒരു ഗുഡ് ഫോട്ടോഗ്രാഫർ. ഒരുപാട് എന്തുണ്ട്? ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക് അടുത്തത്. ഹി ബിലീവ്ഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ ടു വിൻ. എന്താണ്? എപ്പോഴും ജയിക്കാനുള്ള കോമ്പറ്റീഷൻ ആൾക്ക് എന്താണ്? ഭയങ്കര താല്പര്യം. ബട്ട് ഹി ഡിഡ് നോട്ട് വിഷ് ടു ഡിഫീറ്റ് അതേഴ്സ് ജസ്റ്റ് ടു വിൻ. പക്ഷെ എന്തില്ല, ജയിക്കാൻ വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യില്ല? നൈസായിട്ട് പോയിട്ട് ഡിഫീറ്റ് ചെയ്യില്ല, പരാജയപ്പെടുത്തില്ല, അങ്ങനെയല്ല. ഹി വാണ്ടഡ് ടു വിൻ ടു ഡു ഹിസ് ബെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ജയിക്കണം. ദിസ് ഹി ഡിസ്പ്ലേഡ് എ വെൽ ടൗണ്ടഡ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെയർ പേഴ്സണാലിറ്റി, ഒരു റെബൽ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. സോ ഹി വാസ് എ ഗുഡ് കോമ്പറ്റീറ്റർ. ഹി ഓൾവേസ് വാണ്ടഡ് ടു ഡു ഹിസ് ബെസ്റ്റ്. ഹി വാസ് എ ഗുഡ് ഫോട്ടോഗ്രാഫർ. ഹി വാസ് എ സയൻറ്റിസ്റ്റ്. ഹി വാസ് എന്താണ്? എ ഗുഡ് ടീച്ചർ. ഹി വാസ് എ ഗുഡ് സ്പീക്കർ. ഹി വാസ് എ റീഡർ. ഹി വാസ് എന്താണ്? എ ഡിബേറ്റർ. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. എപ്പോഴും കോമ്പറ്റീറ്റ് ചെയ്യാൻ, മത്സരിക്കാൻ എന്താണ് മിസ്റ്റർ റിച്ചാർഡിന് എപ്പോഴും എന്താണ്? ഹി വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? മറ്റുള്ളവർ അദ്ദേഹം എന്ത് ചെയ്യില്ല? ദ്രോഹിച്ചിട്ട് പോയിട്ട് ജയിക്കാറില്ല. വാട്ട് ഡിഡ് ഹി ഡു? ഹി ഡിഡ് ഹിസ് ബെസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അദ്ദേഹം ജയിക്കാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. നല്ല മെസ്സേജസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ, വാട്ട് ആർ ദ വാല്യൂസ് റിക്വയർഡ് ടു ബിക്കം എ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റ് ലൈക്ക് റിച്ചാർഡ് ഇബ്രൈറ്റ്? റിച്ചാർഡ് ഇബ്രൈറ്റിനെ പോലെ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റ് ആവാനുള്ള എന്തെല്ലാം വാല്യൂസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? നോക്കിയേ, ക്യൂരിയോസിറ്റി ടു നോ മോർ, എ മോട്ടിവേഷൻ ടു ഫൈൻഡ് റീസൺ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് എനിത്തിങ് ഓർ എനി ഫിനോമിന ആർ നെസസറി ഫോർ ബിക്കമിങ് എ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റ്. ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്ത് വേണം? പഠിക്കണം. കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുമുള്ള മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം എന്നവിടെ പറയുന്നത്. നൗ നെക്സ്റ്റ് വന്ന് നോക്കിയേ, ദ urge ടു നോ മോർ ഡെവലപ്സ് എ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ഇൻ എ പേഴ്സൺ. urge ടു നോ മോർ, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ത്വര, നമ്മൾ മലയാളത്തിൽ പറയുക താല്പര്യം, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയും. അത് കൂടുതൽ എന്ത് ചെയ്യും? ആ ആളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും? വളർത്തും. സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്, അയാളുടെ സ്കിൽ എന്ത് ചെയ്യും? ഉയർത്തും.
മൊത്തം എന്നാണ് പറയുന്നത് at a very young age. ചെറുപ്പത്തിൽ മുതൽ എന്താണ് April became competitive in by participating in various country fairs. അപ്പോൾ ചെറുപ്പം മുതൽ എന്താണ് ഇവരെന്ത് ചെയ്യാറുണ്ട് മറ്റുള്ള രാജ്യത്തേക്ക് പോയിട്ട് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് ആൾക്ക് മത്സര ബുദ്ധിയുള്ള ഒരാളാണ് ഇദ്ദേഹം മത്സരിക്കാറുണ്ട് പലതരത്തിലുള്ള മത്സരങ്ങളിലും. he never lost hope and kept on trying to do better. ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ലോസ് ഹോപ്പ് എന്ത് ചെയ്തിട്ടില്ല നഷ്ടപ്പെടുത്തിയിട്ടില്ല. നോക്കേ in addition to curiosity and motivationും ക്യൂരിയോസിറ്റിക്കും ഒക്കെ അപ്പുറം Brett displayed the qualities of hard work. He was a very hard working person. Sincerity, ആത്മാർത്ഥത, determination, കാഴ്ചപ്പാട്, തീരുമാനം, and patience, ക്ഷമ, ഇതൊക്കെ എന്തുണ്ട് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് നോക്കിയേ. Thus he became a successful scientist. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്തായത് ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പാസേജ് ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ് ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും പറയും ബോറിംഗ് ചാപ്റ്ററാണ്, ഇൻട്രസ്റ്റിംഗ് അല്ല എന്നല്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, കെനോയിസ്റ്റ് എന്ന് പറഞ്ഞ വെള്ളക്കാരൻ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഈ ചോദ്യങ്ങളേ വരുള്ളൂ, അതിലപ്പുറത്തൊരു ചോദ്യം എന്തായാലും ചോദിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ നൗ കെനൻ എന്ന് പറഞ്ഞാൽ എന്താണോ തോണിയല്ലേ, അപ്പോൾ കെനോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ തോണിക്കാരൻ വെള്ളക്കാരനല്ലേ. ഓക്കെ, മിൻഹാജി മിസ് എന്നെ അറിയോ? അന്നാ മിൻഹാജി ഇന്നലെ രാത്രിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കാൽഷ്യമേഴ്സ് ഒന്നും വന്നില്ലല്ലോ, നല്ല ഓർമ്മയുണ്ട്. ഇച്ചിഗോ ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ആയല്ലേ. ഇനി നോക്ക്, ദ ബുക്ക് ദാറ്റ് സേവ് ദ എർത്ത് എന്നുള്ള ചാപ്റ്റർ നോക്ക്. ഇവിടെ എല്ലാവരും നോക്കിക്ക് പെട്ടെന്ന്. ഇവിടെ നോക്ക്, ഒരു കൺവെർസേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്, പാസേജ് ബേസ്ഡ് ആണ്. അയോട്ട് എന്താ പറയുന്നത്? ഐ കാൺട്ട് ഫിഗർ ഇറ്റ് ഔട്ട് ക്യാപ്റ്റൻ ഹോൾഡിംഗ് അപ്പ് എ ബുക്ക്. ഐ ഹാവ് കൗണ്ടഡ് 2000 ഓഫ് ദിസ് പെക്യുലർ ഐറ്റം. ദിസ് പ്ലേസ് മസ്റ്റ് ബി സം സോർട്ട് ഓഫ് സ്റ്റോറേജ് ബാൺ എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്താണ് വല്ല സ്റ്റോറേജ് റൂമാണെന്ന് തോന്നുന്നുണ്ട്. വാട്ട് കുഡ് അയോട്ട നോട്ട് ഫിഗർ ഔട്ട്? എന്താണ് അയോട്ടയ്ക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്? പുസ്തകമാണ്, ലൈബ്രറിയാണ്, പക്ഷെ എന്താണ് അയോട്ടയ്ക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്? അയോട്ട കുഡ് നോട്ട് ഫിഗർ ഔട്ട് വാട്ട് ദ ബുക്ക് വേ ബിക്കോസ് ഹി ഹാഡ് നെവർ സീൻ എ ബുക്ക് ബിഫോർ. ഇത് മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഒരു കണ്ടിട്ടില്ല. ബാക്കിയൊക്കെ ദുനിയാവിലുള്ള എല്ലാ സംഗതി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈബ്രറിയും പുസ്തകം മാത്രം എന്ത് ചെയ്തിട്ടില്ല, അവർ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. അയോട്ട വാസ് അറ്റ് സെൻട്രൽ വില്ലേജ് പബ്ലിക് ലൈഫ്. ഇന്നത്തെ ലൈവ് കഴിഞ്ഞിരിക്കും എനിക്ക് ഇൻസ്റ്റയിൽ കുട്ടി മെസ്സേജ് കാണാം, മാം എന്നെ മനസ്സിലായി, ഇന്ന് ലൈവിലുണ്ടായിരുന്നു, മിസ്സിൻ്റെ കമൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി പുല്ലിങ്ക പാടിയതെന്ന്. ഞാൻ ചോദിച്ചു എന്താ മോൻ്റെ പേരെന്ന്, അത് ചോദിച്ചതിന് പിന്നെ ആൾ എന്നോട് മിണ്ടിയില്ല. എന്താ ചെയ്യുക, ഇന്ന് വരേക്കും മറുപടി. അയോട്ട വാസ് അറ്റ് സെൻട്രൽ വില്ലേജ് പബ്ലിക് ലൈബ്രറി ഓൺ എർത്ത്. ഓക്കെ, സോ അയോട്ട എന്താണ് അത് പറയുന്നത്? ഓക്കെ, ഇവിടെ വേഴ്സ് അയോട്ട എവിടെയായിരുന്നു? ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ദേ വർ ഇൻ ദ ലൈബ്രറിയിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. അയോട്ട വാസ് അറ്റ് സെൻട്രൽ വില്ലേജ് പബ്ലിക് ലൈബ്രറി ഓൺ എർത്ത്. ഓക്കെ, എർത്തിലെ ലൈബ്രറിയിലാണ് ആരുണ്ടായിരുന്നത്? നമ്മുടെ അയോട്ട ഉണ്ടായിരുന്നത്. ഫൈൻഡ് ദ ആന്റണിം ഓഫ് ദ വേർഡ് ഓർഡിനറി ഇൻ ദ എക്സ്ട്രാക്ട്. എക്സ്ട്രാക്റ്റിൽ എന്താണ് ഓർഡിനറി എന്ന് പറയുന്നതിൻ്റെ വാക്കുകൾ കണ്ടുപിടിച്ച് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ. നൗ ആന്റണിം ഓഫ് ഓർഡിനറി ഈസ് പെക്യുലർ. പെക്യുലർ ആണ് എന്ത്? ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ. ഓർഡിനറി. പെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സ്പെസിഫിക്ലി. അപ്പം നോക്കിയേ നിങ്ങൾ നോക്ക്, ആൻഗ്രിഗർ എടുക്കടാ. നെക്സ്റ്റ് വൺ. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് പെക്യുലർ ആസ് യൂസ്ഡ് ഇൻ ദ എക്സ്ട്രാക്ട്? ഏത് ഭാഗമാണ് എന്ത് പെക്യുലർ എന്നിവിടെ പറയുന്നത്? നോക്കിയേ, ഇവിടെ വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് പെക്യുലർ. നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഗ്രാമറാണ്. 8 പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ് എന്ന് പറഞ്ഞിട്ട് 8 എണ്ണമുണ്ട്. അപ്പോൾ പെക്യുലർ എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ചോദിക്കുന്നത്. പെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്, വിശേഷണം അല്ലേ. ഇപ്പോൾ എന്നെ നോക്കൂ, അൻവറ മിസ് എന്താണ്? ഷീസ് വെരി ഫണ്ണി, ഇറ്റ് ഇസ് എൻ അഡ്ജക്റ്റീവ്. ഷീസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഇസ് എൻ അഡ്ജക്റ്റീവ്. ഷീസ് ഗുഡ്, ഇറ്റ് ഇസ് എൻ അഡ്ജക്റ്റീവ്. അതേപോലെ പെക്യുലർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. ആൻഗ്രിഗർ ഞാൻ എടുക്കണം. ഇത് കഴിയണ്ടേ? ഇത് കഴിയാൻ എനിക്ക് ഇതിൻ്റെ കൂടെ ആൻഗ്രിഗർ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 4 നോട്ട് ചെയ്തോ? സെറ്റ് അല്ലേ?
അടുത്ത് നോക്കിയേ നെക്സ്റ്റ് നോക്കിയേ നിങ്ങളെ തിങ്ക് ടാങ്ക് തിങ്സ് ദാറ്റ് എർത്ത് ആഫ്റ്റർ ഹിം ആർ ആഫ്റ്റർ ഹിം വാട്ട് ഈസ് ദ റീസൺ തിങ്ക് ടാങ്കിന് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നുന്നുണ്ട് എർത്ത് ലിങ്സ് എന്താണ് അയ്യോ അവർ പിന്നാലെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുകയാണെന്ന് എപ്പോഴാണ് നമ്മുടെ തിങ്ക് ടാങ്കിന് അത് തോന്നിയത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നോക്കി തിങ്ക് ടാങ്ക് ക്രൂ read about Humpty Dumpty's fall in the rhyme and showed the picture to Ting Tam. Ting Tang എന്ത് ചെയ്തു Ting Tangന്റെ ക്രൂ എന്ത് ചെയ്തു ഓ മൈ ഗോഡ് Humpty Dumpty sat on a wall അല്ലെ ആ ഷേപ്പിലുള്ള എഗ്ഗാണത് ആ ഒരു റൈമ് വായിച്ചു ആ റൈമ് വായിച്ച സമയത്ത് എന്ത് ചെയ്തു അത് ടിങ് ടാങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ് ടിങ് ടാങ് സൈഡ് റിസംബിൾ ദാറ്റ് ഓഫ് ഹംപ്റ്റി ഡംപ്റ്റിയുടെ മൊട്ടത്തല പോലെ തന്നെയാണ് ആരും നമ്മുടെ ടിങ് ടാങ്കിന്റെ തലയും അത് കണ്ടപ്പോൾ ടിങ് ടാങ്ക് വിചാരിക്കുന്നു ഓ മൈ ഗോഡ് ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് നേരത്തെ കാലത്ത് നമ്മളെ മേലെ ഇവർക്ക് എന്തുണ്ട് ഒരു നോട്ടമുണ്ട് ഓ മൈ ഗോഡ് നമ്മുടെ അടുത്തേക്കാണല്ലേ റബ്ബേ ഇവർ വരുന്നത് ദിസ് മേക്സ് തിങ്ക് ടാങ്ക് ഫീൽ ദാറ്റ് earthlings were planning to invade Mars and capture them. Oh my god അപ്പോൾ ഇദ്ദേഹം എന്താ വിചാരിച്ചത് ഈ ഹംപ്റ്റി ഡംപ്റ്റി കണ്ടപ്പോൾ കോഴിമുട്ടനെ കണ്ടപ്പോൾ ഇവരെന്ത് വിചാരിച്ചു ഇവർക്ക് എന്തിൻ്റെ കഴിവുണ്ട് ഇവർ ഞങ്ങളെ മാർസ് വന്നിട്ട് എന്ത് ചെയ്യണം മാർസ് എലൻ മസ്ക് പറയുന്ന പോലെ മാർസിൽ പോകണം എന്ന് പറയുന്ന പോലെ ഇവരെന്ത് ചോദിച്ചു മാർസ് എന്ത് ചെയ്യും ഞാൻ തന്നെ പോയിട്ട് കവർ ചെയ്യും ഞാൻ കോൺകർ ചെയ്യും പിടിച്ചടക്കും അല്ലേ ആ പിടിച്ചടക്കും എന്നെന്ത് ചെയ്യാണ് ഇവർ പ്ലാൻ ചെയ്യാണ് earthlings ഭൂമിയിലുള്ളവർ പ്ലാൻ ചെയ്യണമെന്ന് ആര് തെറ്റിദ്ധരിച്ചു നമ്മുടെ ടിങ് ടാങ്ക് തെറ്റിദ്ധരിച്ചു ദിസ് ഈസ് ദ ആൻസർ എഴുതി വെക്കൂ നെക്സ്റ്റ് വൺ മെൻഷൻ എനി ടു സ്ട്രൈക്കിംഗ് ക്വാളിറ്റീസ് ഓഫ് നൂഡിൽസ് അല്ല നൂഡിൽസിൻ്റെ ക്വാളിറ്റി അല്ല എഴുതേണ്ടത് നൂഡിൽസിൻ്റെ ക്വാളിറ്റി വെച്ചെങ്കിൽ നൂഡിൽ എന്നിട്ട് പറഞ്ഞാൽ അറിയാത്ത ആണെന്ന് പറയും നൂഡിൽസ് ഇസ് വെരി ടേസ്റ്റി ഇറ്റ് ഈസ് വെരി യമ്മി ഐ ലൈക്ക് എന്താണ് യിപ്പി നൂഡിൽസ് ദാൻ മാഗി എന്നൊക്കെ എഴുതി വെക്കും സോ ഇവിടെ എടുക്കുക നമ്മൾ രണ്ട് ചളിയൊക്കെ അടിക്കണ്ടേ നെക്സ്റ്റ് വൺ നോക്കിയേ മെൻഷൻ എനി ടു സ്ട്രൈക്കിംഗ് ക്വാളിറ്റീസ് ഓഫ് നൂഡിൽ രണ്ട് സ്ട്രൈക്കിംഗ് ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത് ദ അപ്രന്റീസ് ഓഫ് ടിക് ടാക് നൂഡിൽ കംസ് ഔട്ട് ആസ് എൻ ഇൻട്രസ്റ്റിംഗ് ഫിഗർ ഇൻ ദ സ്റ്റോറി നൂഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഏത് നമ്മുടെ കഥയിൽ ഹി ഈസ് വെരി പൊളൈറ്റ് ആൻഡ് സ്മാർട്ട് നൂഡിൽസ് എന്നെ പോലെ എന്താണ് വളരെ പൊളൈറ്റ് ആണ് ആളെന്താണ് വളരെ സ്മാർട്ടാണ് ഹി കറക്ട്സ് ദ മിസ്റ്റേക്സ് ഓഫ് ഹിസ് റൂളർ വെരി ഹംപ്ലി ബൈ ഗിവിംഗ് ഇൻഡയറക്റ്റ് സജഷൻസ് എന്താ പറയുന്നത് He corrects the mistakes of his ruler very humbly by giving indirect suggestions. വളരെ എന്ത് ചെയ്യും ആള് കറക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും തിരുത്തി കൊടുക്കും അല്ലേ ഓൾസോ ഹി ഈസ് വെരി വൈസ് ആൻഡ് വെൽ ഇൻഫോംഡ് ആള് വളരെ വൈസ് നല്ല ബുദ്ധിയുണ്ട് അതേപോലെ എന്താണ് വെൽ ഇൻഫോംഡ് നല്ല അറിവുണ്ട് പൊളൈറ്റാണ് ഹമ്പിളാണ് സ്മാർട്ടാണ് എന്താണ് നല്ലൊരു ഡിസിഷൻ മേക്കറാണ് കറക്ഷൻ മേക്കറാണ് അതേപോലെ തന്നെ എന്തുണ്ട് നല്ല നോളജ് ഉള്ള വ്യക്തിയാണ് ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു ഓക്കെ അല്ലേ നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ ഇലോബറേറ്റ് ദ എസ്കേപ്പ് ദ ടിങ് ടാങ്ക് പ്ലാൻസ് ഫോർ നമ്മുടെ ടിങ് ടാങ്ക് എന്ത് ചെയ്തു ഹംപ്റ്റി ഡംപ്റ്റി കണ്ടതിന് ശേഷം രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ മാർഗം നോക്കിയേ ടിങ് ടാങ്ക് ഓർഡേഴ്സ് ഇസ് എൻറ്റയർ ഫ്ലീറ്റ് ടു ഇവാക്യുവേറ്റ് മാസ് എന്ത് ചെയ്യുക ഇവാക്യുവേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഹി ഗെറ്റ്സ് എ ക്യാപ്സ്യൂൾ ഫോർ ഹിംസെൽഫ് അദ്ദേഹം എന്ത് ചെയ്തു ക്യാപ്സ്യൂൾ എടുക്കുകയാണ് ദ ഡിസൈർ ടു മൂവ് ടു ഡിസ്റ്റൻസ് സ്റ്റാർ ആൽഫ സെഞ്ചുറി ടു എസ്കേപ്പ് ഇൻവേഷൻ ബൈ എർത്തിങ്സ് അടുത്തുള്ള നക്ഷത്രമായിട്ടുള്ള ആൽഫ സെഞ്ചുറിയിലേക്ക് ആര് പോവാണ് നമ്മുടെ ടിങ് ടാങ്കും കൂട്ടരും ടിങ് ടാങ്കും അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തിന്റെ ക്രൂവും എന്ത് ചെയ്യാണ് പോവാണ് ഓക്കെ അല്ലേ Next one, okay. How did old book of nursery rhymes save the earth from a Martian invasion? How did one old book എങ്ങനെയാണ് ഒരു ഓൾഡ് ബുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷിച്ചത് മാർഷ്യൻ ഇൻവേഷൻ മാർസുകാരുടെ എന്താണ് ഇൻവേഷൻ കടന്നുകയറ്റം നുഴഞ്ഞുകയറ്റത്തിൽ നിന്നും നമ്മളെ എന്താണ് ഭൂമിയെ സംരക്ഷിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ നോക്ക് ദിസ് ബുക്ക് ഈസ് ടോട്ടലി മിസ്അണ്ടർസ്റ്റുഡ് ബൈ ദ മാർഷ്യൻ അവരെന്ത് ചെയ്തു പുസ്തകങ്ങൾ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു തെറ്റിദ്ധരിച്ചു ദ മാർഷ്യൻസ് തോട്ട് ദാറ്റ് earthlings were planning to invade Mars അവരെന്താ വിചാരിച്ചത് ഇവരെന്ത് ചെയ്യും നമ്മളെ മാർസ് കൈയടക്കാൻ വരുന്നവർ തീരുമാനിച്ച് സോ ദേ ക്യാൻസൽ ദെയർ ഇൻവേഷൻ ഓഫ് എർത്ത് ആൻഡ് വെന്റ് ബാക്ക് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ ഇൻവേഷൻ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു നൗ തിങ്ക് ടാങ്ക് ടോട്ടലി മിസ്അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് phrases like shell silver garden gave him a false idea that earthlings grease silver and weapon അപ്പോൾ നമ്മളെന്താണ് സിൽവർ ഗാർഡൻ എന്നൊക്കെയുള്ള വാക്ക് പുസ്തകത്തിൽ കണ്ടപ്പോൾ നമ്മൾ ടിങ് ടാങ്ക് എന്ത് വിചാരിച്ച് ഇതൊക്കെ ഇവർ ആയുധങ്ങളാണ് വെപ്പൺസ് മിസൈൽ ബുൾഡോസർ എന്താണ് അല്ലേ ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു
AK-47 ഇതൊക്കെ ആണെന്ന് എന്ത് ചെയ്യാണ് തെറ്റിദ്ധരിക്കുക, വെപ്പൺസ് ആണ് തെറ്റിദ്ധരിച്ചു അല്ലേ. അപ്പോൾ ഈ വെപ്പൺസ് ഒക്കെ എന്ത് ചെയ്യും, ഇവർ മാർസിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് തെറ്റിദ്ധരിക്കുകയാണ് ആര്, നമ്മുടെ ടിങ് ടാങ്. നൗ ഹി സ്റ്റാർട്ട്സ് തിങ്കിങ് ദാറ്റ് എർത്ത്ലിങ്സ് ആർ വെരി അഡ്വാൻസ്ഡ് ടെക്നോളജി. അവർ വിചാരിക്കുകയാണ് ഭൂമിയിലുള്ളവർ ഒട്ടും മോശമല്ല, അവർ കഞ്ഞികളല്ല, ദേ ആർ വെരി എന്താണ് ഷാർപ്പ്, ദേ ആർ വെരി ബ്രൈറ്റ്, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് എന്ത് ചെയ്തു ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. നെക്സ്റ്റ് വൺ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് നൂഡിൽ ആൻഡ് ടിങ് ടാങ്. നൂഡിലിൻ്റെയും നമ്മുടെ ടിങ് ടാങ്കിൻ്റെയും എന്താ പറയുന്നത് ക്യാരക്ടർ എന്ത് ചെയ്യാണ് ഇവിടെ കമ്പാരിസൺ ആണ്. ഓക്കെ നോക്കിയേ, നൂഡിൽ ആൻഡ് ടിങ് ടാങ് ഹാവ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. രണ്ടുപേരും എന്താണ് വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. ടിങ് ടാങ് ലൈക്സ് ടു ബി കോൾ ദ ഗ്രേറ്റ് ആൻഡ് ദ മൈറ്റി. ടിങ് ടാങ് കുറച്ച് SP ആണ്, സ്വയം പൊങ്ങിയാണ്. അവൻ എപ്പോഴും എന്ത് വിളിക്കണം, ഗ്രേറ്റ് ആൻഡ് ദ മൈറ്റി, മഹത്തായ രാജാവേ എന്ന് വിളിക്കണം. ഹി ഓർഡേഴ്സ് ആൻഡ് കമാൻഡ്സ്. അദ്ദേഹം രാജാവിനെ എപ്പോഴും എന്ത് ചെയ്യും, എപ്പോഴും ഓർഡറിങ് ആൻഡ് കമാൻഡിങ് ആണ്. ഡു ദാറ്റ്, ഡു ദിസ്, ഡോണ്ട് ഇറ്റ്, ഡു ഡോണ്ട്. ഇത് മാത്രമേ ആർക്കുള്ളൂ, ടിങ് ടാങ്കിനുള്ളൂ. ഹീസ് ദ റൂളർ ഓഫ് മാർസിന്റെ രാജാവാണ് മൂപ്പര്. ബട്ട് ഹാസ് നോ ഇന്റലിജൻസ്. പക്ഷെ എന്തില്ല, തലൻ്റെ ഉള്ളിൽ ഒരു ആൾതാമസവും ഇല്ല. ബുദ്ധി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഹി തിങ്സ് ബുക്സ് ടു ബി സാൻഡ്വിച്ചസ്. അദ്ദേഹം എന്താ പറയുന്നത്, പുസ്തകങ്ങൾ എന്താണ്, സാൻഡ്വിച്ചസ് ആണ്. ഹി ഈസ് റോങ് അബൌട്ട് എവറിത്തിങ്. അദ്ദേഹം എന്താ എല്ലാത്തിനെ കുറിച്ചും റോങ് ആണ്. ഹി ഡിമാൻഡ്സ് ദാറ്റ് ക്രൂ ഒബേ ഹിം. അദ്ദേഹത്തിന് എപ്പോഴും നിർബന്ധമുള്ളൂ എന്താണ്, അദ്ദേഹത്തിന്റെ ടീം എന്ത് ചെയ്യണം, അദ്ദേഹത്തെ അനുസരിക്കണം. ഓക്കെ, he likes to pass on others' idea as his own. മൂപ്പർ എന്ത് ചെയ്യും, മറ്റുള്ളവർ നല്ല ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്താൽ അത് മൂപ്പർ അഭിപ്രായമായിട്ട് എന്ത് ചെയ്യും, ടീമിനോട് പറയും. മൂപ്പരാക്ക് എന്തില്ല, സ്വയം ഒരു ബുദ്ധിയില്ലാത്ത ആളാണ് ആര്, നമ്മുടെ ടിങ് ടാങ്. പക്ഷേ മൂപ്പർ എന്ത് ചെയ്യും, നൈസായിട്ട് മറ്റുള്ളവരുടെ ഐഡിയാസ് എന്ത് ചെയ്യും, എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് എടുത്തടിക്കും അല്ലേ. ഹി ഈസ് എ കവേർഡ് ഹു സിംപ്ലി ബോസ് അബൌട്ട് ഹിസ് പവർ. സ്വന്തം ശക്തിയെക്കുറിച്ച് വെറുതെ എന്താണ് ബോസ് ചെയ്തിരിക്കുന്ന ഒരു മണ്ട ശിരോമണിയാണ് ആര്, നമ്മുടെ ടിങ് ടാങ്. പക്ഷെ നൂഡിൽസ് അങ്ങനെയല്ല, വെരി ക്ലെവർ ആൻഡ് വൈസ്. ആൾ ഭയങ്കര ബുദ്ധിമാനാണ്, ക്ലെവർ ആണ്. ഹി കറക്ട്സ് ദ മിസ്റ്റേക്സ് ഓഫ് ദ റൂളർ. നമ്മുടെ റൂളർ മിസ്റ്റേക്സ് എന്ത് ചെയ്യും, അവൻ കറക്റ്റ് ചെയ്യാറുണ്ട്. He never takes credit for his ideas. ഒരിക്കലും അവൻ്റെ ഐഡിയക്ക് എന്ത് എടുക്കാറില്ല, ക്രെഡിറ്റ് എടുക്കാറില്ല. But he offers them to the ruler very gently. Ting Tang makes them as his own. അവൻ്റെ ഐഡിയാസൊക്കെ ആർക്ക് പാസ് ചെയ്യും, നമ്മുടെ റൂളർ ആയിട്ടുള്ള ടിങ് ടാങ്കിന് പാസ് ചെയ്യും. ടിങ് ടാങ്ക് എന്ത് ചെയ്യും, ഇതൊക്കെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണെന്ന് പറഞ്ഞിട്ട് ക്രൂവിനോട് പറയും. അപ്പോൾ ഒരാൾ ഭയങ്കര സെൽഫിഷും ഒരാൾ വളരെ എന്താണ് ഡെഡിക്കേറ്റഡുമാണ്. ഓക്കെ, മനസ്സിലായോ? ഒരാൾ എന്താണ് വളരെ സെൽഫിഷും ഒരാൾ വളരെ എന്താണ് ഡെഡിക്കേറ്റഡുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, നോക്ക്. The book that saves the earth conveys the message that misunderstanding of cultural differences between various races and cause confusion and conflict. Based on your reading of the play, write how such confusion and conflicts can be checked so that peace and harmony is maintained. The book that serves earth conveys a message that ഈ ഒരു നാടകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ വേരിയസ് റേസസ് ക്യാൻ കോസ് കൺഫ്യൂഷൻ ആൻഡ് കൺഫ്ലിക്റ്റ്. നമ്മൾ ഓരോരുത്തർ കൾച്ചറൽ ഡിഫറൻസ് എന്തുണ്ടാക്കും, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ പ്ലേ, ഈ പ്ലേ നിങ്ങൾ വായിച്ചതിൽ നിന്നും റൈറ്റ് ഹൗ സച്ച് കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കൺഫ്യൂഷൻസ്, തെറ്റിദ്ധാരണകൾ ക്യാൻ ബി ചെക്ക്ഡ് സോ ദാറ്റ് പീസ് ആൻഡ് ഹാർമണി ഇസ് മെയിൻറ്റെയിൻ. എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ മാറ്റി നമുക്ക് സമാധാനം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാം. തീർച്ചയായിട്ടും നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമാണ്, അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്തുള്ള കൾച്ചറൽ എന്താണ് പ്രോഗ്രാമൊക്കെ നമ്മൾക്ക് എന്ത് വൃത്തികെട്ട ആചാരമാണിതെന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ ഇടയിൽ എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഓക്കെ, ചില നമുക്ക് തോന്നും ദുരാചാരമാണല്ലോ എന്ന്, അത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ബിക്കോസ് അപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറ്റി എങ്ങനെയാണ് സമാധാനം, പീസ് ആൻഡ് ഹാർമണി നമുക്ക് കൊണ്ടുവരാൻ പറ്റാം. ഇവിടെ നോക്കിയേ, the confusion in the mind of Ting Tang occurred due to the literal interpretation of the nursery rhymes in the book Mother Goose. Mother Goose എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലെ നമ്മുടെ ഹംറ്റി ഡംറ്റിൻ്റെ പോയം കണ്ടപ്പോൾ, റൈം കണ്ടപ്പോഴാണ് ടിങ് ടാങ്ക് എന്ത് തെറ്റിദ്ധരിച്ചത്, ഇവർ നമ്മളെ പിന്നാലെ നേരത്തെ കാലത്തുണ്ട്, ദേ ഒടയുന്നു തല പൊട്ടുന്നു അല്ലേ. ഇൻഫാക്ട് ദാറ്റ് വാസ് എ റൈം. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കില്ല, ടിങ് ടാങ്കിനില്ല. To ensure that conflicts are checked so that peace and harmony are maintained,
Cultural differences should be sorted out by initially sending mature and wise people from one culture to the other to establish contact before deciding to wage war. ഒരു യുദ്ധം തീരുമാനിക്കുന്നതിന് മുൻപ് ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? വലിയ എൽഡസ്റ്റ് ആയിട്ടുള്ള ആളുകളെ, വളരെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്ത് ചെയ്യണം? സംസാരിക്കണം, മിങ്കിൾ ചെയ്യണം. ദി പീപ്പിൾ ഹാവ് ടു എന്താണ്? നോ ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും വി ഷുഡ് നോ ഈച്ച് അതർ. നമ്മൾ മനസ്സിലാക്കി അറിയണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? യുദ്ധം തീരുമാനിക്കാൻ പറ്റൂ. Think Tank had sent an initial probe, but the crew members of the probe were not sufficiently intelligent or mature to understand Earth's culture. That is why they illiterally interpreted the nursery rhymes and caused a misunderstanding in the mind of Think Tank. ഇവരെന്താണ്? എർത്ത് എല്ലാം ഇവർ മാർഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമിയിലെ പുസ്തകം, ലിറ്ററേച്ചർ, എഴുത്ത്, എഡ്യൂക്കേഷൻ ഇതിനെക്കുറിച്ച് എന്തില്ല? ഒരു ഐഡിയ ഇല്ല. അത് മനസ്സിലാക്കാതാണ് ഇവരെന്ത് ചെയ്തത്? ഇവർ തെറ്റിദ്ധരിച്ചിട്ട് മാർസിൽ നിന്ന് എന്ത് ചെയ്തത്? രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ എപ്പോഴും എന്താണ്? എസ്കേപ്പിസം അല്ല വഴി. അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത്, നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന സമയത്ത്, നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എസ്കേപ്പിസം ഈസ് നോട്ട് ദ വേ. എസ്കേപ്പിസം അല്ല എന്ത് വഴി രക്ഷപ്പെടാനുള്ള. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ദിസ് ഈസ് ദ തിങ് ഡൺ. ഓക്കെ, now yes, okay Len. വരുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, നമുക്ക് ആൻഡ് ഗ്രിഗറി we want to discuss. One second now. ഒരു സെക്കൻഡ് മക്കളെ. മക്കളൊരു മിനിറ്റ്. ഗ്രാമർ വളരെ സിമ്പിൾ അല്ലേ? എനിക്ക് ഈ സ്ലൈഡ് ഒന്നും ഇത് ലാസ്റ്റ് ഇതെന്നാ സെലക്ട് ചെയ്ത് വെച്ചേ? Question of trust that we will discuss at night. Okay, Angry, let me discuss now. Thank you. See, now let's discuss the poem and Gregory. Okay. Okay, between whom does the conversation in the poem take place? That is the first question. ആര് തമ്മിലാണ് ഈ പോം നടക്കുന്നത്? ആൻഡ് ഗ്രിഗറി എന്നുള്ള പോയത്തിൽ നമുക്കറിയാം ഒരു സംഭാഷണം, ഒരു കൺവെർസേഷൻ. ഹൂ പീപ്പിൾ ആർ ടോക്കിംഗ്? ആരാണ്? പറ. ബിറ്റ്വീൻ ഹൂം ഡസ് ദ കൺവെർസേഷൻ ഇൻ ദ പോം ടേക്സ് പ്ലേസ്? എങ്ങനെ എഴുതും നമ്മൾ ഉത്തരം? ഹൗ ക്യാൻ യു റൈറ്റ് ദ ആൻസർ? ലെറ്റ്സ് സീ ഹിയർ. ദ പോം ഈസ് എ കൺവെർസേഷൻ ബിറ്റ്വീൻ എ സ്പീക്കർ ഹു കുഡ് ബി ദ പോയറ്റ് ഹിംസെൽഫ്. ഒരു പക്ഷെ ഒരു സ്പീക്കറാണ്, അതൊരു പക്ഷെ ആരാകാം? ദ പോയറ്റ് ഹിംസെൽഫ് ആകാം. ഓർ ആൻഡ്സ് ലവർ, അല്ലെങ്കിൽ അത് ആൻഡ് ലവർ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം. ആൻഡ് ഗ്രിഗറി. അപ്പം ആൻഡ് ഗ്രിഗറിയും ഒന്നില്ലെങ്കിൽ ആൻഡ് ഫ്രണ്ടോ, അല്ലെങ്കിൽ ആൻഡ് ലവറോ, അല്ലെങ്കിൽ ആൻഡ് ആരായിട്ടോ വരാം? നമ്മുടെ പോയറ്റ് ആയിട്ടോ വരാം. ഓക്കെ അല്ലേ? Now
Anne Gregory herself, the other speaker, believes that young men love Anne for her external beauty, but Anne says that external beauty is not real and young men should love her for herself. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ സ്പീക്കർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും യങ് പീപ്പിൾ വിൽ ലവ് യു ബിക്കോസ് എന്താണ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ, നീ ബ്യൂട്ടിഫുൾ ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചെറുപ്പക്കാർക്കൊക്കെ നിന്നെ നല്ല ഇഷ്ടം. പക്ഷെ ആൻ എന്താ പറയുന്നത്, നോ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ലവ്ഡ് ലൈക്ക് ദാറ്റ്, എനിക്ക് അങ്ങനെ എന്നെ ആരും സ്നേഹിക്കേണ്ട, എന്നെ എന്ത് ചെയ്യണം, ഞാനെന്ന് പറയുന്ന വ്യക്തിനെ, പേഴ്സൺ എന്നെ ഉൾക്കൊള്ളണം, എന്നെ സ്നേഹിക്കണം എന്ന് ആര് പറയും, നമ്മുടെ ആൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻഡ് ഒരു വ്യൂ ഓഫ് പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയണം. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഇസ് ദ പോയിന്റ് മീൻ ബൈ ദോസ് ഗ്രേറ്റ് ഹണി കളേർഡ് റാംപറ്റ്സ് അറ്റ് യുവർ ഇയർ? എന്താണ് അദ്ദേഹം പറയുന്നത്, ഗ്രേറ്റ് ഹണി കളേർഡ് റാംപറ്റ്സ് അറ്റ് യുവർ ഇയർ എന്നുള്ളത് കൊണ്ട് എന്താണ് പോയിന്റ് ഉദ്ദേശിച്ചത്? Rampant hair look refers to locks of Anne's beautiful yellow hair and external beauty that hides her soul. അതെന്താണ് അദ്ദേഹം പറയുന്നത്, അവളുടെ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി, ആ മുടിൻ്റെ ഭംഗി, ആ മുടിയുടെയും അവളുടെ ആ ഒരു പ്രത്യക്ഷമായിട്ടുള്ള എക്സ്റ്റേണൽ ബ്യൂട്ടി, അതിൻ്റെ സൗന്ദര്യം കാരണം ആക്ച്വലി ആൻഡ് ആ ഒരു വ്യക്തിപരമായ സൗന്ദര്യം എന്താണ്, അവളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഭംഗി പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ട്രൂ നേച്ചർ ആൻഡ് ലെറ്റ്സ് അതർ പീപ്പിൾ സീ ഓൺലി ഹർ ഔട്ടർ സെൽഫ്. മറ്റുള്ളവരൊക്കെ എന്തേ കാണുന്നുള്ളൂ, അവളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവൾ എന്താണ്, ഷീസ് ലോക്ക്ഡ് ആസ് എ ടൈഗർ ഇൻ ദ സൂ. എന്താ കാരണം, അവളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി കാരണം അവളുടെ ഒരു ഇന്നർ ബ്യൂട്ടി എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ല. Okay, next one. Why do young men love Anne for her hair and not for herself alone? എന്തുകൊണ്ടാണ് ആൻ്റെ മുടി മാത്രം ആളുകൾക്ക് ഇഷ്ടം, എന്തുകൊണ്ടാണ് ആനിന് ഇഷ്ടമല്ലാതായി പോകുന്നത്? എന്താ നമ്മൾ പറഞ്ഞത്, Anne Gregory is so beautiful. She's a beautiful lady. No man is capable of ignoring her. ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻ ഗ്രിഗറിയെ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല, അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. എക്സ്റ്റേണൽ ബ്യൂട്ടി ആൻഡ് ലുക്കിംഗ് ഇൻസൈഡ് ഹർ റിയൽ നേച്ചർ. അപ്പോൾ അവരെന്ത് ചെയ്യും, ശ്രദ്ധ എന്താണ് ആൻ ഗ്രിഗറി എന്ന് അറിയുന്നതിലേക്ക് മുൻപ് എന്ത് ചെയ്യും, അവളുടെ സൗന്ദര്യത്തിൽ എന്ത് ചെയ്യും, ആസ്വദിച്ച് മയങ്ങിപ്പോകും. Okay, her attractive external features stop men from knowing the real person. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭംഗിയാണ് ആൻ ഗ്രിഗറിക്ക്. അപ്പോൾ ആക്ച്വലി ആൻ ഗ്രിഗറി എന്നുള്ള വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു, ഇങ്ങനെയായിപ്പോൾ സംഭവം നടക്കുന്നത്. ദിസ് ഈസ് വാട്ട് ദറ്റ് മേക്സ് എ സ്പീക്കർ സേ ദാറ്റ്. ഇതാണ് ആ സ്പീക്കർ നമ്മളോട് എന്ത് പറയുന്നത്, യങ് മെൻ ലവ് ആൻഡ് ആരാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഫോർ ഹെർ ഹെയർ, അവളുടെ മുടി, ആൻഡ് നോട്ട് ഫോർ ഹെർ സെൽഫ് എലോൺ, അവളുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി ആയിരിക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടു പോവാം. അതിൻ്റെ ഇടയിൽ എന്താണ് ആൻ ഗ്രിഗറി എന്ന് ആർക്കും മനസ്സിലാക്കാൻ നേരണ്ടാവില്ല. വാട്ട് ആർ ആൻസ് വ്യൂസ് ഓൺ എക്സ്റ്റേണൽ ബ്യൂട്ടി? പക്ഷെ ഇവിടെ ആൻഡ് കാഴ്ചപ്പാട്, ആൻഡ് ഒരു തിങ്കിങ്, ആൻഡ് ഒരു വ്യൂ പോയിന്റ്സ്, എക്സ്റ്റേണൽ ബ്യൂട്ടി, ബാഹ്യ സൗന്ദര്യം എന്തായിരുന്നു അതിനെക്കുറിച്ച്? ഇവിടെ നോക്കിയേ, Anne does not believe in external beauty. Anne സംബന്ധിച്ചൊരിക്കലും she doesn't believe in external beauty. External beauty ആൾ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. And wants to be loved for herself. അവളെ സംബന്ധിച്ച് എന്താണ്, she wants to be loved for herself. അവൾക്ക് അവളെ സ്നേഹിക്കണം ആള്. അവളെന്ന് പറയുന്ന വ്യക്തിയാണ് ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്, സ്നേഹിക്കേണ്ടത്. She says that her beautiful hair that attracts so many men can be changed and colored differently. What a point. അവൾ എന്താ പറയുന്നത്, അവളുടെ മുടി കണ്ടിട്ടാണ് എല്ലാവരും അവൾക്ക് അട്രാക്റ്റ് ആവുന്നത്. ആ മുടി അവൾക്ക് എന്ത് ചെയ്യാം, if she wants she can color, if she want she can cut it, അത് റിമൂവ് ചെയ്യാൻ പറ്റും. this shows that and thinks that, ഇത് നമുക്ക് മനസ്സിലാക്കി തരും അവൾ എന്താ വിചാരിക്കുന്നത്, external beauty is not important and is changeable. external beauty എന്താണ്, it is changeable, മാറ്റാവുന്നതാണ്, മാറ്റം വരുത്താവുന്നതാണ്, റീപ്ലേസബിൾ ആണെന്ന് എന്ത് ചെയ്യാണ് അവൾക്ക് മനസ്സിലാവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ, വാട്ട് ഹാസ് അക്കോർഡിംഗ് ടു ദി സ്പീക്കർ ആൻ ഓൾഡ് റിലീജിയസ് മാൻ ഫൗണ്ട്? എന്താണ് ഒരു ഓൾഡ് റിലീജിയസ് മാൻ കണ്ടെത്തിയത്? മാം, യു ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ ആൻ ഗ്രിഗറി. ഓ എൻ്റെ ഇച്ചിഗോ, സ്വീറ്റ് ഇച്ചിഗോ, സോ സ്വീറ്റ്, സോ ബ്യൂട്ടിഫുൾ, സോ ഗുഡ്, താങ്ക് യു. ഇച്ചിഗോൻ്റെ ഒരു കാര്യം ഇതാണ്. എടാ നോക്കി ശ്രദ്ധിച്ചേ, എന്താണ് ഓൾഡ് റിലീജിയസ് മാൻ കണ്ടെത്തിയത്? നോക്ക്, ദ സ്പീക്കർ സേസ് ദാറ്റ് an old religious man has found a text
that proves that only God is capable of looking at a person's real self. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ദൈവത്തിന് മാത്രമേ എന്തേ ഉള്ളൂ മനുഷ്യരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്നർ ക്യാരക്ടർ എന്താണോ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അത് നോക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് എത്തി നോക്കാൻ പറ്റുള്ളൂ. ബിയോണ്ട് ദ എക്സ്റ്റേണൽ ബ്യൂട്ടി, ബാഹ്യ സൗന്ദര്യത്തിനും അപ്പുറം. Okay, now next question. What has, according to the speaker, an old religious man? ഇതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now, how right is or wrong is to judge someone on the basis of his or physical appearance important? എങ്ങനെയാണ് ഒരാളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം മാത്രം വെച്ചിട്ട്, ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ ഇവിടെ, ഫിസിക്കൽ അപ്പിയറൻസസ് നെവർ ഗിവ് ദ ട്രൂ അക്കൗണ്ട് ഓഫ് എ പേഴ്സൺ ആസ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോത്തിങ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഫിസിക്കൽ അപ്പിയറൻസ് എന്തില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അതെന്തിനനുസരിച്ചിരിക്കും നമ്മുടെ മാം യുവർ ഐസ് ആർ സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. ആ കമൻറ്റ് എനിക്ക് കിട്ടാറുണ്ട്. ഐ ഹാവ് മെനി ഫാൻസ് ഫോർ മൈ ഐസ്. ഇത് ഞാൻ തള്ളിയതല്ല, സത്യമായിട്ട് തള്ളിയതല്ല. നോക്കിയേ, നമ്മളൊരു വേ ഓഫ് അവർ ഡ്രസ്സിങ്, നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് എന്ത് ചെയ്യും, കൂട്ടും. മേക്കപ്പ് പ്രത്യേകിച്ച് കൂട്ടും, ആൻഡ് അതർ സച്ച് തിങ്സ്. സോ നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അപ്പിയറൻസ്. എന്താണ്, ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡഡ് അപ്പോൺ അവർ ക്ലോത്ത്സ്, ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡ് അപ്പോൾ എന്താണ് ആക്സസറീസ് അല്ലേ, നമ്മൾ നല്ല കമ്മലൊക്കെ ഇടുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിപ്പെൻഡഡ് അപ്പോൺ അവർ മേക്കപ്പിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. Something which is not true and real should not be used to judge the person carrying it. A person must be judged on the basis of his behavior that shows the true characteristics of his personality. ഒരു വ്യക്തിയുടെ ശരിക്കും ആക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഹിസ് ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവമാണ്, ക്യാരക്ടറാണ്. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ആൻ ഇൻ ഹർ റിപ്ലൈ ടു ദ ഫസ്റ്റ് സ്പീക്കർ ദാറ്റ് ഹർ ബ്യൂട്ടിഫുൾ ഹെയർ കളർ വിച്ച് അട്രാക്ട്സ് മെൻ ഈസ് ചേഞ്ചബിൾ. ഹെൻസ് മെൻ ഷുഡ് നോട്ട് ഫോൾ ഇൻ ലവ് വിത്ത് ഹർ ബേസ്ഡ് ഓൺ ഹെയർ കളർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച് അറ്റ് എനി ടൈം, ഏത് സമയത്തും എന്ത് ചെയ്യാം, അത് മാറ്റാം. ഓക്കെ, എന്താണ്, ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. ഓക്കെ, ഏത് സമയത്തും മാറ്റാൻ പറ്റാവുന്നതാണ് നമ്മുടെ എന്ത് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സോൾ ബ്യൂട്ടി, ബ്യൂട്ടി ഓഫ് അവർ സോൾ, ബ്യൂട്ടി ഓഫ് അവർ ക്യാരക്ടർ, ബ്യൂട്ടി ഓഫ് അവർ ട്രേറ്റ്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഗുഡ് ഡീഡ്സ്, നമ്മുടെ ബിഹേവിയർ, ഗുഡ് ബിഹേവിയർ, ഇതൊക്കെ എന്താണ്, അതാണ് ഇന്ന് പെർമനൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുക, നിങ്ങൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ഒരു ഫിസിക്കൽ ബ്യൂട്ടിയും സോൾ ബ്യൂട്ടിയും എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. ഓക്കെ, മാമിന് ഫാൻസ് ഉണ്ടോയെന്ന്, എനിക്ക് ഫാൻസ് ഉണ്ടായി കൂടി, അതാണോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന്. ഞാൻ കറിയുന്നല്ല, കണ്ണു തുടച്ചതാണ്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ. സോ വി സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ രാത്രി എന്ത് ചെയ്യാം, ഇനി നമുക്കൊന്ന് ഒരു ഒരു മിന്നൽ റിവിഷൻ എന്ത് ചെയ്യാം, ഇനി നമുക്ക് രാത്രി അങ്ങ് നടത്താം. സോ രാത്രി എന്താണ്, ഡോണ്ട് മിസ് യുവർ ലൈഫ്, ബിക്കോസ് എന്താണ് നമ്മൾ ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ലിറ്ററേച്ചർ വി വിൽ എന്താണ് ഒരു ഫൈനൽ ടച്ച് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം ഒന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് ഹിയർ യു പീപ്പിൾ. എപ്പോഴും നിങ്ങൾ എണീച്ച് രാത്രി വി ഹാഡ് എന്താണ് വെരി ലേറ്റ് ലൈവ് അല്ലേ. അതിനുശേഷം എന്താണ് യു പീപ്പിൾ അഗെയിൻ വർക്ക് ഹിയർ ഫോർ യുവർ സ്റ്റഡീസ് ആൻഡ് സ്റ്റിൽ യു ആർ സിറ്റിംഗ് ഹിയർ. വളരെ പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഹാപ്പി ടു സീ യു ഓൾ. അപ്പം നമുക്കൊക്കെ എന്താണ് ഒരു ഡെഡിക്കേഷൻ, നമ്മുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് എന്ത് നമ്മളെ സക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു മണിക്കൂർ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, യു പീപ്പിൾ വിൽ ബി ഗെറ്റിംഗ് ഫ്രം യുവർ എക്സാം ഹോൾ. ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്, ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്. ഓക്കെ, അത് 100% എന്ത് ചെയ്യും, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ഈ ഒരു യൂസ് എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നാളെ കിട്ടും. ഓക്കെ, സോങ് നമുക്ക് എന്ത് ചെയ്യാം, നാളെ പാടാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, നിങ്ങൾ രാത്രിയിലേക്കുള്ള സ്ലൈഡ്സ് പോയിട്ടുണ്ടാക്കട്ടെ, അതിരുന്ന് പഠിക്കട്ടെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രായിട്ട് നിങ്ങൾ 10 മാസം എടുത്ത് പഠിച്ചത് എന്ത് ചെയ്തു, നമ്മളൊരു 8 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങ് പഠിച്ചെടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, പഠിക്കാം. ഓക്കെ, വി വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ. താങ്ക് യു സോ മച്ച്. രാത്രി കാണാം, പാക്കലാം. ഓക്കെ, സോ ടേക്ക് കെയർ. സോ ആരും മറക്കരുത്, ഷാർപ്പ് എന്ത് ചെയ്യുക, എല്ലാവരും രാത്രി ലൈവിന്